പരീക്ഷ മാർഗ നിർദ്ദേശകനും കരിയർ ഗൈഡൻസ് പ്രധാന വ്യക്തിയുമായ ബഹുമാനപ്പെട്ട വാര്യർ സാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അതിനേക്കായിട്ട് ക്ഷണിക്കുന്നു. സംപൂജ്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പാവനവും പവിത്രവുമായ പുണ്യഭൂമിയിൽ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണുന്നതിനും നിങ്ങളുടെ ഭാവി കരുപിടിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമായ ചില സൂചനകൾ നൽകുന്നതിനും എനിക്ക് അവസരം നൽകുക വഴി എന്നോട് കാട്ടിയ കാരുണ്യത്തിന് ബിഷപ്പ് തിരുമേനിയോടും മറ്റ് ഇതും ബന്ധപ്പെട്ട എല്ലാവരോടും, ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും ബന്ധപ്പെട്ട എല്ലാവരോടും എനിക്കുള്ള അകൈതവമായ കൃതജ്ഞത ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കുട്ടികളുടെ മനസ്സിലൊരു സംശയമുണ്ട്, എന്താണ് ഈ പറയാൻ പോകുന്നത് എന്ന്. പറയാൻ പോകുന്നത് മുഖ്യമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെ പഠിക്കണം. 2, എങ്ങനെ പരീക്ഷ എഴുതണം. എങ്ങനെ പഠിക്കണമെന്ന് പറയുമ്പോൾ ഈ 10ലെ പരീക്ഷയോ 12ലെ പരീക്ഷയോ ആണ് മുഖ്യ കാര്യമെങ്കിലും ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പറയും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അറിവുള്ള കുട്ടിക്കല്ല പലപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാറുള്ളത്. അപ്പം അത് ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നല്ല ടെക്നിക്കുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ സൂചിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യാം. എൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ സമാധാനം നൽകുകയും ചെയ്യാം. ആ സ്ക്രീൻ പോയോ? നോക്കിയാട്ടോ. ആദ്യം തന്നെ ഈ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. പലപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയും, നീ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മകൻ ദിവസവും രാത്രി 12 വരെ പഠിക്കും, എൻ്റെ മകൾ ദിവസവും 3:30 എഴുന്നേറ്റ് പഠിക്കും എന്നൊക്കെ അച്ഛനും അമ്മയും പറയും. അപ്പം പറയുന്നതിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്താണ്? ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നവരാണ് ഏറ്റവും നല്ലവണ്ണം പഠിക്കുന്നതെന്നുണ്ട്. ഏറ്റവും കൂടുതൽ സമയം പഠിക്കുന്നവരല്ല. നമുക്കറിയാം, ഒരുപാട് നേരം പഠിക്കുന്നവർക്ക് മാർക്ക് കുറയാറുണ്ട്. കുറച്ച് പഠിച്ച് മാർക്ക് കിട്ടുന്ന, നല്ല മാർക്ക് കിട്ടുന്ന വീരന്മാരുമുണ്ട്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതിന് ചില സാങ്കേതിക വശങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളവിടെ നോക്കുക, ഈ രസിച്ച് പഠിക്കണം നമ്മൾ പറയും. എൻജോയ് ലേണിംഗ് വിത്ത് എ സ്പെസിഫിക് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രസിച്ച്, അയ്യോ ഇത് പഠിക്കണമല്ലോ എന്ന് വിചാരിക്കേണ്ട. പഠിക്കുന്നത് രസകരമായ കാര്യമാണ്, ലഡ്ഡു തിന്നുന്നത് പോലെയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷത്തോടുകൂടി പഠിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. പിന്നെ എങ്ങനെ പഠിക്കണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി പഠിത്തമായി കഴിഞ്ഞു. എങ്ങനെ പഠിക്കണം അതേപ്പറ്റി ഞാൻ കുറച്ച് സംസാരിക്കാം. നമ്മൾ ചില കാര്യങ്ങൾ കേട്ടാൽ അങ്ങ് മറന്നു പോകും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്ക്രീൻ ഒരു സെക്കൻഡ്, ഈ സ്ക്രീൻ വർക്ക് ചെയ്യില്ല, എന്ത് പറ്റി? ഓക്കെ, വർക്ക് ചെയ്യാം. ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കും, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകും. അതാണ് എഴുതിയിരിക്കുന്നത്, ഐ ഹിയർ ഐ ഫോർഗെറ്റ്, ഐ സീ ഐ റിമെമ്പർ, ഐ ഡു ഐ അണ്ടർസ്റ്റാൻഡ്. അതാണ് ഈ പ്രാക്ടിക്കലൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള കാരണം. അതാണ് എന്താണ് തന്ത്രം. ഞാൻ പറഞ്ഞു ടെക്നിക്ക്, തന്ത്രം. ചില കാര്യങ്ങളെ ഈ നമുക്ക് ആദ്യം ഒരു കുഴപ്പം വരുന്നത്, വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു എന്ന് വിചാരിക്കും. ഉറക്കെ ഇങ്ങനെ വായിക്കും, പഠിച്ചു കഴിഞ്ഞു. ഈ വായനയും പഠിത്തവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ കടക്കാം. അതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ നോക്കുക. നല്ല പഠനശീലങ്ങൾ വേണം. ഇപ്പൊ പടം പഠിക്കണം. ഇപ്പോൾ ജിയോഗ്രഫിയിലെ മാപ്പ് വരും, സോഷ്യൽ സ്റ്റഡീസിലുള്ള പടം വരും, സയൻസിൽ പടം വരും, കെമിസ്ട്രി, ഫിസിക്സ്, ഇതിലൊക്കെ പടങ്ങളുണ്ട്. പടം ഇങ്ങനെ നോക്കി, ഞാൻ പഠിച്ചു,
ഇത് ക്യാമറയൊന്നും അല്ലല്ലോ. അപ്പോൾ പടങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണം? വരച്ച് പഠിക്കണം. വരച്ച് പഠിക്കണം. പുസ്തകം അടക്കി തന്നെ പറ്റും. ആദ്യം പറ്റുകയില്ല, 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് ഉറയ്ക്കും. പടങ്ങൾ വരച്ചു പഠിക്കണം. കണക്ക് പുസ്തകത്തിൽ വർക്ക് ഡേ സാമ്പിൾ കാണും. ഫിസിക്സും ഒക്കെ നല്ല ഈക്വൽ സൈനൊക്കെ ഇങ്ങനെ വേർട്ടിക്കലി ഭംഗിയായിട്ട് കിടക്കും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് മുട്ടിപ്പോകും. അപ്പം കണക്കുകൾ എങ്ങനെ പഠിക്കണം? കണക്കുകൾ ചെയ്ത് പഠിക്കണം. ആദ്യം പുസ്തകത്തിൽ നോക്കി പിന്നെ ചെയ്തു ഒന്ന് തടയും. അത് വീണ്ടും നമ്മൾ പുസ്തകത്തിലേക്ക് പോവുക. 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനം. പടം ഇത്. പിന്നെ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവരും ഇനി കുറെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പോകുന്നവരും, ഞാനൊരു എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. അപ്പോൾ പോകുമ്പോഴൊക്കെ ഈ സ്കെച്ചുകൾക്ക് പ്രാധാന്യമുണ്ട്. ഈ സ്കെച്ചുകൾ വരയ്ക്കണ വിവരം ഉണ്ടെങ്കിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. കുറെ പുളു എന്തെങ്കിലും എഴുതി വയ്ക്കാൻ പറ്റുമല്ലോ. വാക്കുകൾ എഴുതാൻ, പടം വരയ്ക്കാൻ പറ്റുകയില്ല. പടം വരച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് തെളിയുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നോക്കുക, അവിടെ ടൈം ടേബിൾ നമുക്ക് ആവശ്യമാണ്. ഒരു ടൈം ടേബിൾ നമുക്ക് പലപ്പോഴും സമയക്ലിപ്തതയെ പറ്റിയോടൊപ്പം സമയക്ലിപ്തത ഇല്ലാത്തത് കൊണ്ടാണ്. ഈ അച്ഛൻ പഠിക്കുന്നു പറയും, അമ്മ പറയും പഠിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ടൈം ടേബിൾ എഴുതി വെക്കണം. 9 മുതൽ 10 വരെ ഇംഗ്ലീഷ് ഞാൻ പഠിക്കും ശനിയാഴ്ച, അത് പഠിച്ചിരിക്കും. അത് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ടൈം ടേബിൾ അപ്പോൾ വർക്കിംഗ് ഡേ ഉണ്ട്, വർക്കിംഗ് ഡേ ടൈം ടേബിൾ, അവധി ദിവസം അവന് വേറൊരു ടൈം ടേബിൾ വേണം. പിന്നെ ടൈം ടേബിൾ വെക്കുന്നത് തന്നെ 6 മുതൽ 7 കണക്ക്, 7 മുതൽ 8 ഇംഗ്ലീഷ്, 8 മുതൽ സോഷ്യൽ സ്റ്റഡി, 8 മുതൽ അങ്ങനെയൊന്നും പഠിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇത് 15 16 വയസ്സുള്ള കുട്ടികളല്ലേ, ഇവർക്കൊന്നും അങ്ങനെ പഠിക്കാൻ പറ്റുകയില്ല. ഇടയ്ക്ക് രസിക്കാനൊക്കെ സമയം വേണ്ടേ? പത്രം ഒന്ന് നോക്കണം, TV ഒന്ന് കാണണം, കുറച്ചൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതിനൊക്കെ കൊടുത്തിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഈ ടൈം ടേബിൾ ഇതിന് എല്ലാ വിഷയവും ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം കണക്ക്, അത് പറ്റുകയില്ല. ഇടയ്ക്കിടയ്ക്കൊന്നും മാറണം, വിഷയങ്ങൾ ഒന്ന് മാറണം. സ്കൂളിലെ ടൈം ടേബിൾ നോക്കില്ലേ, തിങ്കളാഴ്ച ഇംഗ്ലീഷ്, ചൊവ്വാഴ്ച കണക്ക്, അങ്ങനെയല്ലല്ലോ. ഒരു പീരീഡ് കണക്ക്, പിന്നെ കുറച്ച് കണക്ക് ചെയ്ത് മുഷിയുമ്പോൾ ഇംഗ്ലീഷിന് സാർ ഒരു കവിത പഠിപ്പിക്കും, നല്ല രസമായിരിക്കും അല്ലേ. അങ്ങനെ മനസ്സിന് മാറുന്നതിന് വേണ്ടി നമ്മുടെ ടൈം ടേബിളും അത് മാറി മാറി എഴുതിയിരിക്കണം. പിന്നെ ഓരോ വിഷയങ്ങൾക്കും സമയം നൽകുന്നത് ഓരോ കുട്ടികൾക്ക് ഓരോ തരത്തിലായിരിക്കും. എനിക്ക് കണക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ കണക്കിന് കൂടുതൽ സമയമിടും. അല്ല, വേറൊരാൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇംഗ്ലീഷിന് കൂടുതൽ സമയമിടും. അങ്ങനെ നമ്മൾ വെക്കണം. എന്ന് മാത്രമല്ല, ഒരു 2 ഇനി പരീക്ഷ കുറച്ച് ദിവസമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഈ ടൈം ടേബിളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കും. ഇംഗ്ലീഷ് തീരുന്നില്ലെന്നുണ്ടല്ലോ, കുറച്ചുകൂടെ സമയം കൊടുക്കുക. സോഷ്യൽ സ്റ്റഡി തീരുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക. ആ ടൈം ടേബിൾ പരിഷ്കരിക്കും. ടൈം ടേബിൾ നിർബന്ധം. ആ ടൈം ടേബിൾ നമ്മളോട് പറയും 11 മണിയായി, കണക്ക് തുടങ്ങടാ, അല്ലെ കണക്ക് തുടങ്ങടി എന്ന് പറയും അല്ലേ. അപ്പം അത് തന്നെ ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് വരികയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കണം. ഈ രാവിലെ 8 മുതൽ 12 വരെ പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ബ്രേക്കൊക്കെ കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് രസിക്കാനുള്ള സമയം കൊടുക്കണം. പിന്നെ ഓരോ ആളുകൾക്കും പറ്റിയ രീതിയിൽ പ്രിഫറൻസ് കൊടുക്കണം. പിന്നെ ചെറിയൊരു മാറ്റമാകാം. 8 മുതൽ 9 വരെ കണക്ക്, 9 ഒരു കണക്ക് പകുതിക്ക് തീർത്തുക, മടക്കി വെച്ചു, ഉടനെ സോഷ്യലിൽ തുടങ്ങി. അത് വേണ്ട. ഒരല്പമൊക്കെ അയവുള്ള സമീപനവും. അത്യാവശ്യം ഒരു കാര്യം, അമ്മ ഒരു കാര്യം പറഞ്ഞു, എടാ നീ തേങ്ങ പൊതിച്ചുകൊണ്ട് പോവാ, ഞാൻ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് വേണ്ട. തേങ്ങ ഒന്ന് പൊതിച്ച് കൊടുത്തിട്ട് തന്നെ കണക്ക് ചെയ്താലും കുഴപ്പമൊന്നും വരികയില്ല. അല്പം ഫ്ലെക്സിബിലിറ്റി വേണം. ഏറ്റവും പ്രധാനം ടൈം ടേബിളൊക്കെ, ഞാനിത് പറഞ്ഞ പല കുട്ടി ടൈം ടേബിളൊക്കെ എഴുതി വെക്കാറുണ്ട്. അതൊക്കെ മനോഹരമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ചിലർ വലിയ പുസ്തകങ്ങളൊക്കെ മേടിച്ച് അലമാരി നിരത്തി വെക്കും. റെഫറൻസ് പുസ്തകങ്ങളെല്ലാം വേണേ പൂട്ടിയും വെച്ചേക്കും. പുസ്തകങ്ങൾ ഗംഭീരമായിട്ട് ഇതൊക്കെ നിങ്ങൾ എൻസൈക്ലോപീഡിയ വായിക്കുക മേടിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. അത് ഉപയോഗിക്കാനുള്ളതല്ലേ. ടൈം ടേബിൾ എഴുതിയാൽ അത് പാലിച്ചിരിക്കണം. ടൈം ടേബിൾ പാലിക്കണം. അതിന് നല്ലൊരു മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. പിന്നെ ചില ഈ മാർക്കൊക്കെ മേടിക്കുന്ന പിള്ളേർ ഒരു ഡാവടിക്കും. എന്താണെന്നറിയോ? ഞാൻ ആദ്യം ഒന്നും പഠിക്കുന്നില്ല കേട്ടോ, മാർക്ക് കിട്ടും. അത് വിശ്വസിക്കണ്ട, ചെവി പഞ്ഞി വെച്ചേക്കണം. അവൻ ഡാവടിക്കുക. അതായത് നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കാതെ, പ്രയാസപ്പെട്ട് പഠിക്കാതെ ഒന്നും നേടാൻ സാധ്യമല്ല. There is no shortcut to success. There is no shortcut. കുറുക്ക് വഴിയൊന്നുമില്ല. ഒരു ഇംഗ്ലീഷിൽ മൊഴിയുണ്ട്, സക്സസ് കംസ് ബിഫോർ വർക്ക് ഓൺലി ഇൻ ദ ഡിക്ഷണറി. സക്സസ് കംസ് ബിഫോർ വർക്ക് ഓൺലി ഇൻ ദി ഡിക്ഷണറി. ഡിക്ഷണറിയിൽ അക്ഷരക്രമല്ലേ, എസ് കഴിഞ്ഞാൽ W വരുന്നത്. ആദ്യം സക്സസ് വരും, പിന്നെ വർക്ക് വരും. ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും വിജയിച്ചു, യേശുദാസ് പാടി, ചുമ്മാ പാടുകയാണോ? അങ്ങനെ 60 കൊല്ലമായിട്ട് ഈ പരിപാടി ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രയോ കഠിനാധ്വാനം കൊണ്ടാണ് ഒരു മഹാവിജയം നേടുന്നത്. ഏത് വിജയത്തിന് മുന്നിലും കഠിനാധ്വാനമുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ കഠിനാധ്വാനം അത്ര കഠിനമൊന്നുമല്ല. ഹാർഡ് വർക്ക് എന്ന് പറയും. നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? കടലാസ് എടുത്തു, കണക്ക് ചെയ്തു, കവിത പഠിച്ചു, ഇതൊക്കെ അല്ലേ തേങ്ങ കയറി കൈവിടുന്നില്ലല്ലോ. ഈ കഠിനം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കഠിനമൊന്നും അല്ലത്. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളാണ്. ഇതൊക്കെ രസമാണ്. ആദ്യം പറഞ്ഞത് എൻജോയ് ലേണിംഗ്. രസിച്ച് പഠിക്കണം.
രസിച്ച് പരീക്ഷ എഴുതണം. അത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ എപ്പോഴും ഒക്കെ പടം കണ്ടല്ലേ അങ്ങനെ ഞാൻ വിജയിക്കും എന്നുള്ളത് എപ്പോഴും പോസിറ്റീവായിരിക്കും. PMA എന്ന് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഞാൻ ജയിക്കുമോ സംശയിക്കണ്ട. എപ്പോഴും ഞാൻ ജയിക്കുകയോ തന്നെ ചെയ്യും. ഈ 10 പേർക്ക് ജയിക്കാമെങ്കിൽ ഈ 11ാമത്തെ ആളിനും ജയിക്കാം എന്നാൾ വിചാരിക്കണം. പക്ഷേ അവർക്കുള്ള ശ്വാസകോശവും ഹൃദയവും കിഡ്നിയും മെഡില്ല ഉബ്ലാങ്കട്ടയും എനിക്കും ഉണ്ടല്ലോ. ഞാൻ എന്തിനാണ് തോക്കുന്നത്? ഞാനും ജയിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനീ പറയാൻ കാരണം ഈ കുട്ടികളൊക്കെ നല്ലോണമൊക്കെ പഠിച്ചാലുവേ എപ്പോഴും ഒരു ടെൻഷൻ, പിരിമുറുക്കമാണ്. എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റും, പറ്റുക തന്നെ ചെയ്യും. ഐ വിൽ വിൻ, ഇറ്റ് ഈസ് മൈ വിൽ. എന്റെ ഇച്ഛാശക്തി, ഐ വിൽ വിൻ, ഐ വിൽ. ആ വില്ലാണ് അതിൽ വരുന്നത്, ആ ഇച്ഛാശക്തിയാണ്. സംശയം ഒരിക്കലും ആവശ്യമില്ല. ഒരു ലക്ഷ്യം വേണം. ഈ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ? ഫുട്ബോൾ കളി ഇവിടെ ഗോളി ബാക്കിന് പന്ത് കൊടുക്കുമ്പോൾ നോട്ടം അങ്ങേറ്റത് ഗോൾ പോസ്റ്റിലായിരിക്കും അല്ലേ? അവിടെ പോകണമെന്നുള്ള ലക്ഷ്യത്തില്ല. നമുക്ക് +2 നല്ല മാർക്ക് മേടിക്കണം, അല്ലെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണം, അല്ലെ ഫിസിക്സ് പഠിക്കാൻ പോകണം, അല്ലെ 10 കൂടുതൽ മാർക്ക് മേടിക്കണം. അങ്ങനെ പല പല ഗോൾസ് ഉണ്ട്. ആ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മനസ്സിൽ വെച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് പ്രായോഗികമായ ലക്ഷ്യമായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം കണ്ടോ, ആ ഋഷി തപസ് ചെയ്യുന്ന കണ്ടോ? എന്താ ഈ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടെ ഇരിക്കുക. എന്താ ഏകാഗ്രത? ഏകം ഒന്ന്, അഗ്രം മുന. മനസ്സൊറ്റ മുനയിലാക്കി വെക്കണം. കോൺസെൻട്രേഷൻ. നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ 1 മണിക്കൂർ തരം കോൺസെൻട്രേഷൻ പറ്റുകയില്ല. ആ ഋഷി ഇരിക്കുമായിരിക്കും 1 മാസം, നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് മതി. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും കോൺസെൻട്രേഷൻ. ഏത് ചെയ്യുന്നുവോ അതിൽ പരമാവധി മനസ്സ് നിർത്തിക്കൊണ്ട് കോൺസെൻട്രേഷൻ ഏറ്റവും പ്രധാനമായി. ഫുൾ കോൺസെൻട്രേഷൻ. പലപ്പോഴും ഇതായില്ലാത്ത കണ്ടോ? ആൻഡ്രൂ കാർണഗി എന്ന് പറയുന്നയാള് ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക് വ്യവസായിയായിരുന്നു, അമേരിക്കയിലുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് കോൺസെൻട്രേഷൻ ഇസ് എ മോട്ടോ. ഫസ്റ്റ് ഓണസ്റ്റി, ദെൻ ഇൻഡസ്ട്രി, ദെൻ കോൺസെൻട്രേഷൻ. സത്യസന്ധത, പ്രവർത്തനം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രയത്നം, വ്യവസായമല്ല, പ്രവർത്തനം. പിന്നെ കോൺസെൻട്രേഷൻ. ചെയ്യുന്ന കാര്യം അത് ഡു വൺ തിങ് അറ്റ് എ ടൈം. എൻ്റെ മകള് അവൾ റേഡിയോ പാട്ട് കേട്ടുകൊണ്ട് കണക്ക് ചെയ്യും. വേണ്ട, മണ്ടത്തരമാണ് പറയുന്നത്. റേഡിയോ പാട്ട് കേൾക്കുക, കണക്ക് ചെയ്യുമ്പോൾ കണക്ക് ചെയ്യുക. വേണേൽ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ നോവല് വായിക്കാം, കൺകറന്റ് ഓപ്പറേഷൻ, കുഴപ്പമില്ല. പഠിക്കുമ്പോൾ ഇടയ്ക്ക് പാട്ട് കേൾക്കണ്ട. അപ്പുറത്ത് എന്തായി ആ സീരിയലിൽ ആ മരുമോൾ എങ്ങോട്ട് പോയി, ചൂടുവെള്ളം തലയിൽ ഒഴിച്ചോ അമ്മായിയമ്മ? ചോദിക്കണ്ട. അവരൊഴിക്കുകയോ ഒഴിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അവർ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുമായിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് ആര് ഈ കണക്ക് ചെയ്യുക? അപ്പം അത് മാത്രം, അത് വളരെ സൂക്ഷിച്ച് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടപ്പെടും, പലപ്പോഴും നഷ്ടപ്പെടും. എന്താ വഴി? അതിന് വഴികളായി എഴുതിയിരിക്കുന്നതൊക്കെ. ഏകാഗ്രത ഉണ്ടാക്കാനുള്ള ചില വഴികൾ നോക്കുക നിങ്ങൾ. ഒന്ന്, ശബ്ദമൊന്നുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അച്ഛനമ്മമാരൊക്കെ സഹകരിക്കണം. കുഞ്ഞിപ്പോഴത്തെ പഠിക്കുമ്പോൾ അപ്പുറത്തോണ്ട് ഉറക്ക പാട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അൺറിയാലിറ്റി ഷോ ഉണ്ടല്ലോ, വരുമല്ലോ, അതൊക്കെ വെച്ചുകൊണ്ട് കുട്ടികളല്ലേ, അവരുടെ മനസ്സ് അങ്ങോട്ട് പോകും. അതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഈ പരീക്ഷക്കാലത്ത് കുറച്ച് കൊടുക്കണം. അപ്പോൾ നോയ്സ് ഇല്ലാത്തത്. പിന്നെ വേറൊന്ന്, ചിട്ട വേണം. മേശപ്പുറത്ത് ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പെൻസില്, കാൽക്കുലേറ്റർ, റെഫറൻസ് ഡിക്ഷണറി, അതെല്ലാം നല്ല ചിട്ട. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിനും എല്ലാം ഒന്ന് കറക്റ്റാക്കി വെക്കണം. ഇനി അടുത്ത കൊല്ലമാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. നല്ല ചിട്ട. ചില മേശ പുസ്തകം അങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും, തുണിയും കിടക്കും, എല്ലാം കിടക്കും, കൂടെ കിടന്ന് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. നല്ല ചിട്ട വേണം. അതാണ് അറേഞ്ച് ഓൾ ദീസ് തിങ്സ്. ടൈം ടേബിൾ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു അടവുണ്ട്, ഡെഡ് ലൈൻ മെത്തേഡ് എന്ന് പറയും. എന്താണ്? ഈ സോഷ്യൽ സ്റ്റഡീസിന് 2 ചാപ്റ്റർ എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വൈകുന്നേരം 5 മണിക്കുമ്പോൾ അത് പഠിച്ചിരിക്കും എന്നൊരു തീരുമാനം എടുക്കണം, റീസണബിൾ ടൈം കൊടുത്തിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 5-അല്ലെങ്കിൽ 5:15 തീരും. മറ്റേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ ഇത്ര സമയത്തിനും തീരും. ഒരു ഡെഡ് ലൈൻ കൊടുക്കുമ്പോൾ വി ആർ മൂവിങ് അഗൈൻസ്റ്റ് എ ഡെഡ് ലൈൻ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഉഴപ്പിപ്പോകാനോ മറ്റും പറ്റില്ല. കാര്യം തീർക്കണമല്ലോ. 5 മണിക്ക് തീർക്കണ്ടേ? 5 മണിക്ക് തീർക്കണ്ടേ? എനിക്ക് നാളെ വരുന്നൊരു ഇൻഡ്യൂൽ ആർട്ടിക്കിൾ എഴുതണം. അപ്പോൾ എനിക്കറിയാം ഞാൻ ഇന്ന് വൈകിട്ട് നാളെ വരുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് 7 മണിക്കെങ്കിലും ഫാക്സ് ചെയ്ത് അല്ലെങ്കിൽ ഇമെയിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏത് കാര്യത്തിലും ഒരു ഡെഡ് ലൈൻ നമുക്ക് ആവശ്യമാണ്. ഡെഡ് ലൈൻ വേണം. പിന്നെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ പാഞ്ഞു പോയാലേ, കുട്ടികളല്ലേ പോയി കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം എന്താണ്? 10ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ജയിക്കണം ഇപ്പോഴും, അല്ലെ 12ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 3ൽ ഇരിക്കുന്ന കുട്ടിയാണോ ഇരിക്കുന്നത്? സന്തോഷം.
3ാം ക്ലാസ്സിലെ കുട്ടി തന്നെ ഇരിപ്പുണ്ടത് പഠിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ പോയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പഠിക്കാൻ കോൺസെൻട്രേഷൻ നോക്കണം, കിട്ടുകയില്ല. എന്തെങ്കിലും കുറേ അടിനകത്തുമായി യാത്ര ചെയ്യേണ്ടി വന്ന് വിഷമിച്ചിരിക്കുമ്പോഴേ അത് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഒരു സ്വല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് മതി. അല്ലാതെ ഇപ്പം ഞാൻ 6 മണിക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ, ക്ഷീണമുണ്ടെങ്കിൽ സാധിക്കില്ല. പിന്നെ അടുത്തുള്ളത്, ഈ വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. നമ്മുടെ വീട്ടിൽ അച്ഛനോട് വഴക്കുണ്ടാക്കും, അമ്മയോട് വഴക്കുണ്ടാക്കും, ചേട്ടനോട് വഴക്കുണ്ടാക്കും, ചേച്ചിയോട് വഴക്കുണ്ടാക്കിയല്ലോ. ഈ വഴക്കൊന്നും കാര്യമില്ല. ആരോ പറഞ്ഞതുപോലെ 2 കഷണ്ടിക്കാർ ഒരു ചീപ്പിന് വേണ്ടി വഴക്കടിക്കുന്ന പോലെ എന്ന് പറയും. ഈ കഷണ്ടിക്കാർ ആര് ജയിച്ചാലും ചീപ്പ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചുമ്മാ വഴക്കിന് വേണ്ടി വഴക്കാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ രാഷ്ട്രീയത്തിലൊക്കെ വലിയ വഴക്കൊക്കെ? ഒരു കാര്യവുമില്ല, വഴക്കിങ്ങനെ ഉണ്ടാക്കുക. ഈ വഴക്കുണ്ടാക്കുമ്പോൾ ഒരു ടെൻഷൻ നമുക്കുണ്ടാകും. വീട്ടിൽ സ്നേഹമായിട്ട് പോവുക, വഴക്കൊന്നും ഉണ്ടാക്കുക. വഴക്കുണ്ടേ കോൺസെൻട്രേഷൻ വരും, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. പിന്നെ ടെൽ യുവർ സെൽഫ്, ഐ വിൽ ലേൺ വിത്ത് ഫോക്കസ്, ഐ വിൽ ലേൺ വിത്ത് ഫോക്കസ്. ഞാൻ ഏകാഗ്രതയോടെ പഠിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വാശി നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പലപ്പോഴും ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് തുടങ്ങാൻ. എന്തിനു തുടങ്ങണം? തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് ഞാൻ തുടങ്ങും. ഇതിന് തിങ്കളാഴ്ച കാലത്ത് ഏതാ ഏറ്റവും നല്ല സമയം തുടങ്ങാൻ, ഒരു കാര്യം തുടങ്ങാനായിട്ട്? ദി ബെസ്റ്റ് ഡേ ഈസ് ടുഡേ, ദി ബെസ്റ്റ് ടൈം ഈസ് നൗ, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇതുപോലെ എന്നറിയാമോ, ഇപ്പോൾ ഇവിടെ പമ്പയാറുണ്ട്. മകരമാസത്തിൽ തണുപ്പത്ത് വെള്ളത്തിറങ്ങി ചിലരേ ഇങ്ങനെ തണുപ്പാണല്ലോ. ഞാൻ ഇതിൻ്റെ കരയ്ക്ക് ജീവിച്ചാൽ കുറക്കണം കൊച്ചിൽ. അപ്പോൾ ഈ തണുപ്പ് എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങാൻ മടിയാ. അപ്പം ഞങ്ങൾ പിള്ളേർ എന്ത് അറിയാം, ഓടി വന്ന് ഒറ്റ ചാട്ടമാണ് വെള്ളത്തിലോട്ട്. അതോടെ ചാടി കണ്ടോ, അവൻ സായിപ്പ് ചാടുന്നുണ്ടല്ലേ, ഒരു സായിപ്പ് ചാടുന്ന പടം കൊടുത്തിരിക്കുന്നുണ്ട്. അവൻ ആറ്റിലേക്ക് ഒറ്റ എടുത്ത് ചാട്ടമാണ്. അങ്ങ് തുടങ്ങിച്ചാൽ മതി. അപ്പോൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരുപാട് സജ്ജീകരണങ്ങളോ ഉദ്ഘാടനമോ ഒന്നും ആവശ്യമില്ല. നിങ്ങളങ്ങ് തുടങ്ങിയേക്കുക, ഉടൻ തുടങ്ങുക. അപ്പോൾ കണ്ടില്ലേ കോൾഡ് റിവർ, അതിനെപ്പറ്റി സ്റ്റാർട്ടിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കരുത്, ഒരിക്കലും പാടില്ല. പിന്നെ പലരും ഫിയർ ഓഫ് ഫെയിലിയർ, ഞാൻ തോറ്റുപോകുമെന്ന്, അതുകൊണ്ടാണ് തുടങ്ങാത്തത്. തുടങ്ങിയിട്ടും കാര്യമില്ലല്ലോ എന്നൊരു ഭയം, മനസ്സിലൊരു ഭയം, അത് പാടില്ല. ഫിയർ ഓഫ് ഫെയിലിയർ പാടില്ല. പിന്നെ മറ്റൊന്ന്, എന്തിനാ ഇത്ര മാർക്കൊക്കെ മേടിക്കുന്നത്? 10ാം ക്ലാസ് 11 എപ്പോഴും അഡ്മിഷൻ കിട്ടുമല്ലോ, എന്തിന് മാർക്ക് മേടിക്കണം? 12 ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് 45,000 സീറ്റ് രാജ്യത്തുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാവരും എൻട്രൻസ് ചെയ്യാൻ കിട്ടിക്കൊണ്ടിരിക്കുക. പണ്ട് വലിയ പിടുത്തമായിരുന്നു. ഞാൻ 1954 എഞ്ചിനീയറിംഗ് ചേർന്നതാണ്. 54 ചേർന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ, എത്രയോ 57 കൊല്ലം മുമ്പ് ചേർന്നവനാണ്. 100 സീറ്റേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റവും മാർക്ക് കൂടിയേ കിട്ടുള്ളൂ 100 പേർക്ക്. ഇപ്പം 45,000 ഉണ്ട്, ഏതും കിട്ടും. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കുക. അങ്ങനെയല്ല. നമ്മൾ 10ൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുമ്പോൾ 10ലെ മാർക്ക് മേടിച്ചു എന്ന് മാത്രമല്ല, 10ലെ വിഷയങ്ങളൊക്കെ നല്ലോണം ഞാൻ പഠിച്ചു. 12ലെ വിഷയങ്ങൾ നല്ലോണം പഠിച്ചു. 12ലെ വിഷയങ്ങൾ നല്ലോണം പഠിച്ചെങ്കിലേ BScക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ, നല്ലോണം പഠിക്കാൻ പറ്റൂ. അപ്പോൾ പാഠങ്ങൾ ഉറയ്ക്കുന്നതും ആവശ്യമുണ്ട്. മാർക്ക് കുറഞ്ഞാലും അങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിളിൽ കണ്ടോ, വലിയ റൊട്ടി കണ്ടോ, ഒരു വലിയ റൊട്ടി ആരെങ്കിലും റൊട്ടിയായിട്ട് തിന്നാറുണ്ടോ? പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? കഷണങ്ങളാക്കും. ഈ ബുക്ക് ഇത്രയും പഠിച്ചു തീർക്കണോ ഒരാഴ്ച കൊണ്ട് എന്ന് വിചാരിക്കേണ്ട, പതുക്കെ പഠിച്ചാൽ മതി. വലിയ നെല്ലിൻ്റെ കൂന എലി തിന്നുന്നത് എങ്ങനെയാണ്? ഓരോ നെല്ലായിട്ട് തിന്ന് ഗ്രെയിനായിട്ട് തിന്ന് അവസാനം കൂന മുഴുവൻ തിന്നുകയില്ലേ? ആ റൊട്ടി മുറിച്ചതുപോലെ. അതാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞതാണ്. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞാൽ ഹാസ സാഹിത്യത്തിലെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലുണ്ടായിരുന്നു ഏറ്റവും നല്ല അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ചുരുക്കം. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് ahead is getting started. Secret of getting started is breaking your complex, overwhelming tasks into small, manageable tasks and then starting on the first one. ചുരുക്കം ഇതേ ഉള്ളൂ. നിങ്ങളുടെ ഇത്രയും ഉണ്ടെങ്കിൽ ആദ്യം ഒരു ചാപ്റ്ററിലേ പഠിക്കുന്നത്. ആദ്യം ഒരു ചാപ്റ്റർ പേജല്ലേ പഠിക്കുന്നത്. ഇപ്പോൾ 500 പേജുള്ള പുസ്തകം ആരും 500 പേജാണോ വായിക്കുന്നത്? 1ാമത്തെ പേജോ 2ാമത്തെ പേജോ അങ്ങനെയല്ലേ വായിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ കണ്ടിങ്ങനെ ഭയപ്പെടരുത്. അയ്യോ ഇത്രയും വോളിയം ഉണ്ടോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോയി 12 ചെല്ലുമ്പോഴും ഈ ഫിസിക്സ് ഇത്രയും ഉണ്ടോ? ഒരു ഭയവും വേണ്ട, ആ വലിപ്പത്തിൽ പേടിക്കുകയും വേണ്ട. ഡു ഇറ്റ് നൗ. ഞാൻ ഈ സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ കാര്യങ്ങൾ പിന്നെ വെക്കരുത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഇഫ് യു ഗോ ബൈ ദ സ്ട്രീറ്റ് ഓഫ് ബൈ ആൻഡ് ബൈ യു വിൽ റീച്ച് ദ വില്ലേജ് ഓഫ് നെവർ. പിന്നാകട്ടെ ഇഫ് യു ഗോ ബൈ ദ സ്ട്രീറ്റ് ഓഫ് ബൈ ആൻഡ് ബൈ യു വിൽ റീച്ച് ദ വില്ലേജ് ഓഫ് നെവർ. ഒട്ടൻ തുടങ്ങണം, താമസിക്കരുത്. നാളെ നീളേ മലയാളത്തിലുമുണ്ട്. ഒരുപാട് പ്രോവർബിയൽസ് ഉണ്ടോ? പ്രൊക്രാസ്റ്റിനേഷൻ ദ തീഫ് ഓഫ് ടൈം. മൊറോ ആൻഡ് ബോറോ റൈം വെൽ വിത്ത് സോറോ. മൊറോ എന്ന് പറഞ്ഞാൽ നാളെ, ബോറോ എന്ന് പറഞ്ഞാൽ കാശ് കടം മേടിക്കുക.
നാളെയാവട്ടെ എന്നുള്ള ശീലവും ആവശ്യമില്ലാതെ പണം കടമേടി ശീലവും കൊണ്ട് അവസാനം എവിടെ നിൽക്കും? റൈം വെൽ വിത്ത് സോറോ, ദുഃഖത്തിൽ അവസാനിക്കും. മോറോ ആൻഡ് ബോറോ, റൈം വെൽ വിത്ത് സോറോ. അതുകൊണ്ട് മോറോ എന്ന് വേണ്ട, അപ്പം തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ചിലതൊക്കെ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. ഒരു പരീക്ഷയുടെ പഴയ കടലാസ് വെച്ച് ടൈമിനൊക്കെ പറ്റുമോ? പലപ്പോഴും നമുക്ക് അറിയാമായിരിക്കും, പക്ഷെ ചെയ്ത് എഴുതി തീർക്കാൻ പറ്റുകയില്ല. അങ്ങനെ വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങളുടെ സാമ്പിള് പരീക്ഷയ്ക്കുള്ളതുപോലെ 1.25 മണിക്കൂർ പരീക്ഷ, 1.25 മണിക്കൂർ, അല്ലെ 1.5 മണിക്കൂർ എഴുതി തീരുമെന്ന് ഒന്ന് പരീക്ഷണം ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. റിഹേഴ്സലാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ വായിക്കുന്നത് എങ്ങനെ ഒരു വലിയൊരു ശാസ്ത്രം തന്നെ ഉണ്ട്. അതിൻ്റെ അത്യാവശ്യ കാര്യം ഞാൻ പറയാം. വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. വായിക്കുന്നതും പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു ലളിതമായിട്ടൊരു കാര്യം, നമ്മൾ 2 പാരഗ്രാഫ് വായിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എന്താണ് എഴുതുന്നത്, എൻ്റെ സ്വന്തം വാക്കിൽ ഇത് പറയാൻ പറ്റുമോ നോക്കണം, അതേപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ നോക്കണം. എങ്കിലും മാത്രമേ നമുക്ക് അത് വായിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയായിട്ട് വായിച്ചു. പിന്നെ ഉറക്കെ വായിക്കണോ പതുക്കെ വായിക്കണോ? ഉറക്കെ വായിക്കണം. However you want. ഒരു ഇഷ്ടം പോലെ ഉറക്കെ വായിക്കണം. ഈ ഉറക്കെ വായിക്കണം എന്ന് കുട്ടികളുടെ ചില അച്ഛനമ്മമാർ പറയും. അവൾ ഉറങ്ങരുതല്ലോ, ഇപ്പുറത്തെ മുറിക്ക് അറിയണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ ഉറക്കെ വായിക്കുക അല്ല വേണ്ട പഠിക്കാൻ വേണ്ടിയുള്ളത്. ഈ ഉറക്കെ വായിക്കുമ്പോൾ പ്രശ്നം, ഒരേ വേഗത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് പോകും. ചില ഭാഗങ്ങൾ ടഫായിരിക്കും, ചിലത് എളുപ്പമായിരിക്കും. എല്ലാം ഇങ്ങനെ വായിച്ചങ്ങ് ജോലി തീർക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നില്ല. പഠിക്കണമെങ്കിൽ നമ്മൾ ഉറക്കെ വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യണം. വിഷമമുള്ള കാര്യം പതുക്കെ വായിക്കാം, മറ്റേ സ്കിപ്പ് ചെയ്ത് വേഗം പോകാൻ സാധിക്കും. പിന്നെ ഉറക്കെ വായിക്കണം. എന്തിന്? 2-3 കാര്യങ്ങൾക്ക് ഉറക്കെ വായിക്കേണ്ടതുണ്ട്. ഒന്ന്, ഉച്ചാരണം ശരിയാകണം. ഇപ്പോൾ സ്റ്റാറ്റസ് അല്ല സ്റ്റേറ്റസ് ആണ് ശരി, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ് ശരി. അപ്പോൾ പറഞ്ഞു പോകണം, ഉച്ചാരണത്തിന് ആവശ്യമാണ്. മറ്റൊന്ന്, കവിതകൾ ആസ്വദിക്കണമെങ്കിൽ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം, അത് നോക്കി വായിച്ച് ശരിയാവും. അതിന്റെ മാധുര്യം കിട്ടും. ഫുൾ മെനി എ ജം ഓഫ് പ്യൂറസ്റ്റ് റേസ് serene the darkened fathom goes waves of ocean bed, full many a flower is born to blush and seen and waste its sweetness in the desert air. തോമസ് ഗ്രേ. അപ്പോൾ അതൊക്കെ കവിത, അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഉറക്കെ വായിക്കണം. ബാക്കിയൊക്കെ നമ്മൾ നോക്കി വായിക്കുക നല്ലത്. വായിക്കുമ്പോൾ ഒരു കാര്യം, നോട്ട്സ് എഴുതണം, പോയിന്റ്സിന് നോട്ട്സ് എഴുതണം. ഞാൻ പിന്നെ അതിന് പറയാം, ഒരു എസ്സേ പഠിക്കുന്നു. നമ്മുടെ നാട്ടിലെ കൂടുതൽ എസ്സേ ഈ വെളുപ്പിനെ 3:30 പഠിക്കുന്നവർ എന്താ ചെയ്യുന്നറിയാവോ? ജൂലൈ മാസം ഒരു എസ്സേ വായിക്കും, ഓഗസ്റ്റിലും വായിക്കും, സെപ്റ്റംബറിലും വായിക്കും, ഒക്ടോബറിലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഒന്നും പഠിക്കുന്നില്ല. നിങ്ങളൊരു എസ്സേ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി ജീവിതത്തിൽ. പക്ഷെ അതൊരു വായനയായിരിക്കണം. നിർത്തി ഓരോ പോയിന്റ് മനസ്സിലാക്കി നോക്കിയിട്ട് പോയിന്റ്സ് ഇങ്ങനെ എഴുതണം. പോയിന്റ്സ് ഇങ്ങനെ 10 പോയിന്റ് 10 പോയിന്റ് എഴുതി കഴിഞ്ഞു. ഈ 10 പോയിന്റ് എങ്ങനെ ഓർമ്മ വയ്ക്കും? അതിന് ഞാൻ പലതവണ പറയും, നിമോണിക് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല നിമോണിക്സ് ഉണ്ടാക്കണം. എന്താണ് നിമോണിക് അറിയാമോ? അറിഞ്ഞൂടാ. വിബ്ജിയോർ എന്താണ്? വിബ്ജിയോർ എന്ന് കേട്ടില്ലേ? VIB കളേഴ്സ് ആണ്. ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് വിബ്ജിയോർ എന്ന് പറയും. അതൊരു നിമോണിക്ക. എന്താ പറയുന്നത്? പലരും പറയും മഴവില്ലിന് നിറം കിട്ടി, 7 നിറങ്ങും. 7 നിറം കിട്ടി എന്നുള്ളതല്ല, അതിനപ്പുറമുണ്ട്. എന്താണ്? ഈ 7 നിറങ്ങൾ ഒരു ക്രമത്തിൽ പറയും. അതിന്റെ വേവ് ലെങ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിന്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ ക്രമം, അല്ലെ വേവ് ലെങ്തിന്റെ ക്രമത്തിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ വയലറ്റ്, ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരു ഓർഡറിൽ പറയാനാണ് നമ്മൾ ഈ നിമോണിക്. ഒന്നും മറക്കുകയുമില്ല, ക്രമത്തിൽ പറയാൻ പറ്റുകയും ചെയ്യും. നമ്മളെങ്ങനെയാ പിള്ളേർ എസ്സേ ഒക്കെ എഴുതുന്നത്? 10ാം ക്ലാസ്സിൽ എസ്സേ, 12 എസ്സേ വരും. എസ്സേ വരുമ്പോഴേ 10 പോയിന്റ് 2 പോയിന്റ് എഴുതും, പിന്നെ 3ാമത്തെ എഴുതും, പിന്നെ സാറ് കാണുകയല്ല, 1ാമത്തെ വീണ്ടും എഴുതാം. ഇത്തരം ഡാവുകളൊക്കെ കാണിക്കും. നിങ്ങൾ 10 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 10 പോയിന്റ് എടുത്തൊരു നിമോണിക് ഉണ്ടാക്കിയാൽ അത് ആദ്യം എഴുതിയാൽ കറക്റ്റായിട്ട് 10 പോയിന്റ് നമുക്ക് വിശദമായിട്ട് എഴുതാൻ പറ്റും. വേണേ 10 പോയിന്റ് ആദ്യം എഴുതി വയ്ക്കാൻ, ഞാൻ 6 മാർക്കൊക്കെ തന്നെ പേജ് മറിച്ച് ഫുൾ മാർക്കും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്, എസ്സേ പഠിക്കുന്നത്. അതായത് ഈ വായനയുടെ കാര്യത്തിൽ വായന പഠിത്തമാണെന്ന്
നിങ്ങൾ ചിന്തിക്കരുത്. നോക്കണം. ഹൗ ടു നോ വാട്ട് വി ഹാവ് റെഡ് വെൽ. എങ്ങനെ അറിയാൻ പറ്റും? അത് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൺ ദ കണ്ടന്റ്. അതിൻ്റെ ചോദ്യോത്തരം പറയാൻ പറ്റുമോ? നമുക്ക് നമ്മുടേതായ വാക്കുകളിൽ പറയാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ നോക്കിയെങ്കിൽ തന്നെ വായിക്കുന്നുള്ളൂ. പിന്നെ വായനയുടെ കാര്യക്ഷമത, നല്ല വൊക്കാബുലറി വേണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുട്ടി റൗണ്ട് എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? റൗണ്ട് റൗണ്ട് എന്താ അർത്ഥം? വട്ടം. റൗണ്ട് വാക്കറിഞ്ഞില്ല. റൗണ്ട് എന്ന് പറഞ്ഞു ROUND. എന്താ അർത്ഥം? എന്താ? സർക്കിൾ. അപ്പൊ നമ്മൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ വട്ടം, സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ദ ഡോക്ടർ ഈസ് ഓൺ ഹിസ് റൗണ്ട്സ്. ദ പോലീസ് ഫയർഡ് 10 rounds. I call you roundly a liar. Gandhi at the round table conference. The wolf rounded on the sheep. It's a round. Would you have one more round of drinks? He rounded off his career by becoming a minister. വട്ടം വന്നില്ലല്ലേ? അപ്പോൾ ഇത്തരം വാക്കുകളുടെ എല്ലാ അർത്ഥവും അറിയാനും ശ്രമിക്കുക. അർത്ഥം അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഉടനെ പറ്റില്ല, പുതുതായിട്ട് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നൊന്ന്, അത് സോളമൻ്റെ പടമാണ്. സോളമനാണ് ബുദ്ധിയുടെ ആളായിട്ട് നമ്മൾ സങ്കല്പത്തിലുള്ള. അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നു? ടൈപ്പിംഗ് വിത്തൗട്ട് ആക്യുറസി ഈസ് നോ ടൈപ്പിംഗ്. ടൈപ്പ് ചെയ്തു, ഒരു പേര് 20 തെറ്റാ, അത് ടൈപ്പിംഗ് അല്ലല്ലോ. ഡ്രൈവിംഗ് വിത്തൗട്ട് സേഫ്റ്റി ഈസ് നോ ഡ്രൈവിംഗ്. ഞാൻ ഇവിടെ തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ചു, 4 സ്കൂട്ടറിലും വണ്ടിയിൽ ഇടിച്ചെങ്കിൽ ഞാൻ ഡ്രൈവറാണോ? അല്ലല്ലോ. അപ്പോൾ അതല്ല ഡ്രൈവിങ്, അതല്ല ടൈപ്പിംഗ്. റീഡിങ് വിത്തൗട്ട് എഫിഷ്യൻസി ഈസ് നോട്ട് റീഡിങ്. നല്ല എഫിഷ്യൻ്റായിട്ട് റീഡിങ് ആണ് റീഡിങ്. ഞാൻ റീഡിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് വായിക്കും, പഠിക്കും. ആ വായന കാര്യക്ഷമമാകണം എന്ന് പറയുകയാണ്. ആ വായിക്കുന്നത് ചുമ്മാ ഇങ്ങനെ വായിച്ച് പേജ് മറിച്ചിട്ട് കാര്യമില്ല. നിർത്തി നോക്കണം. മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആണ്, ഫോർമുല എഴുതി നോക്കണം. എപ്പോഴും പടമാണെങ്കിൽ വരച്ച് നോക്കണം. ചുമ്മാ കസേരയിൽ കിടന്നോ കട്ടിലേ കിടന്നോ വായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. കിടന്ന് കണക്ക് പഠിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ. വല്ല വിശേഷമുണ്ടോ? എപ്പോഴും പെൻസിൽ കടലാസും വേണം, കയ്യിൽ വേണം. ഞാൻ എഫിഷ്യൻറ്റ് ലേണിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിച്ച് ദഹിച്ചില്ലേ എങ്ങനെയാണ്? പ്രയോജനമില്ല. അതുപോലെ നമ്മൾ വായിക്കുന്ന കാര്യത്തെപ്പറ്റി എപ്പോഴും നമ്മൾ അതേപ്പറ്റി മനനം ചെയ്യണം. അത് ആലോചിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം കിട്ടുകയുള്ളൂ. ഇത് വേണ്ട, ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇതാണ് ഈ വായന പലതുമുണ്ടെങ്കിലും സിമ്പിൾ മെത്തേഡ്, 4R മെത്തേഡ് എന്ന് പറയും. 4R, 4 Rകളാണ്. എന്താണ്? റീഡ്, റിക്കോൾ, റിഫ്ലക്റ്റ്, റിവ്യൂ. ഇങ്ങനെ വേണം. പരീക്ഷയ്ക്കാണെങ്കിൽ ഇങ്ങനെ വായിക്കണം. റീഡ്, വായിച്ചു. റിക്കോൾ എന്താ? റിമെമ്പർ, ഓർക്കുക. റിഫ്ലക്റ്റ്, അതേപ്പറ്റി ഒന്ന് ആലോചിക്കുക. അടുത്ത ദിവസം ഒന്ന് റിവ്യൂ ചെയ്യുക. അധികം ഒന്നും സാങ്കേതികമായിട്ട് ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളാണ്. റീഡ്, റിക്കോൾ, റിഫ്ലക്റ്റ്, റിവ്യൂ. ആ തരത്തിൽ വേണം വായിക്കാൻ. ഞാൻ പറഞ്ഞു. പിന്നെ കാണാതെ പഠിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ കാണാതെ പഠിക്കണോ, വെറുതെ പഠിച്ചാൽ മതിയോ? സാധാരണഗതിയിൽ വേറെ ആളുകളുടെ കാര്യം നമ്മൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും, ഇല്ലേ? എഴുതാൻ സാധിക്കുമോ? തന്നെ എഴുതിയാൽ മതി. പക്ഷെ ചില കാര്യങ്ങൾ കാണാതെ പഠിക്കുകയാണ് നല്ലത്. ഉദാഹരണം, കവിതകളുണ്ട്. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ കവിത, ഇപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ കവിത മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ, ഗദ്യമൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, കവിത മനസ്സിൽ ഇങ്ങനെ കിടക്കും. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ മൈ ഏർലി ലൈഫ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ പഠിച്ച് ഏറ്റവും പ്രയോജനപ്പെട്ടതൊക്കെ ഞാൻ കൊച്ചിയിലെ സ്കൂളിലെ കവിത കാണാതെ പഠിച്ചാണെന്ന് പറയും. ഈ കവിത പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുമല്ലോ. അട്ടകളുണ്ടോ, ഞാനുണ്ടോ, തേരട്ടകളുണ്ടോ, ഞാനുണ്ടോ, ഇങ്ങനെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ മനസ്സിൽ കിടക്കുക, ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പം കവിത കാണാതെ പഠിക്കണം. കൊട്ടേഷൻസ്, ഉദ്ധരണികളാണ്. ഇപ്പം കവേഴ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദ ഡെത്ത്സ്, ദ വാലിയന്റ് നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്. ഷേക്സ്പിയറാ, യൂലിസിസിലെയാണ്. അപ്പോൾ ഒരാൾ ഇതിന് പകരം ദി ഹീറോസ് നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ്, നമുക്ക് അധികാരമില്ല പറയാം. അപ്പം അങ്ങനെയുള്ളത് കാണാൻ വേണ്ടി. പിന്നൊന്ന് പ്രോവർബ്സ് ആണ്. An apple a day keeps the doctor away. An apple a day keeps the physician away. നമുക്ക് സ്വാതന്ത്ര്യമില്ല. അത് അത്തരം കാര്യങ്ങൾ മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടെ ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്. അതാണ് ഡെഫിനിഷൻസ്, ഫോർമുല. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പെൻഡുലം പഠിക്കുന്നുണ്ടായിരിക്കും. പെൻഡുലം പഠിച്ചിട്ടില്ലേ? ഈ പെൻഡുലം പഠി T = 2π√L/G എന്നൊരു ഫോർമുലയുണ്ട്. അതിനെപ്പറ്റി അല്പം പറയാം. അതായത് ഒരു പെൻഡുലം അതിങ്ങനെ ആട്ടി വിടുമ്പോഴത്തെ ഒരു പീരിയഡ്, ഒരാട്ടത്തിൻ്റെ സമയമാണ് T എന്ന് പറയുന്നത്, അല്ലേ? പൈ കോൺസ്റ്റൻ്റ് ആണ്, L അതിൻ്റെ ലെങ്ത് ആണ്, G ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്.
അപ്പൊ ഇവിടെ ഈ പരിമല നോക്കിയാൽ ആ ലെങ്ത് അനുസരിച്ച് ടി മാറിക്കൊണ്ടിരിക്കും അല്ലേ. 2π g ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നീളം അനുസരിച്ച് ആട്ടത്തിന്റെ നേരം വ്യത്യാസമായിരിക്കും. ടി പ്രൊഫഷണൽ റൂട്ടിൽ നിന്ന് കണക്ക് പറയും. അപ്പൊ നീളം കൂടിയാൽ പീരീഡ് കൂടും അല്ലേ. വലിയ ഊഞ്ഞാലാണ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ക്ലോക്കിന്റെ ആണെങ്കിൽ ടക്ക് 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 ആടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ സ്പിരിറ്റ് അതാണ്. പക്ഷെ ഈ ഫോർമുല നമ്മൾ പഠിക്കണം. ഇപ്പം ഡൈനാമിക്സ് നിങ്ങൾ പഠിക്കും. S=ut + ½ ഡിറൈവ് ചെയ്യാം. സമയം കിട്ടുകയില്ല. എല്ലാം ഡിറൈവ് തന്നെ. പ്രത്യേകിച്ച് എൻട്രൻസ് എടുക്കാൻ പോകുമ്പോൾ ഒട്ടും സമയം കിട്ടുകയില്ല. മറ്റേ പരീക്ഷകൾ ഫോർമുലകൾ കാണാതെ പഠിക്കണം. പിന്നൊന്ന് കാണാതെ പഠിക്കേണ്ടത് ഡെഫിനിഷനാണ്. ഇപ്പം നിങ്ങളെല്ലാവരും പഠിക്കും ഫോക്കസ്. ഇപ്പം ലെൻസിൻ്റെ ഫോക്കസ് എന്താണെന്നൊരു ഡെഫിനിഷനുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമായിരിക്കും കോൺവേസ് ലെൻസ് ആണെങ്കിൽ ഒരു പോയിന്റിൽ വരും, കോൺകേവ് ആണ് ലൈനിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന വിചാരിക്കും അല്ലേ. ഡൈവേർജ് ചെയ്യുന്ന വിചാരിക്കും, മറ്റേ കൺവേർജ് ചെയ്യുന്ന. അങ്ങനെയല്ല, അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലെൻസിന് കട്ടി കുറവായിരിക്കണം, ലെൻസിൻ്റെ നടുക്ക് വേണം ലൈറ്റ് വീഴുന്നത്, എങ്കിലേ ശരിയാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഏറ്റവും ശരിയായ ഡെഫിനിഷൻ ഞാൻ ഫിസിക്സിലെ ഡെഫിനിഷനാണ്. എ narrow pencil of light parallel to the principal axis incident centrally on a thin lens converges to a point on the principal axis on the other opposite side in the case of convex lens and appears to diverge from a point on the principal axis on the same side of the concave lens. ഇതൊരു ഡെഫിനിഷനാണ്. ആറ്റിക്കുറുക്കി അതിനകത്തൊരു 8-10 ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ ആറ്റിക്കുറുക്കിയ ഒരു വാക്യം അത് കാണാതെ പഠിക്കുകയാണ് ഏറ്റവും നല്ലത് ഡെഫിനിഷൻ വരുമ്പോഴത്തേക്കും. അത് ഇത് നമ്മൾ എഴുതാൻ പോയാൽ ഒരു എസ്സേ പോലെ ഒരു പേജ് എഴുതേണ്ടി വരും. നടുക്കായിരിക്കണം, സെൻട്രലായിരിക്കണം, പാരലായിരിക്കണം. അതിനും ഭേദം അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ടതില്ല പഠിക്കുന്നത്. ഇനി നമുക്കൊരു വലിയ പ്രശ്നം മറന്നു പോവുക എന്നുള്ളതാണ്. ഈ ലേണിങ് മുഴുവനും വാസ്തവത്തിൽ ടെമ്പററി മെമ്മറി പെർമനന്റ് മെമ്മറി ആക്കുന്നതാ. ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു ഫോൺ നമ്പർ പറയാം, 04723562667. നിങ്ങൾ ഉടനെ മൊബൈലിൽ കുത്തി അടിക്കും ഇല്ലേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്പർ ഒന്ന് അടിച്ചേ, മനസ്സിൽ നിന്ന് പോയി ഇല്ലേ, മനസ്സിൽ നിന്ന് പോയി. അപ്പൊ ഈ പഠിക്കുമ്പോഴേ ഒറ്റ വായനയ്ക്ക് കാണുന്ന കാര്യം എങ്ങനെയാണ് ഓർമ്മയിൽ അടിച്ചാണി അടച്ച് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സംശയം മുഴുവനും. ലേണിംഗ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ടെമ്പററി മെമ്മറി ഇൻ ടു പെർമനന്റ് മെമ്മറി. താൽക്കാലിക ഓർമ്മയെ സ്ഥിരമായ ഓർമ്മയായി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് പഠനം. അതിനെന്തൊക്കെ മാർഗങ്ങൾ, നമുക്ക് മറന്നുപോകുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ബുദ്ധി. പരീക്ഷ അത് മറന്നുപോയി. ഈ മറന്നുപോകാൻ ഒന്നാമത്തെ കാര്യം ഞാൻ മറക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം. ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു 85 വയസ്സായ ഒരു അപ്പൂപ്പനും ഒരു 80 വയസ്സായ ഒരു അമ്മൂമ്മ ഇങ്ങനെ താമസം ഉണ്ടായിരുന്നു. അവർക്ക് ഓർമ്മക്കുറവ് സംശയം എന്ന് വെച്ചിട്ട് ഒരു 15 ദിവസം പോയിട്ട് ഒരു ഓർമ്മ മെച്ചപ്പെടുന്ന ഒരു മെമ്മറി ക്ലാസ്സിൽ പോയി പങ്കെടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ 30 വയസ്സായ ഒരു യുവാവ് താമസമുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു ഈ അപ്പൂപ്പനും അമ്മയും കൂടെ മെമ്മറിക്ക് പഠിക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഈ അപ്പൂപ്പനെ ഏതാണ്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ചോദിച്ചു, അപ്പൂപ്പ ഇങ്ങനെ ഒരു മെമ്മറി ക്ലാസ്സിനൊക്കെ ഞാൻ പോയില്ല മോനെ. ആരാ പഠിപ്പിച്ചേ? 15 പഠിപ്പിച്ച സാറിൻ്റെ പേരാ. മോനെ അതെ, ഒരു പൂവുണ്ടല്ലോ, എന്ത് പൂവ? ഒരു ചുവന്ന നിറം പോലുള്ളൊരു പൂവ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൂവ, ഈ മുള്ളൊക്കെ ഉള്ളൊരു പൂവ. എന്താ അതിൻ്റെ പേര്? റോസ്. റോസിക്കുട്ടിയെ ആ വാദ്യാരുടെ പേരെന്നാടി നീ ചോദിച്ചു. അപ്പോൾ 60 കൊല്ലം കൂടെ താമസിച്ച റോസിക്കുട്ടി എന്ന ഭാര്യയുടെ പേര് ഓർമ്മ വരാതെ ആണ് ഈ 15 ദിവസം മെമ്മറി ക്ലാസ്സിന് പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മ വെക്കണമെന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായില്ല. എൻ്റെ പോയിന്റ് അതാണ്. അപ്പം നമുക്കൊരു കാര്യം ഓർമ്മ വെക്കണമെങ്കിൽ അത് ഓർമ്മ വെക്കണം നമ്മൾ ആഗ്രഹിക്കണം. ഇന്ന് ശനിയാഴ്ച അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച എന്തായിരുന്നു രാവിലെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ്? ചോറായിരുന്നു. എന്നും ചോറാണോ? അപ്പം അതിന് പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത് ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പം നിങ്ങൾ പഠിക്കുമ്പോഴും ഈ മറവിയുടെ ഒരു പ്രധാന കാരണം മനഃപൂർവ്വം ഓർമ്മ വെക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം ഓർമ്മ വെക്കാൻ ശ്രമിച്ചാൽ ആദ്യം ഒരു പോയിന്റാണ് പറഞ്ഞത്. നമ്മൾ ഈ ഷോർട്ട് മെമ്മറി മാറ്റുന്നതാണ്. അത് നിങ്ങൾ നോക്കുക. അവിടെ ഞാൻ 5 പട്ടിക, അത് നിങ്ങൾ നോക്കുക, 5 പട്ടിക നോക്കുക.
ഈ 5 പട്ടികയിൽ ആദ്യത്തെ കോളം നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും അത്ര ഓർമ്മിപ്പിക്കാൻ എളുപ്പമൊന്നുമല്ല. മിടുക്കനാണെങ്കിലും സാധിക്കുമോ? അല്ല. എന്തുകൊണ്ടാണ്? അർത്ഥമില്ലാത്ത പദങ്ങൾ, നിരർത്ഥക പദങ്ങൾ. അത് എഡ്യൂക്കേഷൻ സൈക്കോളജി നോൺസെൻസ് സിലബിൾസ് ആ പറയുന്നത്. എന്തു ആയിക്കോട്ടെ. നേരെ രണ്ടാമത്തെ നോക്കി, എബിലിറ്റി, പെൻസിൽ, കാർഡ്, വുൾഫ്, പെറ്റ്. അപ്പോൾ അത് അർത്ഥമുള്ള വാക്കായതുകൊണ്ട് കുറച്ച് നേരം സ്ട്രഗിൾ ചെയ്താൽ പഠിക്കാം. ഒരു 10 മിനിറ്റെങ്കിലും പഠിക്കാൻ പറ്റും. അടുത്തത് നോക്കി, കൗ, ഹോഴ്സ്, പിഗ്, ഷീപ്പ്, റാബിറ്റ്, ക്യാമൽ. ആ കൊള്ളാമല്ലോ, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അവയൊക്കെ അല്ലേ, കുറച്ചുകൂടെ വേഗം നിൽക്കും. അടുത്തതോ, ദ ബട്ട് മേ ഹാവ് എ ബിറ്റർ ടേസ്റ്റ്. അർത്ഥമുള്ള വാക്യമാണ്, കുറച്ച് എളുപ്പം കിട്ടി. 5ാമത്തെ കോളം നോക്കിയേ, മൊറോ ആൻഡ് ബോറോ, റൈം വെൽ വിത്ത് സോറോ. നിങ്ങൾ ആരും ഇത് മറക്കാനേ പോകുന്നില്ല, 2 തവണ കേട്ടാൽ ഓർമ്മ നിൽക്കും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഓർമ്മയ്ക്ക് എന്തുകൊണ്ട് ആദ്യത്തെ നിൽക്കുന്നില്ല? അർത്ഥമില്ല മനസ്സിൽ. നിങ്ങൾ പലതും പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ പഠിക്കും. അതിൻ്റെ സ്പിരിറ്റ് എന്താണ്? ഞാൻ പെണ്ണെടുത്ത കാര്യം പറഞ്ഞു. ആ സ്പിരിറ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ മറക്കുകയില്ല. നമ്മുടെ പഠനം എന്ന് പറയുന്നത് ആ 1ാമത്തെ കോളത്തെ 5ാമത്തെ കോളമായിട്ട്, അല്ലെ കുറഞ്ഞത് 2ാമത്തെ കോളമായിട്ട് പരിവർത്തനം ചെയ്യണം. അർത്ഥം മനസ്സിലാക്കി പഠിക്കണം. പഠിക്കണമെന്ന് ദൃഢനിശ്ചയം വേണം. ഇച്ഛാശക്തിയോടെ ചെയ്യണം. പിന്നെ ഇത്രയും ടോട്ടൽ കോൺസെൻട്രേഷൻ വേണം. ലോജിക്കലായിട്ട് ചിന്തിക്കണം. വുഡ്സ് ദ ട്രീസ് എന്ന് പറഞ്ഞാലേ, ചിലര് കാട് കാണാൻ ഒറ്റപ്പെട്ട മരങ്ങളെ കാണുകയുള്ളൂ. അങ്ങനെയല്ല, ആദ്യം കാട് മുഴുവനും കണ്ടിട്ട് വേണം ഒരു മരം കാണാൻ. ഒരു പുസ്തകത്തെ ഒരു അധ്യായമല്ല, പുസ്തകം നോക്കിയിട്ട് അധ്യായം നോക്കണം. ഒരു അധ്യായം അപ്പം ആദ്യം മൊത്തം ഒന്ന് കണ്ടിട്ട് എന്താണിത് എന്നൊന്ന് നോക്കണം. ഓർമ്മ നിൽക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ അറിയാവുന്ന മുന്നറിവുമായി ബന്ധിക്കണം. അസോസിയേഷൻ വിത്ത് നോൺ ഫാക്ട്സ്, അത് ഓർമ്മിക്കാൻ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ വേറെ ചിലപ്പോൾ അത് വീണ്ടും ഞാൻ വരും, ടഫ് ലെസൺസ് ഉണ്ട്. ചില ലെസൺ ബുദ്ധിമുട്ടാണ്, ചില എളുപ്പം, ചില എത്ര പഠിച്ചാലും എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ചിലർ തോന്നും. അതെങ്ങനെയാണ് പഠിക്കുന്നത്? അതിന് മോക്ക് ടീച്ചിങ് എന്ന് പറയും. മോക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു കഥ കിടച്ചൊരു മുറി നിൽക്കുക, നിങ്ങൾ നിൽക്കുക, നിങ്ങളുടെ മുൻപിൽ ഒരു 10 കുട്ടികൾ ഇരിപ്പുണ്ടെന്ന് സങ്കല്പിക്കുക, അവരെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കുക. അവരെ പഠിപ്പിക്കാൻ നോക്കുക. ഈ ലെസൺ ഞാൻ പഠിപ്പിക്കാൻ നോക്കുക. ഈ പഠിപ്പിക്കുമ്പോൾ ലെസൺ പറഞ്ഞാൽ പോലും അത് ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ? അതെന്താണ്? പല അധ്യാപകരും പറയും, ഞാൻ ഈ വിഷയം ശരിക്ക് പഠിച്ചത് ഇത് പഠിപ്പിക്കാൻ വന്നപ്പോഴാന്ന് പറയും. പരീക്ഷയ്ക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ് കറന്റ് ഗ്യാരിറ്റി ബൈ കണ്ടക്ടർ എന്നുള്ളത് എഴുതിയ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അതിൻ്റെ അർത്ഥമൊന്നും അറിയാമായിരിക്കത്തില്ല. ക്ലാസ്സിൽ പോയാൽ പറ്റുമോ ഈ ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ്, ഇത് കറന്റ് ഗ്യാരിറ്റി ബൈ കണ്ടക്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അപ്ലൈ, ഇതൊക്കെ അതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പം മോക്ക് ടീച്ചിങ്. അപ്പം ഓർമ്മയിൽ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സങ്കേതം. പിന്നെ ചങ്കിങ് പോയല്ലോ. ചങ്കിങ് എന്ന് പറയാം, എന്തോ കുഴപ്പമുണ്ടതിന്. ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു 0471 235 62 എന്ന് പറയും. അങ്ങനെയല്ല നമ്മൾ ഓർക്കുന്നത്. 11 അക്കം വരും, ഓർക്കാൻ പറ്റില്ല. 0471 235 6267 കഷണങ്ങളാക്കി അല്ലേ, അങ്ങനെയല്ല ഓർക്കുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത് പാലറ്റിങ്. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്നുള്ളത് ഓർമ്മയിൽ നിൽക്കാൻ ഓവർ ലേണിംഗ് എന്ന് പറയും. ഇപ്പോൾ കവിത കാണാതെ പഠിക്കണം. കവിത കാണാതെ പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് പ്രാവശ്യം കൂടെ വായിക്കുക. 20 പ്രാവശ്യം വായിച്ച് മനഃപ്പാടമായി എന്ന് തോന്നും, ചൊല്ലാൻ പറ്റുന്നുണ്ട്. നീ ഒരു 5 പ്രാവശ്യം കൂടെ വായിച്ചു. 5 പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങും. നമ്മുടെ പ്രധാന പരീക്ഷ 2 പ്രശ്നമാണ്. 1 ഓർമ്മയിൽ നിൽക്കുന്നില്ല, 2 ടെൻഷൻ. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുള്ളത്. അത് പരിമല എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ. ഓപ്പൺ ചെയ്താ അല്ല, ഇവിടെ ഇതടിച്ച മോനെ. ഇത് കപ്പടിച്ച് ബാക്കിയും ചെയ്യണം. ഇത് കപ്പിലടിച്ച്, കപ്പിലടിക്കുന്നില്ല മറ്റേത് പോലെ. ഇതിൻ്റെ ആളാരും ഇല്ലയോ? ഞാൻ ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ നോക്കാം. അവർ സിഗ്നൽ വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു നേരത്തെ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഭയപ്പെടേണ്ട. ഉള്ള ഇതുണ്ട്, എളുപ്പമുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്താ വരാത്തെ? അത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ യു പ്ലീസ് ഗോ ഹെഡ്, നോ പ്രോബ്ലം. അപ്പോൾ വേറെ ഒരു കാര്യമുള്ളത് നമുക്ക് ആവർത്തിച്ച് പഠിക്കുന്നുള്ളതാണ്. പിന്നെ വേറൊന്ന്, ഈ നിമോണിക്കിൽ ഞാനിപ്പോൾ വിബ്ജിയോർ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. വേറെ ചില അടവുകൾ അതിനകത്തുണ്ട്.
ഇപ്പൊ ബലൂൺ 2 എല്ലുണ്ടോ 1 എല്ലുണ്ടോ? വലിയ സംശയമാണ്. ദർ ഇസ് എ ബോൾ ഇൻ ബലൂൺ, 2 എല്ലുണ്ട്. ഒന്നില്ലേ? ഗ്രാമർ GRAMMER ആണോ MMAR ആണോ? കാണാൻ പഠിച്ചാലും മറന്നു പോകും. എന്താണ്? ആണ്. ഡോണ്ട് മാർ യുവർ ഗ്രാമർ എന്ന് ഓർത്തുകൊള്ളുക. ഗ്രാമർ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് മാർ യുവർ ഗ്രാമർ. വന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ റൈമിങ്, നമുക്കെപ്പോഴും കവിത ഓർമ്മ നിൽക്കും, പാട്ട് ഓർമ്മ നിൽക്കും, ഗദ്യം ഓർമ്മ നിൽക്കുകയില്ല. നിങ്ങൾക്ക് ഇപ്പം നഴ്സറി സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ ABCD പഠിപ്പിക്കുന്നത്, ABCD അങ്ങനല്ല. പാട്ടുണ്ടല്ലോ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ ABCDEFG ഉണ്ടോ? അതാ ടെക്നിക്ക്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ പഠിപ്പിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ഈ ABCD വലിയ പാടായിരുന്നു പഠിപ്പിക്കും. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ പാട്ട് വന്നപ്പോഴത്തേക്കും അത് നമുക്ക് ഓർക്കാനുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റും. റൈമിങ് ഉള്ളതാക്കി ഉണ്ടാക്കിയെടുക്കുന്നൊരു വഴിയാണ്. പിന്നൊന്ന്, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കേസാണ്. നിങ്ങൾ ലിവർ പഠിക്കുന്നുണ്ടോ സ്കൂളിലെ? ഫൾക്രം ലിവർ ഒക്കെ പഠിക്കുന്നില്ലേ? ഉണ്ടല്ലോ. 3 orders of livers ഉണ്ട്. അതെങ്ങനെയാണ് മുറക്കി പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വരി നോക്കുക. എത്രയോ വർഷം മുമ്പ് FLE of livers 3 each between the others B. ഒന്നാമത്തെ F നടുക്ക് വരും, പിന്നെ L നടുക്ക് വരും, മൂന്നാമത്തെ E നടുക്ക് വരും. എളുപ്പമാണല്ലോ. സെക്കൻഡ് ഓർഡർ ഏതാ? FL. ലോഡ് നടുക്ക് വന്നു, പാക്കുവെട്ടി. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള മെമ്മറി ക്രച്ചസ് ആണ്. ചിലരുടെ മോശമൊന്നുമില്ല ഇതിനകത്ത്. ഇത് നോക്കുക. 9 ഗ്രഹങ്ങൾ, ഞാൻ തെറ്റുവല്ലോ ഉണ്ടോ അതിനകത്ത്? 9 ഗ്രഹം ഉണ്ടോ ഇപ്പോഴും? പോട്ടെ, 9 ഗ്രഹമുള്ള കാലത്തെ ഞാൻ ആദ്യം കാണിക്കാം. സൂര്യനിൽ നിന്നും 9 ഗ്രഹങ്ങൾ മുറയ്ക്ക് ഏറ്റവും അടുത്തേത്, രണ്ടാമത്തെ, മൂന്നാമത് എങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ ഓർഡർ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ എന്നൊക്കെയാണ്. അതിൻ്റെ എളുപ്പ വഴി മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ് 9 planets എന്നൊരു വാക്യം. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് ഷോഡ്. അപ്പോൾ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കുക, MVE കണ്ടോ? ആദ്യത്തെ അക്ഷരം കിട്ടും. അവിടെ ഒരു കാര്യം, മെർക്കുറി, മാർസ് വരും. മെർക്കുറിയാണ് ഏറ്റവും, ബുധനാണ് ഏറ്റവും അടുത്തത്. ഈ 9 ഗ്രഹമില്ല. പ്ലൂട്ടോ ഇപ്പോൾ ഇല്ലല്ലോ. ഇനി ഇപ്പോൾ ഉള്ളതിന് ഇത് മതി. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് നൂഡിൽസ്. മൈ വെരി MA പാസ്സായെങ്കിലും അമ്മ നൂഡിൽ തന്നു എന്ന് ഓർത്തോണ്ടാൽ മതി. ഇങ്ങനെ കുസൃതിയിൽ വേണം ഓർക്കാൻ, കുസൃതിയായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുസൃതിക്കാരന് മനസ്സ് നിൽക്കുമല്ലോ, നല്ലത് നിൽക്കുകയില്ല. വഷർത്തങ്ങളൊക്കെ മനസ്സ് നിൽക്കും, മറക്കുകയില്ല. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്തോളൂ. പത്രത്തിൽ, പേപ്പറിൽ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? വേറെ ഞാൻ പറയുകയാണ്, ബേണിംഗ് ഡിസൈർ ടു റിമെമ്പർ. ഞാൻ ഓർക്കുക തന്നെ ചെയ്യും. ലേ ഫുൾ കോൺഫിഡൻസ് ഇൻ മെമ്മറി. ഞാൻ ഓർക്കും, എനിക്ക് ഓർക്കാൻ കഴിയും. എനിക്ക് ഓർമ്മ നിൽക്കുമോ, മറന്നു പോകുമോ? വേണ്ട. ലേൺ വിത്ത് കോൺസെൻട്രേഷൻ. നമുക്കൊരു ബേണിംഗ് ഡിസയർ വേണം, ഏകാഗ്രത ചെയ്യണം, ഓവർലേൺ ചെയ്യണം. നമ്മുടെ സ്വന്തം വാക്കിൽ പറഞ്ഞു നോക്കണം. പഠിച്ച കാര്യം നമ്മൾ സ്വന്തം വാക്കിൽ മോക്ക് ടീച്ചിങ് എന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ പാഠത്തിൽ തിരിച്ചു പോകണം. ഇപ്പം വിജിയോർ പറഞ്ഞു, ഈ കുട്ടി 3ാം ക്ലാസ്സിലെ കുട്ടി വിജിയോർ ഗ്രീ എന്നുള്ള അവൾ മറക്കും, ഓർമ്മ വരുന്നില്ല. ജി എന്തോ വീട്ടിൽ പുസ്തകം നോക്കുക, അപ്പോൾ ഗ്രീ എന്ത് കാണും? അതുപോലെ നമുക്ക് നമ്മുടെ നിമോണിക് എന്താണെന്ന് അറിയാനായിട്ട് ബുക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. നിങ്ങൾ കേട്ടിരിക്കുമോ? റഡിയാർഡ് കിപ്ലിംഗ് ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞല്ലോ. റഡിയാർഡ് കിപ്ലിംഗ് എന്നൊരാളുണ്ടായിരുന്നു. എന്താ അതിന് പ്രത്യേകത എന്നറിയാമോ? റഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ അങ്ങനെ എഴുതിയ പല പുസ്തകം എഴുതിയിട്ടുണ്ട്. അതല്ല, ഇന്ത്യയിൽ ജനിച്ച് സാഹിത്യത്തിന് നോബൽ സമ്മാനം മേടിച്ച ആദ്യത്തെ ആളാണ് റഡിയാർഡ് കിപ്ലിംഗ്. ടാഗോർ രണ്ടാമതാണ്, 1913 മേടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അതിന് മുൻപ് തന്നെ നോബൽ സമ്മാനം മേടിച്ചയാണ്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഫേമസ് ആയിട്ട് പറഞ്ഞ ടാഗോറിന് 6 കൊല്ലം മേടിച്ച ആളാണ്. ഐ കീപ് 6 sonnets serving men. They taught me all I knew. The names of what and why and when and how and where and who. 6 പേരാണ് എൻ്റെ ജോലിക്കാരുള്ളത്. അവരാ എന്നെ എല്ലാം പഠിപ്പിക്കും. ആരാ 6 ജോലിക്കാര്? The names of what and why and when and how and where and who. കേട്ടോ? നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലി നോക്കാം. അത് ഞാൻ ചെല്ലാമെന്ന്. I keep 6 sonnets serving men. I keep 6 sonnets serving men. ഒരുമിച്ച് ചെല്ലാം. They taught me all I know. The names of what and why and when and how and where and who. I keep 6 sonnets serving men. They taught me all I knew.
The names of what and why and when and how and where and who. നിങ്ങൾ വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടിരിക്കുക. നിങ്ങൾ ടയർഡായി കാണും, കാല് മരിച്ച് കാണുകയല്ലേ. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടിരിക്കുക. ഈ റിവിഷൻ്റെ ചില കാര്യങ്ങൾ, റിവിഷൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ ജനറലായിട്ട് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ മാത്തമാറ്റിക്സിൽ പല ചാപ്റ്ററിൽ പല ഫോർമുലകൾ കാണും. അതെല്ലാം ബുക്കിൽ ഒരിടത്ത് എഴുതുക. എല്ലാ ചാപ്റ്ററിലെയും, ഇപ്പം സെർഡ് ആയാലും അല്ലെ A+B² എല്ലാം ഒരിടത്ത് കൊണ്ട് എഴുതുക. 1 ഫിസിക്സും കെമിസ്ട്രിയും ഫോർമുല. ഇപ്പോൾ ഹീറ്റിലെയും ലൈറ്റിലെയും സൗണ്ടിലെയും ഡൈനാമിക്സിലെയും സ്റ്റാറ്റിക്സിലെയും ഇലക്ട്രിസിറ്റി എല്ലാം ഒരിടത്ത് എഴുതുക. അപ്പോൾ അത് നോക്കുമ്പോൾ റിവിഷൻ പോലെ വരും. എല്ലാ കെമിക്കൽ ഇക്വേഷനും ഇപ്പം Pv+H2SO4 നിങ്ങൾക്ക് അതുകൊണ്ടല്ലോ, അത് എല്ലാ ചാപ്റ്ററിലും ഒരിടത്ത് എഴുതുക. നിങ്ങളങ്ങനെ ചെയ്യാറില്ല അല്ലേ? ലെറ്റ് പഠിക്കും, ഓക്സിജൻ പഠിക്കും, അങ്ങനെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കും. ഒരിടത്ത് എഴുതുക. ഇതൊരു നല്ല റിവിഷൻ ടെക്നിക്കാണ്. എല്ലാ ഫോർമുലയും കാണാതെ പഠിക്കുക. മനക്കണക്ക് കൂട്ടാൻ കഴിയുമെങ്കിൽ ശീലിക്കുക. പരീക്ഷയിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ 10 രൂപ വെച്ച് 5 ദിവസത്തിന് കാൽക്കുലേറ്റർ എടുക്കുന്ന മനുഷ്യനായി കഴിയും. 15, 50 ഒന്നും കൂട്ടുകയില്ല. അപ്പോൾ മനക്കണക്കുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയിൽ സമയം കിട്ടും. പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ്സ്. ഇപ്പോൾ 68 ഗുണം 99 എന്നുണ്ടെങ്കിൽ ഗുണിച്ചുകൊണ്ടിരിക്കേണ്ട. 68 2 0 ഇട്ടിട്ട് 68 കുറച്ചാൽ മതി. × 100 - 68. അപ്പോൾ നിങ്ങൾ പഠിച്ചു കാണണം. അങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിക്കണം. പഠിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. ഇത് ഏറ്റവും പ്രധാനം. ഈ ബോട്ടണിയിലും സുവോളജിയിലും കുറേ വാക്കുകളുണ്ട്. ഇതൊന്നും ഓർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വെളിയിൽ ഒരു മനുഷ്യനും പറയാത്ത വാക്കുകൾ അല്ലേ? ഇപ്പം ഫിസിക്സിൽ പ്രഷർ എന്ന് പറയുന്നുണ്ട്, ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന വാക്കുകൾ കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ള വാക്കുകളാണ്. എന്നൊക്കെ പറയുന്നത് ആ വാക്കുകൾ നമ്മൾ ഒരിക്കലും വെളിയിൽ പറയില്ല. അപ്പം അതുകൊണ്ട് അത്തരം വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകളൊക്കെ നിങ്ങൾ ഒരിടത്ത് എഴുതി വെക്കണ്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വലിയ പ്രായമുള്ളവർക്ക് പോലും ഇപ്പം അനീലിഡ, അസ്കാരിസിയാസിസ് ആർക്കും പറയാൻ പറ്റില്ല. ഈ വാക്കുകൾ എഴുതിയാൽ ഇതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ആ വാക്കുകൾ നോക്കുമ്പോൾ ആശയങ്ങൾ വരും. അതൊരു പഠിത്തമാണ്. സുവോളജിയും ബോട്ടണിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നിങ്ങളുടെ തന്നെ നിമോണിക്സ് ഉണ്ടാകും. ഡിപ്ജിആർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ ഓർമ്മയിലായി ഊന്നിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷ ഒരു മെമ്മറി ടെസ്റ്റാണ്. ഏത് പരീക്ഷ ഇന്ന് മെമ്മറി ടെസ്റ്റാ ഇല്ലെന്ന് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ മെമ്മോണിക്ക് ഉണ്ടാക്കണം. പിന്നെ ടഫ് ലെസൺസ്, വലിയ വിഷമുള്ള പാഠം. ഞാൻ ചില കാര്യം പറഞ്ഞു, കുറച്ചുകൂടെ പറയാം. സ്ലോ ആയിട്ട് പഠിക്കുക, ഒറ്റയടിക്ക് നോക്കണ്ട, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പഠിക്കുക, ഏറ്റവും ഏകാഗ്രതയോടെ പഠിക്കുക. റീഡ്, റിഫ്ലക്റ്റ് ആൻഡ് റൈറ്റ് ഫ്രം മെമ്മറി. ആദ്യം വായിച്ചതിന് ശേഷം ആലോചിച്ചു ഓർമ്മയിൽ നിന്ന് എഴുതി നോക്കുക ആ ലെസൺ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ കൺഫർമേഷനാണ്. അങ്ങനെ കൺഫേം ചെയ്താൽ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും ഉണ്ടായിക്കൊണ്ടിരിക്കും, കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പം ഇതെനിക്ക് എഴുതാൻ പറ്റിയതാണ്, എനിക്ക് നാളെയും എഴുതാൻ പറ്റും, പരീക്ഷയ്ക്കും പറ്റും എന്ന് നമുക്ക് ഓർമ്മ കിട്ടും. അത് റിവിഷൻ. ഞാൻ ഒരു 11 പോയിന്റ്, നമ്മളിപ്പോൾ റിവിഷൻ്റെ സമയമാണല്ലോ, 10 റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. റിവിഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, ഫുൾ കോൺസെൻട്രേഷൻ. നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട PV പരീക്ഷയ്ക്ക് വരും എന്നൊക്കെ എഴുതുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും എഴുതാറില്ലേ നിങ്ങളൊക്കെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഫോർമുല ബൈ ഹാർട്ട്, ഡെഫിനിഷൻ ബൈ ഹാർട്ട്. പ്രോബ്ലംസ് ഒക്കെ തന്നെ ചെയ്യാമെന്ന് നോക്കണം. പുസ്തകം വെച്ചിട്ട് കാര്യമില്ല. മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലമൊക്കെ അന്നേരം ഞാൻ ചെയ്തോളാം നടക്കുകയില്ല. പലപ്പോഴും തടഞ്ഞു പോകും. കണക്ക് പുസ്തകത്തിൽ ഭംഗിയായിരിക്കും അച്ചടിക്കുന്നത്, വായിക്കാം, ഒരു പ്രയോജനവും കിട്ടുകയില്ല. കണക്ക് വായിച്ചിട്ട് എല്ലാം എഴുതണം. അതെല്ലാം നമ്മൾ എഴുതി ചെയ്ത് നോക്കണം. എസ്സേയിലെ പോയിന്റ്സ് ഒക്കെ അറിയാമെന്ന് ഓർത്ത് നോക്കണം. ഇല്ലെങ്കിൽ നിമോണിക്സ് ഉണ്ടാക്കണം. പുതിയ നിമോണിക്സ്, സ്ക്രൂട്ടിനൈസ് പഴയ ചോദ്യക്കടലാസൊക്കെ നോക്കണം. ഈ പരീക്ഷയിൽ നിങ്ങളൊരു 5 ചോദ്യക്കടലാസ് നോക്കിയാലേ ചില ഏരിയ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ ആ ട്രാൻസ്ഫോമർ വരച്ച് 2 കോയിൽ വരയ്ക്കാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലെ ഇലക്ട്രോളിസിസ് 2 ഇലക്ട്രോഡ് വിട്ട് ഇല്ലേ, മറ്റുള്ളവർക്ക് ചോദിക്കുന്നില്ലേ, പ്ലസ് ആണോ, ഇതെന്നും ചോദിച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെയുള്ള കാര്യങ്ങൾ തറവായിരിക്കണം. അവനെ കണ്ടാൽ അപ്പം തന്നെ ആൻസർ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ എക്സാമിനേഴ്സ് ഫേവറിറ്റ്സ് ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. ആത്മവിശ്വാസം ഏറ്റവും മുകളിലുമായിരിക്കണം. അതാണ് പ്രധാന കാര്യം. ഇനി ഞാൻ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്ത ഭാഗം പരീക്ഷയ്ക്ക് ഉള്ള കാര്യങ്ങൾ, പരീക്ഷയെ നേരിടുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഏറ്റവും. അപ്പം ഞാൻ ഈ പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഏത് പരീക്ഷയിലായാലും ഏറ്റവും കൂടുതൽ അറിവുള്ള കുട്ടിക്കല്ല ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അറിവിച്ചിട്ട് കുറഞ്ഞാലും കൂടുതൽ മാർക്ക് മേടിക്കുക, അത് പ്രസൻറ്റേഷൻ പോലെയൊക്കെ ഇരിക്കും. പരീക്ഷ ഹാളിൽ നമ്മുടെ സമീപനം പോലെ ഇരിക്കും. അതിൻ്റെ പല പല കാര്യങ്ങളുണ്ട്. അതേപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആദ്യം തന്നെ ഈ എൻജോയ് എക്സാമിനേഷൻസ് ഞാൻ പറയും. അയ്യോ എഴുതണമല്ലോ, വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അപ്രോച്ച് ചെയ്താൽ പോയി. നമ്മൾ എൻജോയ് എക്സാമിനേഷൻസ്, പരീക്ഷ നമ്മൾ സന്തോഷിക്കണം എന്നുള്ളതാണ് കാര്യം. വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ലീഡ്സ് ടു ടെൻഷൻ, കനോട്ട് ഷോ ഫുൾ കേപ്പബിലിറ്റി. എസൻസ് അതാ. ഞാൻ വിശദമായിട്ട് പിന്നെ പറയും. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ തോറ്റുപോ എന്നുള്ള വിഷമം വരും. നമ്മുടെ കഴിവ് പോലും പ്രദർശിപ്പിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എനിക്ക് പറ്റുകയില്ലയോ എന്ന് വിചാരിക്കണ്ട. തീർച്ചയായിട്ടും എനിക്ക് പറ്റും എന്ന് വിചാരിക്കണം. എൻ്റെ ഒരു അനുഭവം പറയാം. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. അവൾ ഈ മെഡിക്കൽ എൻട്രൻസ് പഠിക്കുക. നല്ല ബ്രൈറ്റ് ഗേൾ. എനിക്കറിയാം അവൾ ടോപ്പ്. ഇടയ്ക്ക് എന്നെ വിളിക്കും, ഈ എൻട്രൻസിന് മുട്ട കറപ്പിക്കുന്ന കാര്യം വിളിക്കും. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കും. പരീക്ഷ 6 മണിക്ക് എന്നെ വിളിച്ചു, അങ്കിൾ ഞാൻ എല്ലാം മറന്നുപോയി. നീ ഇങ്ങനെ എല്ലാം മറക്കുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞ് നിനക്ക് മറക്കാൻ പറ്റില്ല, നീ നല്ലോണം എഴുതും, നിനക്ക് സാധിക്കും. 2 ചോദ്യമൊക്കെ ചോദിച്ച് പിന്നെ അവളുടെ അച്ഛനെ വിളിച്ച് ഫോൺ കൊടുത്തു. അച്ഛൻ്റെ ഞാൻ കുറച്ച് ഇഞ്ചക്ഷൻ കൊടുത്തു. ഡോക്ടറാണ് അങ്ങനെ അവളുടെ അച്ഛൻ. നിങ്ങളും കുറച്ച് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. വളരെ ഉയർന്ന മാർക്ക് മേടിച്ചു. അവൾ MBBS പാസ്സായി, MD പാസ്സായി. ഇന്ന് ട്രിവാൻഡ്രത്ത് ലീഡിങ് ഡോക്ടറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് എന്താണ് പറ്റിയത്? ആത്മവിശ്വാസം കുറവ്. ഈ വിഭാഗക്കാർ ആത്മവിശ്വാസം കുറവാണ്. +2 മാർക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതുങ്ങളായിരിക്കും. എൻട്രൻസ് വരുമ്പോൾ ഇവരായിരിക്കും. എന്തുകൊണ്ടാണ്? കുറച്ചൊരു ഡെയർ ഡെവിലറി ആൺകുട്ടികൾക്ക് കൂടുതലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻട്രൻസിൽ കൂടുതൽ റാങ്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പല വർഷങ്ങൾ നോക്കിയിട്ടുണ്ട്. കുട്ടികളുടെ കോറിലേഷൻ നോക്കുമ്പോൾ ഇവർ +2-ന് താരതമ്യേന താഴെയും ഇവർ മുകളിലും. മറ്റ് എൻട്രൻസ് വരുമ്പോൾ തിരിച്ചു വരുന്നുണ്ട്. ഇത് മുഴുവൻ കോൺഫിഡൻസിൻ്റെ കാര്യമാണ്. ഇതാ നോക്കുക വിശദമായിട്ട്. 2 കുട്ടികൾ ടെൻഷൻ ഇരിക്കുന്ന പടം കണ്ടു. കൂടുതൽ ടെൻഷൻ വന്നാൽ മൈൻഡ് ഗെറ്റ്സ് ഡിസോർഗനൈസ്ഡ്. മനസ്സാകെ വല്ലതാകും. നമ്മുടെ യുക്തിചിന്ത എല്ലാം പോകും. യുക്തിപൂർവ്വം ഒന്നും ആലോചിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിലെ ഇപ്പോൾ പെട്ടെന്ന് അമ്മ മരിച്ചയാളിൻ്റെയൊക്കെ യുക്തി പറയാൻ സാധിക്കുമോ? അമ്മ മരിച്ചു എന്നുള്ള വികാരമല്ലാതെ വേറെ ഒന്നും അവിടെ കാണുകയില്ല. ആ വികാരം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ യുക്തി, ജനിച്ചാൽ മരണമുണ്ട്, നിങ്ങളുടെ അമ്മയും മരിച്ചു എന്നുള്ളതേ ഉള്ളൂ, അവ മരിക്കുകയില്ലേ, എന്തിനു ദുഃഖിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ അടി മേടിക്കും. അല്ലേ? ജാതസ്യേ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതു വർഗസി. ഭഗവത്ഗീതയൊക്കെ കൊള്ളാം. അമ്മ മരിച്ചതൊക്കെ എൻ്റെ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ശരിയാകുകയില്ല. പ്രായോഗികമായിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ വികാരം വരുന്നത് പോലെ മനസ്സിൽ ടെൻഷൻ വന്നാലും നമ്മുടെ യുക്തിയൊക്കെ പോകും. റീസണിങ് പോയി, ആത്മവിശ്വാസം പോയി, സെൽഫ് അപ്സെറ്റ്, നമ്മുടെ കാര്യക്ഷമത മുഴുവനും പോയി. എഫിഷ്യൻസി ബിക്കംസ് ലോ. നത്തിങ് ഗോസ് റൈറ്റ്. ഒരു കാര്യവും ശരിയാകില്ല. ചോദ്യത്തിന് നമ്പർ ഇടുന്ന പോലും തെറ്റുന്നു. കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നു, പലർക്കും സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നവർ എഴുതാൻ പറ്റുന്നില്ല, പരീക്ഷയിലെ മാർക്ക് പോകും. അതുകൊണ്ട് നമ്മൾ അധികം പിരിമുറുക്കം വേണ്ട. അത് തന്നെ വേറൊരു രൂപത്തിൽ നോക്കുക. ആങ്ഷ്യസ്, ഉത്കണ്ഠയാണ്. നെർവസ് ആകുന്നുണ്ട്. ലോജിക്കൽ തിങ്കിങ് ഇല്ല. യുക്തി പോയി, കോൺഫിഡൻസ് പോയി, എഫിഷ്യൻസി പോയി, പെർഫോമൻസ് പോയി. അതുകൊണ്ട് എന്ത് വേണം? കോൺഫിഡൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്. കീപ് യുവർ കോൺഫിഡൻസ് അറ്റ് യുവർ പീക്ക്. നമ്മുടെ ആത്മവിശ്വാസം ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഡു നോട്ട് പാനിക്. അയ്യോ എടി എന്താകും? ഈ പരീക്ഷയിലേ നമ്മളങ്ങോട്ട് ഹാളിൽ കയറുമ്പോൾ, എടാ നീ ചോദ്യം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരുത്തം കൊണ്ടുവരും. അവൻ്റെയൊക്കെ പാൻ പറഞ്ഞാൽ മതി. ആ സമയത്ത് ചോദ്യം കണ്ടാൽ നമുക്ക് അറിയാൻ വയ്യെങ്കിൽ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഇല്ലേ? അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ അറിവല്ലേ ഉള്ളൂ. പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ എനിക്ക് എന്തറിയാം എന്നതേപ്പറ്റി ചിന്തിക്കണം. എനിക്ക് എന്തത് അറിഞ്ഞുകൂടാ എന്നവ ചിന്തിക്കരുത്. ഒരിക്കലും പരാജയത്തെപ്പറ്റി ചിന്തിക്കരുത്. വിജയത്തെപ്പറ്റി മാത്രം
ചിന്തിക്കുക. വിജയിച്ചവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ, പരാജയം ചിന്തിക്കുകയേ ഇല്ല എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഡു നോട്ട് പാനിക്. പരീക്ഷ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എടുക്കുക. പരീക്ഷ പേടിക്കണ്ട. ഈ പരീക്ഷ പേടിക്കുന്നതിനാ? പരീക്ഷ ഒരു ബ്ലാക്ക് ബോക്സാ. ഞാൻ പഠിക്കാത്ത ചോദ്യം വല്ലതും വരുമോ? പഠിക്കുക, പുസ്തകത്തിലെ ചോദ്യം ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്നേ. ആരെയാ ചോദ്യ കടലാസ് ഇടുന്നത്? ഞാൻ പല പബ്ലിക് ചോദ്യ കടലാസ് ഇടുന്നത്, വേറെ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക്. ഞാൻ സിലബസ് വയ്ക്കും, ടെക്സ്റ്റ് ബുക്കും പഴയ ചോദ്യങ്ങളെ ചോദ്യം ഇടുകയുള്ളൂ. അല്ല, ആർക്കും അറിയാൻ ഇത് ചോദ്യം ഇട്ട് കൊടുക്കുമോ? ഇത് നിങ്ങളൊരു എക്സാമിനറാണെന്ന് വിചാരിക്കുക. എന്ത് ചോദ്യങ്ങളാണ് ഇടുന്നത്? പുസ്തകത്തിൽ കുട്ടികൾക്ക് അറിയാവുന്നതിൽ ഇടുകയുള്ളൂ. ഒരു 10-20 കൊല്ലമെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചവരാ നിങ്ങളുടെ ചോദ്യം ഇടുന്നവർ. അല്ലാതെ വെറുതെ വഴിയെ പോയവരല്ല ഇടുന്നത്. അവർക്ക് കുട്ടികളെ പഠിപ്പിച്ച് പരിചയമുണ്ട്, അവർക്ക് എന്തറിയാം, എന്ത് ചെയ്യാൻ പറ്റും അറിഞ്ഞിട്ട് വളരെ അനുകമ്പയോടെയാണ് ചോദ്യക്കടലാസ് ഉണ്ടാക്കുന്നത്. ആ ചോദ്യക്കടലാസ് അറിയാൻ മേത്തവർ പേടിച്ചിട്ടാണ് ടെൻഷൻ മുഴുവൻ വരുന്നത്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് തന്നെ വരും, വേറെ ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ പോകാൻ. പരീക്ഷ എൻജോയ് എക്സാമിനേഷൻ. സൗണ്ട് ഹെൽത്ത്, ആരോഗ്യം സൂക്ഷിക്കണം. 2:30 വരെ പഠിച്ചു, പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? പഠിക്കുമ്പോൾ ആഹാരം അമ്മമാർ ശ്രദ്ധിക്കണം. അത് പിള്ളേർ ടെൻഷൻ കയറി പഠിക്കുമ്പോഴേ, ഓ എനിക്ക് കാപ്പിയൊന്നും വേണ്ട, രാവിലെ ഒന്നും വേണ്ട, വെറും വെള്ളം മതി, പോരാ, നീ ശരിക്കും ആഹാരം കഴിക്കണം. ആഹാരത്തിന് സമയം, അതൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. ഞാൻ ഫാദറും ഗ്രാൻഡ് ഫാദറൊക്കെയാണ്, എനിക്കറിയാം. പിള്ളേരൊക്കെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം നോക്കണം, അവരുടെ ആഹാരം നോക്കണം, അവർ കുളിക്കുന്ന സമയത്ത് വൃത്തിയാവുന്നുണ്ടോ നോക്കണം, ഉറങ്ങുന്നുണ്ടോ നോക്കണം. അതൊക്കെ നമ്മൾ അതെല്ലാം ആവശ്യമാണ്. അല്ലെങ്കിൽ അവസാനം പരീക്ഷ പെർഫോമൻസ് വരില്ല. കണ്ടോ, ഇത് ഇറ്റാലിയൻ പ്രോവർബാണ്. എന്താണ്? 100 cartloads of anxiety will not pay an ounce of debt. അതായത് 100 വണ്ടി നിറച്ച് ഉത്കണ്ഠ കൊണ്ടുവന്നാലും കാര്യമൊന്നും ഉത്കണ്ഠ കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല. ഹാർഡ് വർക്ക് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഒരു ശകലം പിരിമുറുക്കം വേണം കേട്ടോ. പിരിമുറുക്കം ശകലം, അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുക്കില്ലല്ലോ. ഓ പരീക്ഷ ചെയ്യുമ്പോൾ പന്ത് കളിക്കുന്ന പോലെ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പരീക്ഷ നമ്മുടെ ജീവൻ മരണ സമരമൊന്നുമല്ല. എങ്കിലും ഈ പരീക്ഷയിലെ മാർക്ക് +2 മാർക്ക് തീർച്ചയായിട്ടും, ഇപ്പോൾ BSc അഡ്മിഷൻ വേണമെങ്കിലും എൻട്രൻസിന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പകുതി മാർക്ക് ഇതല്ലേ എടുക്കുക, +2 മാർക്കല്ലേ എടുക്കുന്നത്. അതൊരു കാര്യം. അത് മാത്രമല്ല, +2 ഉയർന്ന മാർക്ക് കിട്ടുന്നു എന്ന് പറയാൻ അർത്ഥം +2 വിഷയങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ചെറിയ ഒരു ടെൻഷനും ഒക്കെ വേണം കേട്ടോ. വലിയ ടെൻഷനല്ല, അല്പം അത് ഗൗരവമായിട്ട് എടുക്കണം, മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പരീക്ഷ എഴുതുക എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് 1000 പേരെ ക്ഷണിച്ചു, വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി. ശരിക്ക് വിളമ്പിയില്ലെങ്കിലോ? കറുത്ത പായസം ഇതിലേ വന്നില്ലല്ലോ, പപ്പടം ഇല്ലയോ ഇവിടെ, കൂനെ പപ്പടം ഇരിക്കുക. അപ്പൊ ഈ ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞ കാര്യം, ഡിന്നർ വിളമ്പണ്ടേ? ഈ വിളമ്പുന്നത് ഏറ്റവും പ്രധാനമാണ്. സദ്യക്ക് വിളമ്പുക, ഡിന്നറിന് വിളമ്പുക. ആ സാധനമൊക്കെ വരുന്ന എല്ലാവർക്കും കറക്റ്റ് കിട്ടിയിരിക്കണം. ആ കിട്ടിക്കുന്ന പ്രക്രിയയാണ് പരീക്ഷയിൽ എഴുതുന്നത്. പരീക്ഷയിൽ എഴുതുന്നത് അതുപോലെ തന്നെയാണ്. സദ്യ ഉണ്ടാക്കി വിളമ്പുന്ന പോലെ, ഡിന്നർ ഉണ്ടാക്കി വിളമ്പുന്നത് പോലെയാണ്. ആ വിളമ്പുന്ന സീനാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഈ പലതരത്തിലുള്ള ചോദ്യം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എടുക്കുന്നത് അത് വേണ്ട നമുക്ക്. പരീക്ഷ പലതരമുണ്ട്, അറിവിൻ്റെ ഉണ്ട്, യുക്തിയുടെ ഉണ്ട്, അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ പരീക്ഷയുടെ തയ്യാറെടുപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള കാര്യം, സ്റ്റഡി ഹാബിറ്റ്സ് പറഞ്ഞു, ലോങ് റേഞ്ച് പറഞ്ഞു, ലാംഗ്വേജ് സ്കിൽ വേണമെന്ന്, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പറഞ്ഞതാണ്. ഈ പരീക്ഷയുടെ തൊട്ടടുത്തുള്ള ടൈം ടേബിൾ ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. എല്ലാം മുഴുവൻ പഠിച്ചു തീർന്നെങ്കിലേ, ഇപ്പോൾ ഇവിടുത്തെ കണക്കിന് വെള്ളിയും ഞായറും പരീക്ഷയില്ല. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുപോയി അല്ലേ? വെള്ളിയാഴ്ച അവധി കൊടുത്തിരിക്കുക, വെള്ളിയും ഞായറും അവധിയാണ്. അപ്പോൾ ശനിയാഴ്ച പാഠം നമുക്ക് വെള്ളിയാഴ്ച പഠിക്കാൻ സമയം കിട്ടും ഇല്ലേ? തിങ്കളാഴ്ച എവിടെയും ഞായറാഴ്ച സമയം കിട്ടും. ലാസ്റ്റ് വീക്കിൽ ടൈം ടേബിൾ വരുമ്പോൾ ഇതുകൂടെ മനസ്സിൽ വെച്ചോളണം. ആ ഗ്യാപ്പ് എന്നാ ഉള്ളത്, ആ ഗ്യാപ്പ് എടുത്ത് നമുക്ക് കുറച്ച് പഠിക്കാമല്ലോ. ഞായറാഴ്ച കുറച്ചുകൂടെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടും, വെള്ളിയാഴ്ച പഠിക്കാൻ സമയം കിട്ടും. അതുകൂടെ നോക്കി വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഓരോരുത്തർക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ആയിട്ടൊന്നുമില്ല, എല്ലാം ബുദ്ധിമുട്ടില്ല. എങ്കിലും ചിലർക്ക് ചില കാര്യം എളുപ്പമായിരിക്കും, അത്ര എളുപ്പമായിരിക്കില്ല. എളുപ്പമല്ലാത്തതിന് കൂടുതൽ സമയം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ളത്. ക്രാമിങ്, ടു ക്രാം ഓർ നോട്ട് ടു ക്രാം, ഇത് വലിയൊരു ചോദ്യമാണ് ഈ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്. എന്താണെന്നറിയാം ഈ ക്രാമിങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ എനിക്ക് ഒരു 4 ദിവസത്തേക്ക് ദുബായിക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പോയി കോട്ട സൂട്ടോ ഒക്കെ ഇട്ടാണ് അതൊക്കെ വെച്ചു, സാധനങ്ങളൊക്കെ വെച്ചു. പെട്ടി നിറയുമ്പോഴത്തേക്കും അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ വശത്തിരിക്കും,
എൻ്റെ ഭാര്യ അപ്പുറത്തിരിക്കും, പെട്ടി അടയ്ക്കുക. അപ്പം ക്രാം ചെയ്ത് വെച്ചിരിക്കുക, അല്ലേ? ക്രാമിങ് ആണ്, ശരിക്കുള്ള അടുക്കലല്ലത്. അപ്പം ക്രാമിങ് അന്നേരം ഇല്ലേ പറ്റി ഈ സാധനം കൊണ്ടുപോകണമല്ലോ, എനിക്ക് കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല, അപ്പം ഞാൻ ക്രാം ചെയ്യും. അപ്പം ശരിക്ക് സിസ്റ്റമാറ്റിക് അല്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇത്രയൊക്കെ വേദവാക്യമൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം പഠിക്കാൻ പറ്റിയില്ല എന്നിരിക്കും. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ പരീക്ഷയുണ്ട്, 4 ചാപ്റ്റർ പഠിക്കാനുമുണ്ട്. ഞാൻ എന്തോ ചെയ്യും? ഈ പറയുന്ന ലോജിക്കലായിട്ട് ഇങ്ങനെ ആലോചിച്ച് യുക്തി വെച്ച് റീഡിങ് നോക്കി ലോജിക്ക് നോക്കി മോക്ക് ടീച്ചിങ്, ഇതൊന്നും സമയം കിട്ടുകയില്ല. അപ്പോൾ എന്തെങ്കിലും അടിച്ചു കയറ്റുന്നത് പോലെ മനസ്സിലാകാതെ പഠിക്കും. ഞാൻ അത് ശുപാർശ ചെയ്യുകയല്ല. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം ഉഴപ്പന്മാരോ ഉഴപ്പികളോ ആയ കുട്ടികൾക്ക് വേണ്ടി വരാവുന്ന ഒരു സൂത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ക്രാമിങ് എന്ന് പറയുന്നത്. നല്ല പഠനമാർഗമല്ല ഈ ക്രാം ചെയ്യ. പരീക്ഷ കഴിഞ്ഞ് നല്ല പഠിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ കൈക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കുമ്പോൾ ഈ 4 ചാപ്റ്ററും ഇങ്ങനെ ഒഴുക്കനായിട്ട് പഠിക്കണോ അതോ ഏതെങ്കിലും ചാപ്റ്റർ നല്ലോണം പഠിക്കണോ? ഒരു സംശയം വരും, അല്ലേ? ഒരു ചാപ്റ്റർ നല്ലോണം പഠിക്കാമെന്നത്. അപ്പോൾ അത് രണ്ടുമല്ല വേണ്ടത്. മുൻ ചോദ്യക്കടലാസ് നോക്കി ഈ ഭാഗത്തുള്ള എക്സാമിനേഴ്സ് ഫേവറേറ്റ് നോക്കി അത് നല്ലോണം പഠിക്കുക. സിലക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം കഴിയുന്നതും ഒരു ഫോർമുല പഠിച്ചാൽ നല്ലോണം പഠിക്കണം, അപ്ലൈ ചെയ്ത പ്രോബ്ലം പഠിക്കണം. അങ്ങനെ ക്രാം ചെയ്യാം. അത് ക്രാം ചെയ്യുന്ന രീതി നല്ലതെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. മനസ്സിലാകാതെയും പഠിക്കുക, മനഃപ്പാഠമാക്കുക. മനസ്സിലാകാതെ പാരറ്റിങ്, തത്ത വർത്തമാനം, തത്ത അർത്ഥം പറഞ്ഞാണോ? പറഞ്ഞില്ലല്ലോ. യജമാനില്ലോ എന്ന് പറയും, ഒന്നും ശബ്ദമാണ് അർത്ഥമില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പം നിങ്ങൾ പലപ്പോഴും പല പാഠങ്ങളും എഴുതുന്ന അങ്ങനെയാണല്ലോ, അല്ലേ? അത് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല, പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ ക്രാം ചെയ്യാം. അപ്പോൾ അതിന് വേണേ ചാപ്റ്റർ സമ്മറി നോക്കാം. ചാപ്റ്റർ മുഴുവൻ വായിക്കാൻ വയ്യ. ഇത് വലിയ പരീക്ഷയിലൊക്കെ 10ാം ക്ലാസ്സിൽ വരുന്നില്ല, 12 ഡിഗ്രിയൊക്കെ ആകുമ്പോഴാണ് ഈ ക്രാമിങ് അധികം നമ്മൾ വരുന്നത്. പഠിക്കുന്ന കാര്യം ആ പോയിന്റ് കറതീർത്ത് പഠിക്കണം. പടമുണ്ടേ പടം പഠിക്കണം, കണക്കുണ്ടേ കണക്ക് പഠിക്കണം, നല്ല ഏകാഗ്രത പഠിക്കണം. പിന്നെ ഞാൻ ഇടയ്ക്ക് തന്നെ ഇത് പഠിച്ചത് പ്രയോജനമില്ലാതെ വരുമോ, ഞാൻ തോറ്റുപോകുമോ? വേണ്ട, ശങ്ക വേണ്ട. ശങ്കിക്കാതെ വിശ്വാസത്തോടു കൂടി നമ്മളത് പഠിക്കണം. ഒരിക്കലും നെവർ തിങ്ക് ഓഫ് ഫെയിലിയർ, ബി കോൺഫിഡൻറ്റ് ഓഫ് സക്സസ്. പിന്നെ പഠിച്ച ക്രാം ചെയ്ത കാര്യത്തിൽ പിന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. യുക്തിപൂർവ്വം എല്ലാം പഠിക്കാൻ സമയമില്ല എന്ന് വരികിൽ ചെയ്യാവുന്ന ഒരു മാർഗമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തെറ്റിൽ നിന്ന് പഠിക്കാമെന്ന് പറയാറുണ്ട്. തെറ്റിൽ നിന്ന് പഠിക്കുക, എല്ലാ തെറ്റും ഞാൻ തന്നെ വരുത്തി പഠിക്കാൻ കുറേ കഷ്ടപ്പാടല്ലേ? മറ്റുള്ളൊരു തെറ്റ് വരുത്തി അതും പഠിക്കാമല്ലോ. ഇപ്പോൾ ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. ഇത്തവണ ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പഴയ മറ്റുള്ളവർക്ക് എഴുതിക്കളയും. ഇങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ് അതിനെപ്പറ്റി ചോദിച്ചാൽ സീനിയേഴ്സുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാ. ചേട്ടാ വല്ല കുഴപ്പം വല്ലതും കഴിഞ്ഞാണോ പറ്റിയിട്ടുണ്ടോ ചോദിക്കാമല്ലോ. പരീക്ഷ എപ്പോഴും നിങ്ങളിപ്പോൾ 8 ദിവസം പറയുമല്ലോ, എനിക്ക് അങ്ങനെ പറ്റി, എനിക്ക് ഇങ്ങനെ പറ്റി പറയാറുണ്ട്. എല്ലാവർക്കും പരീക്ഷയും എല്ലാം 100% ക്ലിക്ക് ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ വരും. ആ തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, സീനിയർ കുട്ടികളുമായിട്ട് ചോദിച്ചാൽ അവർ അത്തരം തെറ്റുകളുണ്ടെങ്കിൽ പറയും. അതിൽ നമുക്ക് ഒരു ഗൈഡൻസ് എടുക്കാൻ സാധിക്കും. പിന്നെ എക്സാംസ് ആയിട്ട് നോട്ട് ഡൗൺ ഫോർമുല, ഡെഫിനിഷൻ, കീ പോയിന്റ്സ് എല്ലാം ഒരുമിച്ച് ഒരിടത്ത് എഴുതണം. ഇപ്പോൾ എസ്സേ നിമോണിക്കൻ എല്ലാം ഒരു ഷീറ്റിലിടണം. ഇപ്പോൾ ഞാൻ വലുത് പറയാം. ഇപ്പോൾ എക്കണോമിക്സ് BA ഒരു പരീക്ഷയ്ക്ക് പോകുന്നു, ആകെ 20 എസ്സേ ഉണ്ടായിരിക്കും. 20 എസ്സേ എന്ന് പറഞ്ഞാൽ 20 വരി മതി. ഒരു A4 പേപ്പറിൽ 20 എസ്സേ എഴുതാൻ പറ്റും. അത് നോക്കുമ്പോൾ എല്ലാം കിട്ടും, അല്ലേ? ഒറ്റ ഈ കള്ളാസ് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാനല്ല ഞാൻ പറഞ്ഞത്. ഇത് പഠിക്കുമ്പോൾ വേണ്ടി നമുക്ക് ചുരുക്കത്തിൽ എടുക്കാൻ, അങ്ങനെ ഒതുക്കിയെടുക്കാൻ സാധിക്കും. അല്ല 20 എസ്സേ ഇത്രയും പേജ് കിടക്കുമ്പോൾ പഠിക്കാൻ ഒക്കില്ല. അപ്പോൾ ചുരുക്കി പോയിന്റായി നിമോണിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റും വിടാതെ എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ ലെസണിലുള്ള നിമോണിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധിക്കും. ഇനി പരീക്ഷയെപ്പറ്റി നമ്മുടെ മനസ്സിലൊക്കെ കുറേ പേടിയുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ്. മിത്സ് അബൌട്ട് എക്സാമിനേഷൻ. എന്താണ് ഈ മിത്തുകൾ? എക്സാമിനേഴ്സ് ഡെലിബറലി സെറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കും കേട്ടോ. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചോ? ചോദ്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായിരിക്കും, എന്തിനാ വിഷമമാകുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഐ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കുട്ടികളിൽ സ്റ്റഡി നടത്തിയെടുത്ത് ഒരു സർവേയുടെ ഫലത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് സർവേ നടത്തിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ നമ്മൾ നല്ല ബുദ്ധിയുണ്ട്, മുതിർന്ന കുട്ടികളെന്ന് വിചാരിക്കേണ്ട മനസ്സിലുള്ള ഭീതികളാണ് അതിനെടുത്തതാണ്, വെറുതെ കടലാസ് എഴുതി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇത് നോക്കുക, ഐ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ശരിക്കും മനസ്സിലാകത്തില്ല. എനിവേ ഐ വിൽ നോട്ട് പാസ്. ഓ ഏതായാലും ഞാൻ ജയിക്കാനൊന്നും പോകുന്നില്ല.
ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ ഇരിപ്പുണ്ട്, ആരെങ്കിലും ഇരിപ്പുണ്ട്. എന്നാൽ ചിലരങ്ങനല്ല, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, ഞാൻ ഉയർന്ന മാർക്ക് മേടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ ആ ആത്മവിശ്വാസം മനസ്സിൽ പ്രതിധ്വനിക്കുന്ന കുട്ടികളുമുണ്ട്. പക്ഷെ ചിലരങ്ങനല്ല, ടഫായിരിക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഒന്നിൽ പഠിക്കുന്നു. വെരി ഗുഡ്. മനസ്സിലാവുന്നുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട. ഓക്കെ, അവൻ ഒന്നിലാണ് പഠിക്കുന്നത്. എൻ്റെ കാലെടുത്ത് തോണ്ടുന്നുണ്ട്. അപ്പോൾ I will understand the question. Anyway, I won't pass. Unless I know everything, I can't pass the examination. എല്ലാം അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല. എടാ, ലോകത്തിൽ എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനുമില്ല. നിങ്ങളെ മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്ക് എല്ലാം അറിയാം. നിങ്ങളെ മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്ക് ആ ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് നല്ലോണം അറിയാം. ലോകത്തിലെ മാത്തമാറ്റിക്സിന്റെ 1% അവർക്കറിയാവൂ. ഇപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 53 കൊല്ലം ഈ ഡിഗ്രി എടുത്തയാളാ. ഞാൻ 4 പുസ്തകം എഴുതില്ല ആ വിഷയത്തിൽ. ഞാൻ 15 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പവർ ഹൗസ് വർക്ക്. പക്ഷേ എൻ്റെ ഇലക്ട്രിക്കൽ ഈ അറിവെന്ന് പറയുന്നത് ലോകത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 1% കാണുള്ളൂ, ഇല്ലേ? അപ്പൊ എല്ലാം അറിഞ്ഞാലേ പരീക്ഷ വഹിക്കുള്ളൂ. അങ്ങനെ ഇല്ല, അത് തെറ്റാണ്. നിങ്ങൾക്ക് സ്വല്പം അറിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ. അതുപോലെ എസ് എ ക്വസ്റ്റ്യൻ വരുന്നു, കുറച്ചേ അറിയാം, അത് എഴുതുക. എസ് എ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചോദ്യം ഉത്തരം എഴുതണം. എല്ലാത്തിൻ്റെയും പൂർണ്ണ ഉത്തരം പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടേ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ? പെർഫെക്ഷൻ അങ്ങനെ ലോകത്തിലൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ടാഗോർ ഏറ്റവും വലിയ ചിന്തകനായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ പറ്റി ഒരു സ്വപ്നം കണ്ടിരുന്നു. 7 കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഗീതാഞ്ജലിയിലെ ഒരു വരിയുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? Where tireless striving stretches its arms towards perfection, where tireless striving stretches its arms towards perfection, into that heaven of freedom, my father, let my country awake. എൻ്റെ രാജ്യം എങ്ങനെയായിരിക്കണം ടാഗോറിന്റെ സ്വപ്നത്തില്ലേ? എന്താണ് ടയർലെസ് സ്ട്രൈവിംഗ്? അക്ഷീണമായ യത്നം എവിടെയാണോ പരിപൂർണതയെ പിടിക്കാൻ ശ്രമിക്കുന്നത്. പെർഫെക്ഷനിലോട്ട് കൈ നീണ്ടു പോകണമെന്നേ ടാഗോർ കണ്ടുള്ളൂ. പെർഫെക്ഷനെ കയറി പിടിക്കണമെങ്കിൽ പെർഫെക്റ്റ് ആയിപ്പോയാൽ നിങ്ങൾ ഈശ്വരനായി പോകും. ഏത് മനുഷ്യനും കുറവുകളുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത്, ഒരു ചോദ്യത്തിന് ഉത്തരം മുഴുവനും അറിയാൻ വയ്യ, പരിഭ്രമിക്കണ്ട. എല്ലാം അറിയാവുന്നവരാരും ഈ ലോകത്തിലില്ല. കുറെ പോയ അറിവില്ലാത്തവർ കുറേയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അറിയാവുന്നത് എഴുതുക. അതാണ്. ഇനി എല്ലാം അറിയാമെങ്കിലേ എനിക്ക് അൺലെസ് ഐ നോ എവറിഥിങ് ഐ കാൻറ്റ് പാസ് ദി എക്സാമിനേഷൻ. തെറ്റ്. ഐ വിൽ ഫർഗെറ്റ് എവറിഥിങ് ദി എക്സാമിനേഷൻ ഹോൾ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ പള്ളി ഡോക്ടറായിരിക്കുന്ന പെൺകുട്ടി എല്ലാം മറന്നു. ഇവള് 2 കൊല്ലം കുത്തിപ്പടി രാപകല് പഠിച്ചത് എല്ലാം കൂടെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മനസ്സിലെ ഒരു ഭീതിയാണ്, അതിന്റെ ഫലമാണ്. പിന്നെ വേറെ ചിലരുണ്ട്, അവസാനം 2 ദിവസം പഠിച്ചാൽ മതി, എല്ലാം ഫ്രഷ് ആയിരിക്കും. എന്തിനാ ഇപ്പോഴേ ബുദ്ധിമുട്ടുന്നത്? എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവൻ 3 മാസം പഠിക്കണം, ഞാൻ ഇരിക്കുന്നത്. ഞാൻ 2 ദിവസം കൊണ്ട് ഇതൊക്കെ പഠിച്ചു കളയും, വെട്ടി വിഴുങ്ങിക്കളയും. അങ്ങനെ വെട്ടി വിഴുകാൻ പറ്റില്ല. അതാണ് യു ക്യാൻ ലേൺ എവറിഥിങ് ഇൻ ദ പ്രീവിയസ് നൈറ്റ്. യുവർ മെമ്മറി ഈസ് ഫ്രഷ്. ഫ്രഷ് ആയിരിക്കുമല്ലോ. നീയൊക്കെ 6 മാസവും പഠിച്ചൊക്കെ മെമ്മറിയൊക്കെ പോയി കിടക്കാടാ. ഞാൻ അവസാനം 2 ദിവസം പഠിച്ചങ്ങ് സ്കോർ ചെയ്യും. ഇതൊക്കെ വെറും സ്വപ്നമാണ്. നമ്മൾ ചിട്ട ഒപ്പിച്ച് കുറേശ്ശെ പഠിച്ചു പോവുകയാണ്. ഇഫ് ഐ ഫെയിൽ ഇൻ ദി എക്സാമിനേഷൻ എവരിവൺ വിൽ മേക്ക് ഫൺ ഓഫ് മീ. ഈ എൻട്രൻസ് പരീക്ഷ പല കുട്ടികളും ഞാൻ അത് കഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഈ പരീക്ഷ എഴുതുന്നതിന് പകരം അവർ പേടിച്ചുകൊണ്ടിരിക്കുക. ഇത് കിട്ടിയില്ലേ എന്നത് ഫലമായിരിക്കും. അച്ഛൻ എന്ത് പറയും, അമ്മ എന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, അയൽവക്കം എന്ത് പറയും, നീ ഇത്ര പഠിച്ചിട്ട് ഈ റാങ്കേ കിട്ടിയുള്ളൂ, 15,000 ആണോ കിട്ടിയത്? ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക എൻട്രൻസ് പരീക്ഷ ഹോളിൽ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പൈസയുടെ പ്രയോജനമില്ല. അപ്പൊ പരീക്ഷാ ഹോളിൽ എന്തിനെ പറ്റി ആലോചിക്കണം? ചോദ്യത്തെ പറ്റി ആലോചിക്കണം, ഉത്തരത്തെ പറ്റി ആലോചിക്കണം, വേറെ ഒന്നും ആലോചിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പരീക്ഷ ഹാളില് ഞാൻ പറഞ്ഞല്ലോ, ദ സ്റ്റുഡന്റ് ഹു നോസ് മോസ്റ്റ് ഡിഡ് നോട്ട് നെസറലി സ്കോർ ദ ഹയസ്റ്റ് മാർക്സ്. ഏറ്റവും കൂടുതൽ അറിയുന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഇപ്പൊ പരീക്ഷയ്ക്ക് കേരളത്തില് വലിയൊരു സൗജന്യമുണ്ട്. എന്താണ്? ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്, ഇല്ലേ? 15 മിനിറ്റ്. പണ്ടൊന്നും അങ്ങനൊന്നും ഇല്ല, ബെല്ലടിച്ചാൽ ക്വസ്റ്റ്യൻ വരും. 15 മിനിറ്റ് ചോദ്യ ക്ലാസ് നമുക്ക് സമയം കിട്ടില്ലേ? അപ്പൊ മനസ്സിന് അല്പം ഒരു ഓടി വേർത്തൊക്കെ വരികയാണെങ്കിലും ഈ 15 മിനിറ്റ് തരം മനസ്സൊരു ശാന്തത, ഏതൊക്കെ ചോദ്യം ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് മനസ്സ് ശാന്തമാക്കി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണം. പിരിമുറുക്കം കൊണ്ട് ഒരു ഗുണമില്ല, എനിക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാൽ സാർ ഉത്തരക്കടലാസ് തരത്തുള്ളൂ, ആൻസർ പേപ്പർ തരത്തുള്ളൂ. ആ കൂൾ ഓഫ് ടൈം നല്ലോണം റൂഫിൽ നോക്കിയിരിക്കരുത്, ചുമ്മാ ഇരിക്കുക, ആയിരിക്കണ്ട. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ മനഃപൂർവ്വം പ്രയത്നം ഈ കൂൾ ഓഫ് ടൈമിൽ. പിന്നെ ഏറ്റവും നല്ല സ്ട്രാറ്റജിയൊക്കെ വേണം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ
6 ചോദ്യം ഏതെങ്കിലും 5 ഏതൊക്കെയാണ് വേണ്ടതെന്ന് 5 ടിക്ക് ചെയ്ത് വെക്കണം. ആൻസർ ചെയ്യുമ്പോൾ അത് ക്രോസ് ചെയ്യണം. ചോദ്യത്തിൻ്റെ നമ്പർ തെറ്റരുത്. ചോദ്യക്കടലാസിൽ നിങ്ങളുടെ നമ്പർ എഴുതരുത്. ഞാൻ പല വർഷം ഈ പരീക്ഷ പേപ്പർ നോക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പറില്ല. ക്വസ്റ്റ്യൻ പേപ്പർ 9 ആമിന് ആദ്യം അവൻ്റെ നമ്പർ ഇടുക. നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ ചെയ്യുന്ന തെറ്റ് വേറെ തെറ്റ്. ഹോൾ ടിക്കറ്റിൻ്റെ നമ്പർ ഓർമ്മയിൽ നിന്ന് എഴുതുക. 5 അക്കം 6 അക്കം ഉള്ളതായിരിക്കും, അക്കം തെറ്റിപ്പോവില്ല. ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് നോക്കിയപ്പോൾ കാരണം ചെറിയ തെറ്റുകളായി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ വരുത്തരുത്. ഒരു ചോദ്യവും വിട്ടുകളയരുത്. അറിയാവുന്ന ഭാഗികമായിട്ടെങ്കിലും നമ്മൾ നോക്കണം. ഒബ്ജക്റ്റീവ് ചോദ്യം ഉണ്ടെങ്കിൽ ചോയ്സ് കാണുകയില്ല, ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് എഴുതിക്കൊണ്ടാൽ മതി. അതിനെപ്പറ്റി ആലോചിക്കാൻ പാടില്ല, അറിയിക്കരുത്. പിന്നെ വേറൊരു തെറ്റ് നമുക്കൊക്കെ വരുന്നത്, ഇപ്പം 2 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, അത് മുഴുവനും ആൻസർ പേപ്പർ വിളമ്പിക്കളയാമെന്ന് വിചാരിക്കും. ഈ വിളമ്പലിന് വേണ്ടി നമ്മൾ 20 മാർക്കിൻ്റെ സമയം കളയും. അങ്ങനെ കളയുന്നത് കൊണ്ട് ഈ 2 മാർക്കിൽ കൂടുതൽ ആരെ കൊണ്ട് പറ്റുകയല്ലോ. 2 മാർക്ക് എത്ര മാക്സിമം എത്ര കിട്ടും? 2 മാർക്ക് കിട്ടും. എത്ര എഴുതിയാൽ കൂടുതൽ കിട്ടുകയില്ല. അപ്പം മാർക്ക് നോക്കി ഉത്തരത്തിൻ്റെ നീളം നമ്മൾ നിയന്ത്രിക്കണം. അറിയാവുന്നതൊക്കെ വേണ്ട, ആൻസർ ടു ദ പോയിന്റ് ഇല്ലേ, പറയാറില്ലേ സാറന്മാർ, ആൻസർ ടു ദ പോയിന്റ്, ചോദിച്ചത് മാത്രം നമ്മൾ എഴുതണം. അപ്പോൾ എല്ലാം അറിയാവുന്നതൊക്കെ എഴുതി കളയാം എന്ന് വിചാരിക്കരുത്. പിന്നെ പലപ്പോഴും ഉണ്ട് സമയം കിട്ടിയില്ല പിള്ളേർ എന്തായി സമയം കിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം അറിയാമോ? എനിക്ക് അറിയാമായിരുന്നു കേട്ടോ, എനിക്ക് അവസാനം 2 ക്വസ്റ്റ്യൻ അറിയാൻ വേണ്ടി എനിക്ക് ഉത്തരം ടൈം കിട്ടില്ലോ, അല്ലെങ്കിൽ എഴുതുമായിരുന്നു. വല്ല പ്രയോജനമുണ്ടോ പറഞ്ഞിട്ട്? അങ്ങനെയുള്ള പശ്ചാത്താപം വേണ്ട. ആ പശ്ചാത്താപത്തിൻ്റെ കാരണം ആവശ്യമില്ലാതെ നീട്ടി മറ്റുത്തരങ്ങൾ എഴുതിയുണ്ട്. എന്ന് മാത്രമല്ല, വാച്ച് കൊണ്ടുപോകല്ലോ. വാച്ച് നമുക്ക് ടൈം ചെയ്യണം, ടൈം ചെയ്ത് വേണം പോകാൻ. എത്രയായി ഇനി അരമണിക്കൂർ എഴുതിയിരുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ എഴുതുക, അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എഴുതുക. ഇപ്പം നിങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് 10ാം ക്ലാസ് ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ട് അല്ലേ, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. സോവിയറ്റ് യൂണിയൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചോദ്യങ്ങൾ. അപ്പോൾ മുഴുവൻ എഴുതിയതിൻ്റെ പോയിന്റ് എങ്കിലും എഴുതാം, പോയിന്റിനാണ് മാർക്ക്. അപ്പോൾ നമ്മൾ എല്ലാ എഴുതേണ്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതിയിരിക്കണം. അതൊന്നും വിട്ടുകളയാൻ പാടില്ല നമ്മൾ. ആദ്യത്തെ ഉത്തരം നിങ്ങൾ എല്ലാവരും പറയുന്നത് ആദ്യത്തെ ഉത്തരം നല്ല ഉത്തരമായിരിക്കണം. സമയമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. മാർക്ക് നോക്കി വേണം ഉത്തരത്തിൻ്റെ നീളം നോക്കാൻ. പിന്നെ ഈ പല പിള്ളേരും തലയിലെഴുത്ത് എഴുതാറുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറ്റുകയില്ല. എല്ലാവരുടെയും കൈ അതിമനോഹരം, സുന്ദരം, ആകർഷകം ഒന്നും ആകുകയില്ല, പക്ഷേ ലെജിബിളാകും. വായിക്കണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന ഒരു പരീക്ഷ പേപ്പർ നോക്കി ഇങ്ങനെ ഇവൻ എന്തായിരിക്കും എഴുതിയത് എന്ന് ആലോചിച്ച് എടുക്കില്ലല്ലോ. ഒറ്റ നോട്ടം നോക്കും, പേപ്പർ 600 പേപ്പർ നോക്കണേ മറിച്ച് പോവുകയുള്ളൂ. അപ്പം പ്രത്യേകം വൃത്തിയായിട്ട് വായിക്കാവുന്ന രീതിയിൽ ലെജിബിളായിട്ട് എഴുതുന്നത് പ്രധാനമാണ്. പിന്നെ ചില കുട്ടികളുണ്ട്, ഒരുപാട് ക്യാപിറ്റല്, ഒരുപാട് കളർ ലെറ്റർ, ഒരുപാട് അണ്ടർലൈൻ. എന്തോ അതിൻ്റെ അർത്ഥം? ടീച്ചറെ നിങ്ങൾ ശ്രദ്ധിക്കുകയില്ലെന്നറിയാം, അതുകൊണ്ട് സാറിൻ്റെ ടീച്ചറുടെ കണ്ണിന് മുമ്പിലോട്ട് വെച്ച് തരിക കാണാനായിട്ട്. വേണേ ഒരു ക്യാപിറ്റലോ ഒരു അണ്ടർലൈനോ ഒക്കെ ആകാം. ഒരുപാട് ഈ കളറും അണ്ടർലൈനും ആൻസർ പേപ്പർ വേണ്ട. അത്യാവശ്യം അത് നമ്മൾ ടീച്ചറെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്, അത് വേണ്ട. പിന്നെ കുറവാണെങ്കിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ചോദ്യങ്ങൾ ക്ലിയറായിട്ട് വായിക്കണം. പലപ്പോഴും നമ്മളെ ചോദ്യത്തിലെ എല്ലാ വാക്കുകളും വായിക്കാത്തത് കൊണ്ട് ചോദിച്ചതായിരിക്കില്ല എഴുതുന്നത്. നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുണ്ട്, ചോദ്യം അതായിരിക്കില്ല. എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി ആയിരിക്കാം, അതേ സംബന്ധിച്ച് മറ്റൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നിങ്ങൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെ സ്വാതന്ത്ര്യത്തെ സ്വാധീനിച്ചത് എന്നായിരിക്കാം ചോദ്യം. അപ്പോൾ ഇവിടുത്തെ അധികം പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉടനെ എഴുതി കഴിഞ്ഞു, പഠിച്ചു വന്നത്. അപ്പോൾ കെയർലെസ് ആയിട്ട് പോയിട്ട് ചോദ്യം മനസ്സിലാക്കാതെ വരും തെറ്റുകൾ, അത് പാടില്ല. പിന്നെ പരീക്ഷയിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ചിലർക്ക് പറയാം, ഞാൻ ഒരു 3 സെൻറ്റിമീറ്റർ മാർജിൻ വിടണം, ആൻസർ പേപ്പറിന് പേജ് നമ്പർ ഇടണം, അഡീഷണൽ പേപ്പറിന് നമ്പർ ഇടണമുണ്ടെങ്കിൽ. പിന്നെ അടുത്തവൻ ഈ ചില കുട്ടികളെ ആദ്യം ഞാൻ അഡീഷണൽ പേപ്പർ മേടിച്ചു, ആദ്യം വെള്ളം ചോദിച്ചു, അതിനൊന്നും യാതൊരു ക്രെഡിറ്റും ഇല്ല. നമ്മൾ ഉത്തരം വൃത്തിയായിട്ട് എഴുതുക. അവൻ അഡീഷണൽ പേപ്പർ ഞാൻ മേടിച്ചില്ലല്ലോ. ഇതൊക്കെ പിള്ളേരുടെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഒരു റിലവൻസും ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരങ്ങൾ വൃത്തിയായിട്ട് കഴിയുന്ന വൃത്തിയായിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഒരുപാട് നീട്ടി എഴുതുന്ന കാര്യമൊന്നുമില്ല, പോയിന്റ്സ് ഒക്കെ എഴുതണം. പ്രത്യേകിച്ച് എസ് എ ആണെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആൻസറിന് 2 പേജസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ പ്രധാന പോയിന്റുകൾ എഴുതുക എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം, ഈ പരീക്ഷയെപ്പറ്റി പലതും പറഞ്ഞു, ചുരുക്കിയൊന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും അത്. ഒന്ന്, പരീക്ഷയെ ഭയപ്പെടാതിരിക്കുക. അവിടെ എഴുതി വരുന്നുണ്ടത്, പരീക്ഷയെ ഭയപ്പെടാതിരിക്കുക. ആത്മവിശ്വാസം ഏറ്റവും ഉയർത്തി നിർത്തുക. വാക്കുകൾ പിന്നെ ഈ ശരിയായ രീതിയിൽ പഠിക്കുക. ഞാൻ ലേണിങ്ങിനെ പറ്റി പലതും പറഞ്ഞു, റീഡിങ്ങിൻ്റെ പറഞ്ഞു, നോക്കുന്നത് പറഞ്ഞു, ഓർമ്മ വയ്ക്കുന്നത് പറഞ്ഞു. ആ സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ പഴയ ചോദ്യക്കടലാസ് നമ്മൾ നോക്കണം. നോക്കിയിട്ട് എല്ലാം അറിയാമെന്ന് കഴിഞ്ഞ ഒരു 4 ചോദ്യക്കടലാസ് ഉത്തരവൊക്കെ അറിയാമെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ നോക്കണം തീർച്ചയായിട്ടും. ചില ഉത്തരങ്ങൾ എഴുതി നോക്കണം. ഉത്തരങ്ങൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും സ്പീഡുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ പരീക്ഷയുടെ തീയതി നേരിട്ട് എനിക്കറിയാവുന്ന കേസാണ്. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ കണക്കാണെന്ന് വിചാരിച്ചു പോയി, അവിടെ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു പരീക്ഷ. ചെറിയ കേരള സിലബസ് അല്ലേ, വലിയ മാറ്റം വരുന്നില്ലേ? പരീക്ഷ സമയം, വിഷയം അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തലേദിവസം തന്നെ വാച്ച്, പേന, പെൻസിൽ, ഇറേസർ, ഇൻസ്ട്രുമെൻറ്റ്സ്, കാൽക്കുലേറ്റർ, ഹോൾ ടിക്കറ്റ് ഇത് തലേദിവസം രാത്രി തന്നെ എടുത്ത് വെക്കണം. അയ്യോ അമ്മ കാണുന്നില്ല ഹോൾ ടിക്കറ്റ്, അത് നമ്മൾ ടെൻഷനായി കഴിഞ്ഞു. ഹോൾ ടിക്കറ്റ് കണ്ടുപിടിക്കും അമ്മ, പക്ഷേ നമ്മുടെ മനസ്സപ്പം തന്നെ വളരെ അപ്സെറ്റായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, മനസ്സ് ശാന്തമാണെങ്കിലേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വാച്ച് കൊണ്ടുപോകുന്നവർ സൂചിയുള്ള വാച്ച് കൊണ്ടുപോവുക, ഡിജിറ്റൽ കൊണ്ടുപോകരുത്. ഡിജിറ്റലിൽ ഇപ്പോൾ 11:43 എഴുതിയാൽ പോയിട്ട് 27 മിനിറ്റ് ഉണ്ടല്ലേ എന്ന് വിചാരിക്കും. സബ്ട്രാക്ട് ചെയ്യുക, ടെൻഷൻ ഇരിക്കും. 17 മിനിറ്റേ ഉള്ളൂ. സൂചിയാണെങ്കിൽ അത് പ്രധാന കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് ഡിജിറ്റൽ വാച്ചിന് ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ 43 60 കുറച്ചാൽ 27 ആണോ? നിങ്ങൾ ഇപ്പം തന്നെ ആലോചിക്കും, പല്ലോ ശരിയാണോ ഇനി പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ശരിയാണ്, 17 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സൂചിയുള്ള വാച്ച് കൊണ്ടുപോവുക. നല്ല ഒഴുക്കുള്ള പേനയായിരിക്കണം, മഷി ഒഴുകുന്നതായിരിക്കും. ചെറിയ ചെറിയ കാര്യം ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാമല്ലോ. കുതിരയുടെ കാലിലെ ആണി പോയിട്ട് യുദ്ധം തോരുന്ന കഥ കേട്ടില്ലേ? ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റുകൾ ഉണ്ടാകാം. പിന്നെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ കത്തി, ക്രിക്കറ്റ് കളി അതുമൊക്കെ ഒഴിവാക്കണം. കൈമുറിഞ്ഞാൽ പോയില്ലേ, വലത്തെ കൈ തള്ളവരൽ പോയി എഴുതാൻ പറ്റുകയില്ല. വീട്ടിൽ വഴക്കുണ്ടാക്കരുത് ഞാൻ പറഞ്ഞു. പിന്നെ പഠിക്കുന്ന സമയം, വെളുപ്പിനെ പഠിച്ചാലേ പഠിത്തം വരൂ ചെല്ലു പറയും, അപ്പൂപ്പന്മാരൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുക. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അലാറം വെച്ചോളണം. അലാറം വെക്കണം. തെറ്റിപ്പോയി രാവിലെ ഇത്രയും പഠിക്കാന്ന് ചോദിച്ച് കിടക്കുന്നു, രാവിലെ ഉണന്നുമില്ല, 7:30 പോയി, 5:30 പകരം കാറ്റുപോകും. അലാറം വെച്ചോളണം. ഈ കാലത്തെ എഴുന്നേൽക്കാൻ പറ്റിയ ഒരു സംഭവം ഞാൻ പറയാം. സ്കൂളിൽ പോകാൻ മടിയാ മകന്. അപ്പോൾ 7:30 എഴുന്നേൽക്കുന്നില്ല. അമ്മ വന്ന് എഴുന്നേക്കടാ എന്ന് പറഞ്ഞു, എഴുന്നേൽക്കുന്നില്ല. എന്നിട്ട് തലയാൻ ഒരു വന്ന് വെള്ളം ഒഴിക്കുന്നു പറഞ്ഞു, എന്നിട്ടും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തുകൊണ്ടാ പോകാത്തത്? അത് 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുട്ടികൾക്കാർക്കും എന്നെ ഇഷ്ടമില്ല. 2, അധ്യാപകർക്കാർക്കും എന്നെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്, എഴുന്നേൽക്കുന്നില്ല. അമ്മ അത് പറ്റി എഴുന്നേക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അമ്മ 2 കാരണം പറയുമെന്ന് പറഞ്ഞു എഴുന്നേൽക്കാനുള്ളത്. 1, നിനക്ക് 52 വയസ്സായി. 2, നീ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ ഈ എഴുന്നേൽക്കുന്നതിന് എല്ലാവർക്കും ഒരു മടി രാവിലെ ഉണ്ടെന്നാണ് ഈ കഥ വരുന്നത്. ഞാനീ പറഞ്ഞു വന്നത്, അതിനകത്ത് നമ്മൾ ഈ പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത്, രാത്രി പഠിച്ചു കിടക്കുന്നൊരു കുഴപ്പമില്ല, വെളുപ്പിനെ എഴുന്നേൽക്ക് ശീലമുള്ളവരെ സംബന്ധിച്ച് അലാറം വയ്ക്കണം. അതൊക്കെ തെറ്റുകൾ നമുക്ക് വരാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ പിള്ളേരത്. ഈ ഡിസ്കഷൻ കൂടുതൽ തോറും നിങ്ങൾക്ക് ചില ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാവും പറയും, നിങ്ങൾക്ക് ടെൻഷനാകും, അതിന് പോകണ്ട. പിന്നെ പരീക്ഷ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ടോയ്ലറ്റിൽ പോവുക. നിസ്സാരമെന്ന് വിചാരിക്കരുത്. നമുക്ക് എപ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. 1 മണിക്കൂർ നേരം ഇത് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. കുട്ടികളാണെങ്കിലും വിഷമം ഉണ്ടാകും. ഫോക്കസ്, അറ്റൻഷൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ചെറുതെന്ന് വിചാരിക്കേണ്ട, പലപ്പോഴും പലർക്കും വിലയുള്ള കാര്യങ്ങളാണത്. ആത്മവിശ്വാസത്തിൽ ഹാളിൽ കയറണം, അറിയാവുന്ന കാര്യത്തെ ആലോചിക്കണം. ഇനി പരീക്ഷ ഹാളിനകത്ത് കയറിക്കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ.
എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിലുള്ളത് കഴിയും. കാം ആൻഡ് കമ്പോസ്ഡ്, സുഖമായിട്ട് പോയിരിക്കണം. ഇൻവിജിലേറ്റർ, അവിടെ സാറിനെ ഇൻവിജിലേറ്റർ എന്നാണ് പേര്, അത് പറയുന്നതെല്ലാം കേൾക്കണം. ശരിയായ ക്വസ്റ്റ്യൻ പേപ്പറാണോ നോക്കണം. ഇപ്പോൾ +2 കുട്ടികൾക്ക് പല ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കേ, ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആണോ നോക്കണം. അത് മേടിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻ എല്ലാം ശരിക്കും വായിക്കണം. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണോ 6 ക്വസ്റ്റ്യൻസ് ആണോ അതൊക്കെ വായിക്കണം. റോൾ നമ്പർ ഹാൾ ടിക്കറ്റ് നോക്കി എഴുതണം. ആവശ്യമില്ലാതെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്. ആ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഏതുമാവട്ടെ, വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇതേപ്പറ്റി മാത്രം ചിന്തിക്കുക. ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് ആദ്യം ടിക്ക് ചെയ്യണം. ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അത് ക്രോസ് ചെയ്യണം. നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈമിൽ അത് സാധിക്കും. അപ്പോൾ നമ്മൾ പരീക്ഷ ഹാളിലെ ആദ്യത്തെ ആൻസർ നല്ല എഴുതുന്നൊക്കെ ഞാൻ പറഞ്ഞു. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പറയാൻ മാർജിൻ ഒരു 3 സെൻറ്റിമീറ്റർ മാർജിൻ ഇട്ട് എഴുതണം. വളരെ വലിയ അക്ഷരങ്ങളിലോ വളരെ ചെറിയ അക്ഷരങ്ങളിലോ എഴുതരുത്, വായിക്കാവുന്ന പോലെ എഴുതണം. പടം വരയ്ക്കുന്നത് ഒരു പേജ് നിറച്ച് സ്കെച്ച് വരയ്ക്കാനൊന്നും വേണ്ട, കാണാവുന്ന രീതിയിൽ. സ്കെച്ചിന് മോടി പിടിച്ച് സമയം കളയരുത്. സ്കെച്ചുകൾ ഇപ്പോൾ ലെൻസിൻ്റെ വരയ്ക്കുന്നു, ഫോക്കസ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു നിങ്ങൾ കോൺകേവ് മിററിൻ്റെ ഇമേജിൻ്റെ വരയ്ക്കുന്നു. അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ അത് കാര്യം വ്യക്തമാക്കുന്ന രീതി. ഒരുപാട് മോടി പിടിപ്പിക്കാൻ പോയി സമയം കളയണ്ട, അതിൻ്റെ ആക്യുറസിയാണ് നോക്കുന്നത്. എസ്സേയിൽ സിമ്പിൾ ലാംഗ്വേജ് ഷോർട്ട് സെൻറ്റൻസ്. നിങ്ങൾ കൂടുതൽ എഴുതുന്തോറും കൂടുതൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. നീണ്ട വാക്യങ്ങൾ എഴുതുമ്പോൾ ഗ്രാമർ തെറ്റാൻ സാധ്യതയുണ്ട്. ചെറിയ വാക്യങ്ങളൊക്കെ എഴുതിയാൽ മതി. 10 ആയാലും 12 ആയാലും ആവശ്യമേ ഉള്ളൂ. ഏത് ക്ലാസ്സിലും അതിന് മതി, കാര്യം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കണം, സമയം പോരാതെ വരരുത്. അണ്ടർലൈനിങ് ക്യാപിറ്റൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. പിന്നെ എല്ലാ ഉത്തരവും തീർന്നു, 20 മിനിറ്റ് ഉണ്ട്, എന്ത് ചെയ്യണം? ഇറങ്ങി പോവുക എന്നുള്ളതാണോ? ഒരിക്കലും ഇറങ്ങി പോകരുത്, അവിടെ ഇരിക്കണം. വീണ്ടും വായിച്ച് നമുക്ക് തെറ്റ് വന്നെങ്കിൽ തിരുത്തി കണക്കൊക്കെ നോക്കി, കണക്കിനെല്ലാം സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പിന് മാർക്കുണ്ട്. ചിലപ്പോൾ നമ്മളിന്ന് കുടിക്കുമ്പോഴേ 6, 5, 40 കൂട്ടി പോയാൽ ഉത്തരം തെറ്റും. പക്ഷേ ആ സ്റ്റെപ്സ്, അതിൻ്റെ ലോജിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ അതേപ്പറ്റി ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അത് കഴിഞ്ഞ് അടുത്തേക്ക് പോവാം. ചിലപ്പോൾ നമുക്കൊരു വാക്ക് ഓർമ്മ വരികയില്ല. ആ വാക്ക് ഓർമ്മ വരുന്നവരെ അവിടെ നിൽക്കണ്ട. നമ്മൾ സ്പേസ് ഇട്ട് എഴുതി പോവുക, പിന്നെ ഓർമ്മ വരുമ്പോൾ മടങ്ങി വരിക. ഇത് കുട്ടികൾക്ക് എക്സാമിനേഷൻ ഹാളിൽ സമയം നഷ്ടപ്പെടാൻ ഉള്ള കാരണങ്ങളിൽ ചിലതാണ്. പിന്നെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേ ഈ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഈ പോലീസ് ഹെഡ് കോൺസ്റ്റബിളിനെ പോലെ കുട്ടികളെ ചോദ്യം ചെയ്ത് തളർത്തരുത്. നീ അങ്ങനെ എഴുതിയോ, ഇങ്ങനെ എഴുതിയോ, ഇതുപോലും എഴുതിയില്ല, നീ എന്തിനാണ് ഇവിടെ പഠിച്ചത്? അങ്ങനെ കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സ് വല്ലാതെയാകും. ഒരു തെറ്റ് വന്നെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം പരീക്ഷ മുഴുവൻ കഴിഞ്ഞ് മതി. 1ാമത്തെ 2ാമത്തെ ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം വേണ്ട. ആ പോസ്റ്റ്മോർട്ടം അനാലിസിസ് നടത്തിയാൽ നമ്മുടെ മനസ്സ് വല്ലാതെ തെറ്റ് വരുന്നത് വന്നു കഴിഞ്ഞല്ലോ. തെറ്റ് വന്നത് വരുത്തി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അടുത്തത് ആ തെറ്റ് വരുത്താതിരിക്കാം. തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുകയും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്താണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. തെറ്റിന് പഴിച്ചുകൊണ്ട് ശകാരിക്കാൻ ഒരിക്കലും പാടില്ല രക്ഷിതാക്കൾ. നിങ്ങൾ മനസ്സുകൊണ്ടും വേണ്ട, രക്ഷിതാക്കൾ അത് ചെയ്യാൻ പാടില്ല. ഡീറ്റെയിൽസ് അനാലിസിസ് അത് കഴിഞ്ഞ് മതി. പിന്നെ പൊതുവേ ചില കാര്യങ്ങൾ ഞാൻ ഈ പരീക്ഷയൊക്കെ പറഞ്ഞു. ഈ പരീക്ഷയൊക്കെ ജീവിതമാകുന്നൊരു വലിയ പരീക്ഷയുണ്ടല്ലോ നമുക്ക്. അതുകൂടെ മനസ്സിൽ 1-2 കാര്യങ്ങളിലൂടെ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ പലപ്പോഴും വിനയത്തോടുള്ള പെരുമാറ്റം ജീവിതത്തിൽ ആവശ്യമാണ്. അതാ ലെറ്റ് us be polite to everyone. Let us be punctual. പരീക്ഷയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ 6 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ ചെല്ലണം. 6:05 വന്നിട്ട് ട്രാഫിക് ജാമാണ്, അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ ഗസ്റ്റ് വന്നു, അതൊന്നും പറയാൻ പാടില്ല. ലെറ്റ് us be ടീം പ്ലേയേഴ്സ്. എപ്പോഴും സഹകരണം വേണം മനുഷ്യർ. എത്ര മിടുക്കനായാലും ഒരു ടോപ്പിൽ ഒറ്റ ആളെ കൊണ്ട് നമുക്കത് വിജയിക്കാൻ സാധ്യമല്ല. പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം. അടുത്തയാളുടെ ലവ് യുവർ നെയ്ബർ എന്ന് പറയുന്നു. ലവ് ദൈ നെയ്ബർ ആസ് തൈസെൽഫ്, ജീസസ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ വരി നമ്മളിപ്പോൾ പോകേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ക്ലിയർ ഗോൾ ഇൻ ലൈഫ്. എന്താണ് ചെയ്യുന്നത്, ഏതാണ് പരീക്ഷ, ഈ പരീക്ഷ എന്താണ്, അത് കഴിഞ്ഞ് എന്താണ്. ഇപ്പോൾ ബോംബെക്ക് ട്രെയിനിൽ കയറുന്നു. ബോംബെക്ക് ട്രെയിനിൽ കയറുന്ന ഏത് മണ്ടനും ബോംബെ ചെന്ന് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്ന കൂടെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ +2 കോമേഴ്സ് അങ്ങ് ചേർന്നു, എൻ്റെ മകൻ +2 കോമേഴ്സ്, ഇനി എന്ത് ചെയ്യാം സാറേ ചോദിക്കുക. അങ്ങനെ പാടില്ല. അപ്പോൾ നമുക്കെപ്പോഴും ഒരു വ്യക്തമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ലെറ്റ് us plan your work and work your plan. നിങ്ങൾ ഷെഡ്യൂള്, ഇനി പരീക്ഷയ്ക്ക് 23 ദിവസമുണ്ട്. തിങ്കളാഴ്ച മോഡൽ പരീക്ഷ തുടങ്ങുന്നില്ല SSLC-കാർക്ക്, എനിക്കറിയാം. തിങ്കളാഴ്ച മോഡൽ തുടങ്ങുന്നുണ്ട്. മോഡൽ വന്നോട്ടെ, മോഡലിലെ തെറ്റുകൾ നോട്ട് ചെയ്തോളണം. മോഡലിൽ വരുന്ന തെറ്റുകൾ നോട്ട് ചെയ്ത് പിന്നെ വരുത്താതിരിക്കണം.
അപ്പോൾ നമ്മൾ മോഡൽ വരുന്നു, മറ്റേ പരീക്ഷ വരുന്നു, ആ ചിട്ട ഒപ്പിച്ച് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ യുവർ വർക്ക് ആൻഡ് വർക്ക് യുവർ പ്ലാൻ. ലെറ്റ്സ് ഡെവലപ്പ്. അത് പിന്നെ ജനറലായിട്ട് വൃത്തിയായിട്ട് വേഷം കെട്ടി പോവുക, നല്ലോണം ആരോഗ്യം പാലിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതുണ്ടല്ലോ. കുറ്റങ്ങൾ കമ്മീഷൻ ഒമിഷൻ എന്ന് പറയും. ചെയ്യാത്ത എന്തൊക്കെയാണ്? പ്രോക്രാസ്റ്റിനേറ്റ്, മാറ്റിവെക്കുക. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആവട്ടെ. ഏത് കാര്യവും ഉടൻ ചെയ്തേക്കണം. ഇത്ര വേഗം ചെയ്തോ എന്ന് ആളുകൾ ചോദിക്കുന്ന രീതിയിൽ കഴിയുന്നതും വേഗം പഠിക്കുന്നതായാലും മറ്റൊരു കാര്യമായാലും അന്യരെപ്പറ്റി മോശമായിട്ട് സംസാരിക്കാതിരിക്കുക, പരാജയത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക, നല്ല മാർക്ക് കിട്ടുന്നതിനെ പറ്റി അസൂയപ്പെടാതിരിക്കുക. ഒരുത്തരം നല്ല മാർക്ക് കിട്ടി, വിജയം വന്നു, നമുക്ക് സന്തോഷിക്കാം. റസൂൽ പൂക്കുട്ടിക്ക് അവാർഡ് കിട്ടി, കൊള്ളാം, നമ്മുടെ കൂടുതൽ ആൾ കിട്ടിയാൽ നമുക്ക് സന്തോഷിക്കണം. ഈ എന്തിനാ അവന് കിട്ടിയത്, അവന് അർഹതയുണ്ടോ എന്ന് ചോദ്യം ഉണ്ട്. എന്തിനാ? അയാൾ അർഹതയുള്ളത് കൊണ്ട് പരിശ്രമിച്ച് കയറിയ ഒരാളെ നമുക്ക് എപ്പോഴും മനസ്സുകൊണ്ട് അനുമോദിക്കുമ്പോൾ നാം സ്വയം അനുമോദിക്കുകയാണ്. നേരെ മറിച്ച് അത് നെഗറ്റീവായിട്ട് കാണുമ്പോൾ നമ്മളും വളരെ നിഷേധ രീതിയിൽ പോകുകയും നമ്മുടെ മനസ്സ് മലിനമാകുകയും ചെയ്യുകയാണ്. അത് ഒരിക്കലും നമ്മൾ പോകരുത്. ആരെയും ആക്ഷേപിക്കാതിരിക്കുക, അസത്യം കാണിക്കാതിരിക്കുക, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സമയം പാഴാക്കാതിരിക്കുക. സമയം ഒരു വലിയ പ്രശ്നമാണിന്ന്. അറിവിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക് സമൂഹത്തിൽ വരികയാണ്. പത്രങ്ങളുണ്ട്, മാസികയുണ്ട്, TV ഉണ്ട്, SMS ഉണ്ട്, എല്ലാം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ എല്ലാം വന്നുകൊണ്ടിരിക്കുക, നമുക്ക് നേരം വളരെ കുറവാണ്. അപ്പോൾ പ്രധാന കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. ഈ മൊബൈൽ ഫോണും പറ്റി ഞാൻ കാണുന്നൊരു കുട്ടികൾ തിരുവനന്തപുരത്ത്, എറണാകുളത്ത് എപ്പോഴും പോകുന്നതാണ്. രണ്ടും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക റോഡിൽ കൂടെ. എന്താണ് ഇവർ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ഇത്ര കോണ്ടാക്ട്സ് ഇവർക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ സമയം ഒരുപാട് പാഴാക്കാൻ പാടില്ല. അത് പരീക്ഷയാണെങ്കിലും അല്ലെങ്കിലും അത് കാര്യം വേണം. നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇനി ഞാൻ 1-2 കാര്യങ്ങളിലൂടെ ഇപ്പോൾ നേരത്തെ ബിഷപ്പ് തിരുമേനി പറഞ്ഞു, കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുള്ളത് ഈ ടെൻഷൻ, ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഒക്കെയാണ്. അപ്പോൾ അതാണ് ഈ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന മോട്ടോർ കാർ വ്യവസായത്തിൽ പറഞ്ഞത്, ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു എ തിങ് or that you cannot do a thing, neither case you are right. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ വിചാരം ശരിയാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതും ശരിയാണ്. എനിക്ക് പഠിച്ച് നല്ലോണം പരീക്ഷ എഴുതാം എന്ന് വിചാരിച്ചാൽ അത് ഏറ്റവും നല്ല ചിന്തയാണ്, ഞാൻ വിജയിക്കുകയും. ഹെൻറി ഫോർഡ് നിസ്സാരനല്ല. മോട്ടോർ കാർ വ്യവസായം ലോകത്തിൽ ആരംഭിച്ച ആളാണ് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞതാണ് വലിയ മഹാവിജയങ്ങൾ നേടിയ ആളാണ്. നിങ്ങൾ ഗെയിൽ ഡെവേഴ്സ് കേട്ടിട്ടുണ്ടോ? ഗെയിൽ ഡെവേഴ്സ് ആർക്കും അറിയാം? ഗെയിൽ ഡെവേഴ്സ് ആരെന്നറിയാം? അറിഞ്ഞുകൂടാ? അതാണ് നമ്മുടെ ഈ അറിവിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതാണ്. ഗെയിൽ ഡെവേഴ്സ് ഒരു അത്ലറ്റ് ആയിരുന്നു, ഒരു വനിതാ അത്ലറ്റ് ആയിരുന്നു. അവർ ബാഴ്സലോണ ഒളിമ്പിക്സിൽ 1992 ഗോൾഡ് മെഡൽ മേടിച്ചു 100 മീറ്ററിന്. 1996 അറ്റ്ലാന്റയിലും അങ്ങനെ മേടിച്ചു. 2 ഒളിമ്പിക്സിൽ അടുപ്പിച്ചടുപ്പിച്ച് ഗോൾഡ് മെഡൽ 100 മീറ്റർ മേടിച്ചു. അങ്ങനെ മേടിച്ചൊരു വേറെ ഉണ്ട്. എന്താ ഈ ഗെയിൽ ഡെവേഴ്സിന്റെ പ്രാധാന്യം? ഗെയിൽ ഡെവേഴ്സ് എന്ന പെൺകുട്ടി ഈ ആദ്യത്തെ പറഞ്ഞ 92 ഒളിമ്പിക്സ്, അതിന് 18 മാസം മുൻപ് അവർക്ക് ഗ്രേവ്സ് ഡിസീസ് എന്നൊരു രോഗം ബാധിച്ചു. അത് കലശലായി. ഡോക്ടർമാർ അവരുടെ കാലുകൾ രണ്ടും തുടയിൽ വെച്ച് മുറിച്ച് കളയണമെന്ന് നിർദ്ദേശിച്ചു. അവൾ നേരത്തെ അത്ലറ്റാണ്. അവൾ പറഞ്ഞു, എൻ്റെ കാല് മുറിക്കുന്നില്ല, കുഴപ്പമാണ്, ഉടലിലേക്ക് കയറും. അവൾ പറഞ്ഞു, കയറിക്കൊള്ളട്ടെ, കാലില്ലാതെ എനിക്ക് ജീവിക്കണ്ട. ഈശ്വര കൃപ കൊണ്ടോ എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ, അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ അവളുടെ രോഗം ക്രമേണ ഭേദമായി. അവൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞു, കയറിൽ പിടിച്ച് നടന്നു, ഓടി, കോച്ചിൻ്റെ ഉപദേശം കൊണ്ട് ഓടി, അത് പെർഫെക്റ്റായി. 1992 ഈ ഭൂമിയിലെ ഏറ്റവും വേഗം കൂടിയ വനിതയാണ് അവളെന്ന് തെളിയിച്ചു. 96 വീണ്ടും തെളിയിച്ചു. ആത്മവിശ്വാസത്തിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് പെൺകുട്ടി വിജയിച്ചത്. അച്ഛനമ്മമാർ പോലും കാല് മുറിക്കാൻ പറഞ്ഞു, കാരണം അവൾ മരിക്കല്ലോ, ജീവിതം മതിയല്ലോ, അച്ഛനമ്മമാർ മകൾ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. അവളുടെ ഒരു ഇത് കൊണ്ടാണ് നിന്നത്. ഹെലൻ കെല്ലർ നിങ്ങൾ കേട്ടിരിക്കും. 2.5 വയസ്സായപ്പോൾ കണ്ണില്ല, കാതില്ല, ഊമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിദഗ്ധരിൽ ഒരാളായിത്തീർന്ന അമേരിക്കൻ വനിതയാണ് ഹെലൻ കെല്ലർ. അവരുടെ ആത്മകഥ നിങ്ങൾ വായിച്ച് നോക്കണം. നമ്മൾ രോമാഞ്ചകഞ്ചുകിത ഗാത്രരായി പോകും അത് വായിച്ചു കഴിയുമ്പോൾ. അത്രമാത്രം നമ്മളെ
പ്രചോദിപ്പിക്കുന്ന ആശയങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയുള്ള ഒരു പുസ്തകമാണത്. ജോൺ മിൽട്ടൺ, ഷേക്സ്പിയർ മിൽട്ടൺ എന്ന് പറയും. ഈ ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് പ്രധാനപ്പെട്ട കൃതിയാണ്. അന്ധനായി കഴിഞ്ഞാണ്, അതിനുശേഷമാണ് ഈ കൃതി എഴുതിയത്. ഗ്രീക്ക് പുരാണങ്ങളെ ആസ്പദമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വായിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? 2 പെൺമക്കളുണ്ട്, അതുങ്ങൾ വായിച്ചു കൊടുക്കും. അവർക്ക് ഗ്രീക്ക് ഭാഷ അറിഞ്ഞുകൂടാ, അവരിങ്ങനെ തത്തെ പോലെ വായിക്കുക. അപ്പൊ ആരാ ശരിക്കും ഇത് മിൽട്ടൺ കേൾക്കുക? ആരാ ശരിക്കും വായിച്ചത്? ഈ മക്കള് ഈ ചുണ്ടനക്കിട്ടേ ഉള്ളൂ, അവർക്കതിന്റെ സാരം അറിഞ്ഞുകൂടാ. സാരം ആര് മനസ്സിലാക്കി? മിൽട്ടൺ. അതാണ് ഞാൻ വായനയെ പറ്റി പറഞ്ഞത്. വായന ചുണ്ടനക്കനല്ല, ബ്രെയിനിൻ്റെയാണ്. അതിനുശേഷം അദ്ദേഹം അത് മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴി മാറ്റി സ്വന്തമായ കൽപ്പനകളിലൂടെ ചേർത്ത്. അതാണ് പ്രശസ്തമായ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളത്. ബീഥോവൻ നിങ്ങൾ കേട്ടിരിക്കും, സംഗീത ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ 9ാമത്തെ സിംഫണി പാശ്ചാത്യ സംഗീത ചരിത്രത്തിൽ നിർണായകമായ ഒരു കാര്യമാണ്. ചെവി കേൾക്കാത്ത കാലത്ത് അദ്ദേഹം എഴുതിയത്. നോക്കണം, എന്തെല്ലാം വൈകല്യങ്ങൾ, പോരായ്മകൾ ഉള്ള ആളുകളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. FDR, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. 39ാമത്തെ വയസ്സിൽ ആണ് പോളിയോ രോഗം വന്നു. അത് കഴിഞ്ഞ് 11-12 കൊല്ലം കഴിഞ്ഞ് പ്രസിഡന്റ് ആവുന്നു. 4 വട്ടം പ്രസിഡന്റായി. ഒബാമയ്ക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പോൾ ഈ പോളിയോ രോഗം വന്ന അദ്ദേഹം ഇങ്ങനെ അതൊക്കെ തോമസ് ആൽവ എഡിസൺ 2.5 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് തലയിൽ ചെളിയ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോയി. അമ്മ പറഞ്ഞു, ഇതിലെ ചെളിയൊന്നുമല്ല മോനെ എന്ന് പറഞ്ഞു. ന്യൂസ് പേപ്പർ വിറ്റു. 1200ഓളം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ വിധാതാവാണ്. ലോക ചരിത്രത്തിൽ അത് ഭേദിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത് ആത്മവിശ്വാസത്തിന്റെ നിദർശനങ്ങളായ ചില കഥകളാണ്. ഡോക്ടർ ഐൻസ്റ്റൈൻ പോളിടെക്നിക് എൻട്രൻസ് പരീക്ഷയെ തോറ്റു. പോളിടെക്നിക് എൻട്രൻസ് പരീക്ഷ തോറ്റയാളായി ഈ ഐൻസ്റ്റൈൻ. നമ്മളിപ്പോൾ അതുകൊണ്ടല്ലോ അദ്ദേഹത്തെ അറിയുന്നത്. 20ാം നൂറ്റാണ്ടിലെ ജീവിച്ച ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരാൾ അദ്ദേഹമായ നിസ്സംശയം, നിസ്തർക്കം ആരും പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ മഹാവിജയങ്ങളുടെ ചില കഥയാണ്. സുധാചന്ദ്രൻ നിങ്ങൾക്കറിയാം, ജയ്പൂരിലേക്ക് വെച്ച് നൃത്തം ഏറ്റവും പ്രാധാന്യമുള്ള മയൂരി ചിത്രത്തിലെ ഹീറോയിനായിട്ട് അഭിനയിച്ചു. തടി കൊണ്ട് കാലി വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഇച്ഛാശക്തിയുടെ കാര്യമാണ്. ശങ്കരാചാര്യർ കാലടി ജനിച്ചു. അദ്ദേഹം കാശ്മീരം വരെ, ഞാൻ ശ്രീനഗർ ടെമ്പിളിൽ കയറിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് എനിക്ക് 40 വയസ്സുള്ളത് കയറി, എനിക്ക് കയറാൻ വിഷമമായി. അവിടെ പോയി ടെമ്പിൾ വെച്ച് ഇതുണ്ടാക്കിയിട്ട് ഇന്ത്യ ഒട്ടുക്കും സഞ്ചരിച്ചു. എല്ലാ പണ്ഡിതനും വാദത്തിൽ തോൽപ്പിച്ചു. ഭാരതീയമായ സംസ്കൃതി പ്രധാന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം വ്യാഖ്യാനങ്ങൾ, മനോഹരമായ വ്യാഖ്യാനങ്ങൾ. ഇന്നും ബ്രഹ്മസൂത്രനാനിക്കാൻ നല്ല വ്യാഖ്യാനമില്ല. 32 വയസ്സിൽ മരിച്ചു. ജീസസ് ക്രൈസ്റ്റ് 34ാമത്തെ വയസ്സിലാണ് കുരിശ് കയറുന്നത്. അത് ഈശ്വരനാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് ഈശ്വരൻ അല്ലാതെ വേറെ ഒന്നുമല്ല, ദൈവം അല്ലാതെ ഒന്നുമല്ല. അപ്പൊ 34 വയസ്സൊരു പ്രായമാണോ നേട്ടത്തിന്? ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേരുടെ പേര് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ നോക്കുക. ഇതൊക്കെ മഹാവിജയങ്ങളുടെ പിന്നിൽ, വലിയ വിജയങ്ങളുടെ പിന്നിലൊക്കെ ഉള്ളത് മനുഷ്യന്റെ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും. പിന്നെയാണോ ഈ 10ാം ക്ലാസ്സിലെ ഒരു പരീക്ഷ, അല്ലെ 12ലെ ഒരു പരീക്ഷ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പരമാവധി അത് സൂക്ഷിച്ച് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആത്മവിശ്വാസം നോക്കുക, അതേ രീതിയിൽ അതിൻ്റെ പരകാഷ്ഠയിൽ നിർത്താൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കണം. കൈൻഡ്ലി ജസ്റ്റ് മൂവ്. വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ആസ്ക് ഹിം ഓൾസോ പ്ലീസ്. Live a life that matters. അതാണ് ഏറ്റവും പ്രധാനം. Victory is will. ആര് പറഞ്ഞു? നെപ്പോളിയൻ പറഞ്ഞു. ഇച്ഛാശക്തിയാണ്. പലപ്പോഴും ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടാകുമായിരിക്കാം. അതുണ്ടായെങ്കിലും അതിനപ്പുറത്തുണ്ട്. അതാണ് ask and it shall be given you, seek and you shall find, knock and it shall be opened unto you. ഇതൊക്കെ ഇവർ പറയേണ്ടതാണ്, ഞാൻ കയറി ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. കേട്ട് ആര് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ മാത്യു പറയുന്നത് വായിക്കുകയാണ് അല്ലേ? ജീസസ് പറഞ്ഞതാണ്. നിങ്ങൾ ഈ ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലും വായിക്കാറുണ്ടോ കുട്ടികളെ?
മുട്ടിയാൽ തുറക്കുമെന്നും അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം. മലയാളം പറഞ്ഞാൽ പെട്ടെന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ്, മനോഹരമായ ഇംഗ്ലീഷിലുള്ളതാണ്, ഇംഗ്ലീഷ് ബൈബിൾ. അതിലാണ് മാത്യുവിൻ്റെ ആണ്. ആസ്ക് ആൻഡ് ഷാൽ ബി ഗിവൻ യു, സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്, നോക്ക് ആൻഡ് യു ഷാൽ ബി ഓപ്പൺഡ് ടു യു. അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങളെല്ലാവരും പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ എനിക്ക് കഴിയുമെന്ന് ഉറപ്പോടെ പോകണം. ആത്മവിശ്വാസം മാത്രം പോരാ, അതിൻ്റെ പിന്നിൽ എപ്പോഴും സ്ഥിര പരിശ്രമം വേണം. നിങ്ങളുടെ പരമാവധി പരിശ്രമം. നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഈ കഴിയുന്ന ദിവസങ്ങൾ ഉഴപ്പിക്കഴിയാം, അത് കഴിഞ്ഞ് നല്ല പ്രവേശനം കിട്ടാതെ നല്ല കോഴ്സുകളിന് പോകാൻ കഴിയാതെ 40 50 കൊല്ലം എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഈ ദിവസങ്ങൾ, ഈ ആഴ്ചകൾ ഏറ്റവും കഠിന പ്രയത്നം ചെയ്ത് ഏറ്റവും നല്ല വിജയം വരിക്കുകയും അത് കഴിഞ്ഞ് നല്ല വിജയം കിട്ടി ജീവിതം 45 കൊല്ലം 50 സുഖമായിട്ട് ജീവിക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഓരോരുത്തരുടെയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത് ഈ സമയത്ത് ബുദ്ധിമാന്മാരായ കുട്ടികളുടെ നിലയ്ക്ക് നിങ്ങൾ ഏറ്റവും ആവശ്യം, നിങ്ങൾ പരമാവധി ഏകാഗ്രതയോടുകൂടി, സമർപ്പണ ബുദ്ധിയോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാം തരം വിജയം ഉണ്ടാകട്ടെ എന്ന് എളിയ രീതിയിൽ ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഇതിന് സദയം അനുമതി നൽകി എന്നോട് കാട്ടിയ ഔദാര്യത്തിന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. അതിനുമപ്പുറം എൻ്റെ ദുർബലമായ ഈ വാക്കുകൾ ഇത്രയും നേരം ക്ഷമയോടും അച്ചടക്കത്തോടും കേട്ടിരുന്ന് എന്നെ അനുഗ്രഹിച്ച ഓരോ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും എനിക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് തീർന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യത്തെപ്പറ്റി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിനൂടെ സമയമുണ്ട്. നിങ്ങൾ ഈ ബയോ മാത്സ്, കമ്പ്യൂട്ടർ മാത്സ് എന്ന് അത് ശരിക്ക് 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികളുടെ മുൻപിൽ ഇപ്പോൾ നല്ല ഒരു ഓപ്ഷൻ ഉള്ളത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന 4 ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എടുക്കാൻ പോയാൽ ഒരു വിഷയം നഷ്ടപ്പെടുവതിൽ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിലല്ലാതെയും വെളിയിൽ പോയും പഠിക്കാം. തിരുവല്ലായിലും കോട്ടയത്തും ഒക്കെ ഉണ്ട്, പഠിക്കാൻ പറ്റും. സുവോളജിയോ മാത്തമാറ്റിക്സോ അങ്ങനെ പഠിക്കാൻ സാധ്യമല്ല. 2, മാത്തമാറ്റിക്സ് ഇല്ലാതെ പഠിച്ച ഓപ്ഷൻസ് വളരെ കുറയും. മെഡിസിൻ സീറ്റ് കുറവാണ്. BDSന് പോയാൽ ജോലി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പലതിനും പോകാം. എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പഠിച്ച് യോഗ്യത നേടുന്ന വിഷയത്തിലായിരിക്കില്ല ജോലി ചെയ്യുന്നത്. മത്സര പരീക്ഷകളിൽ ഇവിടെ ലോവർ ഡിവിഷൻ ക്ലാർക്കായാലും ഗവൺമെന്റ് ക്ലാർക്കായാലും ബാങ്ക് ഓഫീസറായാലും ബാങ്കിലെ ഇൻഷുറൻസ് ഓഫീസറായാലും സിവിൽ സർവീസ് IAS ആയാലും ടെസ്റ്റ് വരും. മറ്റേ മൈക്രോഫോണിൽ തരും, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതില് നമ്മൾ ഈ മത്സര പരീക്ഷ വരുമ്പോൾ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രീസിയേഷൻ ഒക്കെ പറഞ്ഞ വിഷയങ്ങൾ വരെ കണക്കാണത്. കണക്കിന്റെ അംശം വരും. കണക്കെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് താഴെയുള്ളതെങ്കിലും കണക്ക് കൂടുതൽ പഠിച്ചവരെ സംബന്ധിച്ച് കുറെ കൂടെ എളുപ്പമായിരിക്കും മത്സര പരീക്ഷയിൽ എഴുതാനായിട്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഒക്കെ തീവണ്ടി 100 മീറ്റർ, മറ്റേത് ഒരു 10 ആശാരി ഒരു മേശ 3 ദിവസം കൊണ്ട് പണിഞ്ഞാൽ 10 ലക്ഷം ആശാരി എത്ര സെക്കൻഡ് കൊണ്ട് പണിയും, ഇങ്ങനെ ചില കണക്കുകൾ നിങ്ങൾക്ക് പള്ളിക്കൂടത്തിലുണ്ട്. പലിശ, ഫ്രാക്ഷൻ, ഡെസിമലൊക്കെ ഇല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള കണക്കാണ് വരുന്നത്. എങ്കിലും ഈ 10 കൊണ്ട് നിർത്തിയവരെ സംബന്ധിച്ച് കണക്ക് പഠിച്ചില്ലെങ്കിൽ, ഇപ്പോൾ 11ലും 12ലും എക്കണോമിക്സ്, ഹിസ്റ്ററി ഒക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് ഉള്ള കാര്യം ക്യൂബ് റൂട്ട് ഓഫ് 27 കണ്ടാൽ അവൻ തലയിറങ്ങി വീഴും. നേരെ മറിച്ച് BSc ഫിസിക്സോ മാത്തമാറ്റിക്സോ എഞ്ചിനീയറിങ്ങോ സ്റ്റാച്ച് പഠിച്ചാൽ അവരെ സംബന്ധിച്ച് ആര് ഹൈ ലെവലിൽ പഠിച്ചു കഴിഞ്ഞു. പൂര വിഴുങ്ങുന്ന അമ്മിയാർക്ക് കഥക്ക് പപ്പടം നിസ്സാരമായിട്ട് ചെയ്ത് തള്ളും. അപ്പോൾ മാത്തമാറ്റിക്സ് എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ നിങ്ങൾ ഈ ബയോമാത്സ് അങ്ങനെ സബ്ജക്റ്റ് പറയുക, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ വേറൊരു ഗുണം കൂടെ, ഈ 17 വയസ്സ് ഒരു 13 മുതൽ 19 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ കുരങ്ങന്റെ പോലെയാണ്. മനസ്സ്, കുട്ടികളല്ല, എല്ലാവരും അങ്ങനെയാണ്. എന്താണ് ഈ കുരങ്ങെന്ന് പറയാൻ കാര്യം? കുരങ്ങനെ ഒരു കൊമ്പയിലിരിക്കില്ല, ഉടനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. ഇപ്പൊ പറയും എനിക്ക് കോമേഴ്സ് മതി കേട്ടോ, കോമേഴ്സ് മതി, ഞാൻ പഠിച്ചോ. ഒരു കൊല്ലം പോയി അച്ഛൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ഈ കോമേഴ്സ് പറ്റുന്നില്ല, എനിക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുകയില്ല. നേരെ പറ്റി മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു കഴിഞ്ഞാൽ
സയൻസ് എടുത്ത് പഠിച്ചാൽ എനിക്കിത് പറ്റുന്നില്ല, നീ ബികോമിന് ചേർന്നോ? ബികോമിന് ചേരാൻ +2 കോമേഴ്സ് പഠിക്കണ്ട. സയൻസ് പഠിച്ചവർക്ക് കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ മാറാൻ പറ്റും. ഇപ്പോൾ എക്കണോമിക്സ്, ഹിസ്റ്ററി, പോളിറ്റിക്സ് മുതലായ വിഷയങ്ങൾ, സോഷ്യോളജി, അതിലേക്ക് സയൻസുകാർക്കും പോവാം, കൊമേഴ്സിലോട്ടും പോവാം. പക്ഷേ നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ +2 എടുത്തേക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വൺ വേ ട്രാഫിക്കാ, വാല്യൂ അല്ല. അതുകൊണ്ട് ചോദ്യോത്തരം കഴിയുന്നതും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുക. ഇത് പറയുമ്പോൾ ചിലർ പറയും, ഇന്നാളെ സാറേ എൻ്റെ മകളുടെ തലയൊക്കെ ഇങ്ങനെ പുകഞ്ഞു പോകും ഈ 4 സയൻസും ഒക്കെ പഠിച്ച്. ഞാൻ പറഞ്ഞ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ത്യയെ പഠിക്കുന്നതാണ് ഈ 4 വിഷയങ്ങൾ. അവരുടെയൊക്കെ തലവുണ്ട്. നിങ്ങളുടെ മകളുടെ തല സ്പെഷ്യൽ ഫിറ്റിംഗ് ഒന്നുമില്ലല്ലോ. ഇപ്പം ഇവളുടെ തല നോക്കിയാൽ എന്ത് കാണും? അത് കാണും ഈ സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കട്ട, ഇതിന് തിരിപ്പുണ്ട്. അതെല്ലാം ഒന്നല്ലേ? അത് മാത്രം പുകയുന്നതിനാ? ഒന്നും വരികയില്ല, ചുമ്മാ പഠിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു കാലത്തും ബയോളജി വേണ്ട എന്നുണ്ടെങ്കിൽ മാത്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ പഠിച്ചോളൂ. പിന്നെ കമ്പ്യൂട്ടർ എവിടെ വരെ പഠിക്കും? എഞ്ചിനീയറിംഗ് കോളേജ് കാര്യം എനിക്കറിയാം. എഞ്ചിനീയറിംഗ് കോളേജ് നിയന്ത്രിച്ചുകൊണ്ട് മെഷീനാണ്. അപ്പോൾ അവിടെ ഒരു സെക്കൻഡ് സെമസ്റ്റർ പഠിച്ച കമ്പ്യൂട്ടർ 7th ആകുമ്പോൾ മറന്നേക്കാൻ പറയും. എന്തുകൊണ്ടാണ്? ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് അതിവേഗം കുതിച്ചു പായുന്ന ശാസ്ത്രശാഖയാണ്. വെരി റാപ്പിഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി. So even if you learn something, it is of no use after 5 years or 3 years, or it becomes obsolete. നിഷ്പ്രയോജനമായിട്ട് പോകും. പുതിയ വരികയല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ അടുത്ത കൊല്ലം വേറെ സോഫ്റ്റ്വെയർ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ എടുക്കുന്ന അത്ര വളരെ കാരണം കമ്പ്യൂട്ടർ പകരം ബയോളജിയോ മാത്സ് എടുക്കുകയായിരിക്കും നല്ലത്. Any other question? Any other question? പറഞ്ഞോളൂ. അവിടെ ഇരുന്നാൽ മതി, എഴുതൊക്കെ വേണ്ട. അല്ല, മൈക്ക് MBA കോഴ്സിനെ പറ്റിയല്ലേ? MBA എന്നൊരു കോഴ്സല്ല, അതൊരു ഡിഗ്രിയാണ്. ബിസിനസ് മാനേജ്മെന്റ് ആണ് വിഷയം. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ബിസിനസ് സ്കൂളുകളിൽ MBA അല്ല കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നോ, ഇൻഡോർ, കാലിക്കറ്റ്, പിന്നെ 5-6 പുതിയതുമുണ്ട്. അപ്പോൾ MBA എന്ന് പറയുന്നത് മാനേജ്മെന്റ് നല്ലൊരു കോമ്പിനേഷനാണ്. ഏത് വിഷയം പഠിച്ചവർക്കും ഏത് വിഷയത്തിൽ ബിരുദം എടുത്തവർക്കും പോകാവുന്നതാണ് മാനേജ്മെന്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഡിഗ്രി 50% മാർക്ക് വേണം. അതിനുശേഷം നല്ല മത്സര പരീക്ഷ. ബിസിനസ് മാനേജ്മെന്റ് ഒരു പ്രത്യേക കാര്യമുള്ളത്, നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ള പ്രധാനമാണ്. ഞാൻ കെമിസ്ട്രി BSc പഠിച്ചു, SB കോളേജിൽ പഠിച്ചോ, NSC കോളേജ്, ആലപ്പുഴ SC പഠിച്ചോ, എറണാകുളം MRS പഠിച്ചോ, തിരുവനന്തപുരത്ത് MG കോളേജിൽ പോയി എവിടെ പഠിച്ചാലും ചുമ്മാ ഒരു ക്വസ്റ്റൻ ചോദിക്കില്ലേ, എന്ത് പറ്റി, വലിയ ക്ഷീണമാണല്ലോ എന്ന് ഇവരോട് ഞാൻ ചോദിക്കുന്നു. അവന് ക്ഷീണമൊന്നുമില്ല, വർത്തമാനം ഉണ്ടെങ്കിൽ ചോദ്യം. അതുപോലെയാണ് BScയുടെ കേസ്. നേരെ മറിച്ച് നിങ്ങൾ ബിസിനസ് സ്കൂൾ പഠിച്ചു, ഞാൻ മാനേജ്മെന്റ് പഠിച്ചു, PGP ഉണ്ട്. എവിടെയാണ് പഠിച്ചത്? ഞാൻ അഹമ്മദാബാദിൽ, വാ ഇരിക്കുക. ഞാൻ XLRA ജംഷഡ്പൂർ, വാ ഇരിക്കുക. FMS ഡൽഹി, വന്നിരിക്കുക. ജമൻലാൽ ബജാജ്, വന്നിരിക്കുക. ഞാൻ ചാത്തന്നൂർ, അവിടെ മറ്റന്നാ കാണാം. എംപ്ലോയറെ സംബന്ധിച്ച് നല്ല ബിസിനസ് സ്കൂളിൽ പഠിക്കണം. നല്ല ബിസിനസ് സ്കൂളിൽ പഠിക്കണമെങ്കിൽ നല്ല മത്സര പരീക്ഷയുണ്ട്, CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, പിന്നെ പലതുമുണ്ട്. ഈ അഡ്മിഷൻ ടെസ്റ്റ് പോകുമ്പോൾ അവിടെ 2 പ്രധാന കാര്യങ്ങൾ വേണം. നല്ല ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിലെ എഡിറ്റോറിയൽ നോട്ട് സ്റ്റാൻഡിങ് വോട്ടവർക്കം എന്നുള്ളതല്ല. നല്ല ഒഴുക്കോട് പറയാനും എഴുതാനും ഒക്കെ സാധിക്കണം. നല്ല പൊതുവിജ്ഞാനം, ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ പരീക്ഷയുടെ ചോദ്യം വെച്ച് പഠിക്കുകയും വേണം. അപ്പോൾ ഇനി ഒന്നുകിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹ്യൂമൻ റിസോഴ്സസ് പലതുണ്ടോ, ഹ്യൂമൻ റിസോഴ്സസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ, ഇതില്ലാതെ പ്രത്യേക മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ഫോറസ്റ്റ് മാനേജ്മെന്റ്, പ്ലാന്റേഷൻ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ബാങ്കിങ് മാനേജ്മെന്റ്, റൂറൽ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്, അങ്ങനെ പലതുമുണ്ട്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളുമുണ്ട്. ഏത് പഠിക്കാം, നല്ലതാണ്. ഉദ്ദേശമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് പഠിക്കും. പിന്നെ അതുകൂടാതെ ഈ മത്സര പരീക്ഷ കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് ചർച്ചയും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു മേശയ്ക്ക് ചുറ്റും 10 കുട്ടികളെ ഇരുത്തി ഏതെങ്കിലും വിവാദ വിഷയം കൊടുക്കും, ഒരു തർക്ക വിഷയം. ഇപ്പോൾ LPG എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ല, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെ ഫലമായി ഇന്ത്യയിലെ ദാരിദ്ര്യം മാറിയോ? ഹാസ് LPG ഹെൽപ്സ് ഇൻ ഇറാഡിക്കേറ്റിംഗ് ഇന്ത്യൻ പോവർട്ടി എന്ന് ചോദ്യം കൊടുക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം, ഫാക്ട്സ് വേണം, പത്രം വായിക്കണം. നിങ്ങളെല്ലാവരും പത്രം നെഞ്ചത്ത് ഞാൻ ചോദിക്കുന്നില്ല,
എല്ലാവരും ദിവസവും പത്രം വായിക്കുന്നു ആലോചിച്ച് നോക്കുക. വായിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കുന്നുണ്ടോ? അതോ 82 വയസ്സായ അമ്മൂമ്മ റെയിലിൽ മരിച്ച അയ്യോ എന്ന് പറയുന്നതേ ഉള്ളോ? നമ്മൾ വായിക്കുമ്പോൾ ഇന്ത്യയിലെയും ലോകത്തിലെയും കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, ടെററിസം, സ്പോർട്സ്, സമാധാനം, യുദ്ധശ്രമങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ പഠിക്കണം, അനലൈസ് ചെയ്യണം, എഡിറ്റോറിയൽ വായിക്കണം, ലീഡർ പേജ് ആർട്ടിക്കിൾ വായിക്കണം. ഇതിനൊക്കെ തരക്കിലോ ദൈവം തന്നിട്ടുണ്ട്. അത് പലരും ഉപയോഗിക്കുന്നില്ല. ആ പത്രത്തിൽ കണ്ടത് നമ്മൾ പറയുക, ഈ പത്രത്തിൽ കണ്ടത് പറയുക. അങ്ങനെയല്ല, നമ്മൾ ഈ MBA പോകണമെങ്കിലോ അല്ലെ സിവിൽ സർവീസസ് IAS ഒക്കെ പോകണമെങ്കിലോ ഈ ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയുകയും ആ കാര്യങ്ങളെ പറ്റി നമ്മൾ മനസ്സിന്റെ മൂശയിൽ പാകം ചെയ്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ രൂപവൽക്കരിക്കണം. ബോധ്യങ്ങൾ, the news items are the raw materials. They have to be processed in the crucible of your mind. Just as you bring pure gold from the ore, you have to bring out your opinions, your views and convictions. ഈ raw material തന്നെ വാർത്തകളാണ്. മനസ്സിന്റെ മൂശയിൽ പാകം ചെയ്യണം. ഇല്ലെങ്കിൽ അത് അങ്ങനെ പാകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വല്ല ന്യൂസ് മാഗസിനെങ്കിലും വായിക്കണം. വല്ല വീക്കോ ഫ്രണ്ട് ലൈനോ ഔട്ട്ലുക്കോ ഒക്കെ ഇന്ത്യ ടുഡേ ഒക്കെ വായിച്ച് അതിനെപ്പറ്റി വിദഗ്ധന്മാർ എഴുതി അതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് പോകണം. അപ്പം നല്ല പൊതുവിജ്ഞാനം, നല്ല അനലിറ്റിക്കൽ മൈൻഡ്, വിശകലന ശേഷി ഒക്കെ ഉണ്ടെങ്കിൽ പോകാം. ഒന്നാം തരമാണ്. പക്ഷെ ഇപ്പോഴേ പ്ലാൻ ചെയ്തോളണം. ഇപ്പം ഭാഷ നന്നാക്കി, ഇംഗ്ലീഷ് ഭാഷ, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പറയുന്നു, മലയാളം പറയുന്നു, അല്ലെ എഴുതുന്നു. ഇതൊക്കെ ദീർഘകാലത്തെ പരിശ്രമം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സാധിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ ഏതൊരാൾക്കും ഭാഷ വെറുതെ വരികയില്ല. ഈ ചാനലിൽ കയറി ഇംഗ്ലീഷും മലയാളവും അല്ലാതെ ഭാഷ പറയുന്നത് കേട്ടില്ലേ? അവർക്കെല്ലാം അറിയാമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ MBAക്ക് പോകുന്നു അല്ലെങ്കിൽ പ്രൊഫഷണൽ പോകുന്നു, ഇംഗ്ലീഷ് ഭാഷ ഏറ്റവും പ്രധാനമാണ്. കറതീർന്ന ഭാഷ. ഭാഷ എപ്പോഴും തെറ്റുള്ള ഭാഷ, തെറ്റില്ലാത്ത ഭാഷ, കൃത്യമായ ഭാഷ, നല്ല ഭാഷ, പ്രൗഢഭാഷ, പല ലെവലുണ്ട്. വിത്ത് എറേഴ്സ്, വിത്തൗട്ട് എറേഴ്സ്, കറക്റ്റ് ലാംഗ്വേജ്, ഗുഡ് ലാംഗ്വേജ്, എലഗന്റ് ലാംഗ്വേജ്. എലഗന്റ് ലാംഗ്വേജ് വലിയ കവികളോ സാഹിത്യകാരന്മാരോ വേണം, നമുക്ക് കറക്റ്റ് ലാംഗ്വേജെങ്കിലും വേണം. അതിനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പോവാം. പറഞ്ഞോളൂ, ഇരുന്ന് പറഞ്ഞാൽ മതി. 10ാം ക്ലാസ് കഴിഞ്ഞ് ICSE CBSE അതോ സ്റ്റേറ്റ് സിലബസ് എടുക്കും? അത് എല്ലാം ഒന്ന് ഈ ചുമ്മാ ആളിൽ ICSE വളരെ ടഫാണ്, CBSE വളരെ ടഫാണ്, ഇതൊക്കെ വെറുതെ കേട്ടവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താ വ്യത്യാസം? ഒരു വാക്ക് അങ്ങോട്ട് കൂടുതലേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള സിലബസ് പഠിക്കുക, ഒരു കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. CBSE ആണ് സൗകര്യം, CBSE പഠിച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല, ആ ഒരു പ്രോബ്ലം ഇല്ല. അത് നമ്മൾ കേട്ടത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതാ പറഞ്ഞേ, ഈ ദൈവം ഇവിടെ അരക്കലും ഉപയോഗിക്കുന്നില്ല. CBSE വളരെ ടഫാണ്, CBSE ടഫ് അറിഞ്ഞില്ലയോ? 10 പേര് CBSE ടഫാണ്, നിങ്ങൾ വ്യാപിപ്പിക്കുക. ഒന്നും എന്ത് ടഫാണ്? ലക്ഷക്കണക്കിന് പിള്ളേർ പഠിക്കുന്നതല്ലേ, ഒരു കുഴപ്പമില്ല, വളരെ ഈസിയാണ് CBSE ഒക്കെ. എല്ലാ സ്കീമും 11, 12 ചുമ്മാ ലഡ്ഡു തിന്നുന്നവരെ ഉള്ളൂ. പൂച്ചട്ടിയല്ലേ ഉള്ളൂ. വലിയ പഠിത്തമല്ല നിങ്ങളെ MSCക്കോ എവിടേക്കിനൊക്കെ പോകും. ഇവിടെ ഒന്നുമില്ല, വളരെ നിസ്സാരമാണ്. എനിത്തിങ് എൽസ്? പറഞ്ഞോളൂ. 2 more questions. Okay, 2 more questions. സിവിൽ സർവീസ് പരീക്ഷയെ കുറിച്ചൊന്ന് പറയാമോ? അത് പറയാൻ സാധിക്കും, അത് സമയമെടുക്കും. കുഞ്ഞെ പറയണോ? ചെറിയൊരു സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ആ കരിയർ ഗൈഡൻസ് ഒന്ന് കാണാൻ ഓപ്പൺ ചെയ്ത് ഒരു സെക്കൻഡ്. സിവിൽ സർവീസ് ഇടയ്ക്ക് ഇതൊക്കെ വരുന്നത് ഇതൊന്ന് ഓപ്പൺ ചെയ്തോളൂ. അതായത് ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് എഴുതാവുന്നൊരു പരീക്ഷയാണ്. അതിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു പ്രിലിമിനറി, ഒന്ന് ഒരു മെയിൻ, പിന്നെ ഒരു ഇൻ്റർവ്യൂ. പ്രിലിമിനറിയിൽ 2 ഒബ്ജക്റ്റീവ് പേപ്പറുകളുണ്ട്. അത് ലോജിക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ, അത് ജയിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിലിമിനറി കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് മെയിൻ എടുക്കുകയില്ല. ആ എടുക്കുന്നതെന്ന് പറയുന്നത് മെയിനിൻ്റെ പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രിലിമിനറി ആദ്യം നല്ല സ്കോർ എടുക്കുക. ഒരു 4 ലക്ഷം പേര് അതിന് അപേക്ഷിക്കും. 4 ലക്ഷം പേര് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം എഴുതും. ഒരു 10-30 ആളെ വിളിച്ചെന്നിരിക്കും. അത് ഒരു കാര്യം. അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയുണ്ട്. ഈ മെയിൻ പരീക്ഷ എന്ന് പറയുന്നതാണ് വളരെ ശ്രദ്ധിക്കാനുള്ളത്. മെയിൻ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവാണ്, എഴുത്ത് പരീക്ഷ, essay ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോളൂ, സിവിൽ സർവീസ് വന്നു കഴിഞ്ഞു, കാണുന്നുണ്ടോ? അവിടെ ഉണ്ടല്ലോ, നോക്കിക്കോളുക. അവിടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി വേണം, 21-30 ഇയേഴ്സ്, 4 ചാൻസ് കിട്ടും. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടും, പോട്ടെ.
ഇത് 2 ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അതിൻ്റെ വിവരങ്ങൾ എടുക്കേണ്ട ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. IAS പരീക്ഷ എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു പരീക്ഷയില്ല. ഒരു 10-24 സർവീസിലേക്കുള്ള ഒരു പരീക്ഷയാണത്. അപ്പോൾ അതിൽ ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം, അതിൻ്റെ മാർക്കൊന്നും എടുക്കുകയില്ല. ഒരു മിനിമം 10ാം ക്ലാസ് എന്ന് പറയാം, ഒരു 12ാം ക്ലാസ് സ്റ്റാൻഡേർഡ് മതി, ഒരു ഇതൊക്കെ പാസ്സാകാം. പിന്നെയാണ് ഗൗരവമായിട്ട് വരുന്നത് essay. 200 മാർക്കിൻ്റെ essay ഉണ്ട്. ആ essay എന്ന് പറയുന്നത് നല്ലോണം നല്ല പൊതുവിജ്ഞാനവും നല്ല ഭാഷയും വേണം. 3 മണിക്കൂർ നേരം ഒരു വിഷയത്തെ പറ്റി essay എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമ്മളെ ഒരു വിഷയം 10-12 വിഷയം തരും. ഇപ്പം 2012 അല്ലേ, 2011 എഴുതിക്കോളൂ 3 മണിക്കൂർ. 2015 എഴുതാനോ എന്ന് പറഞ്ഞാൽ എന്താ എഴുതുന്നത്? ഇന്ത്യയിലും ലോകത്തും എല്ലാ സംഭവ വികാസങ്ങളും എഴുതി അത് വിശകലനം ചെയ്ത് നിഗമനങ്ങളിൽ എത്തണം, കൺക്ലൂഷൻസ് വരണം. അങ്ങനെ എഴുതേണ്ടി വരും. നല്ല ഭാഷ വേണം, നല്ല പൊതുവിജ്ഞാനം വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് 2 പേപ്പറുണ്ട്. ആ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ലോജിക്കൽ റീസണിങ് വരും, ന്യൂമറിക്കൽ എല്ലാം വരും. അത് 2 പേപ്പറുണ്ട്. അത് കഴിഞ്ഞാൽ 2 വിഷയങ്ങൾ ബിരുദത്തിന് പഠിച്ചതോ പഠിക്കാത്തതോ ആകാം. ഇപ്പോൾ ബിരുദത്തിന് പഠിച്ച വേണമെന്നില്ല. എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് ജൂനിയർ പഠിച്ചവർ IAS കിട്ടി ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട്. അവരാരും എഞ്ചിനീയറിംഗ് അല്ല IASന് എഴുതിയത്. അവർ ഹിസ്റ്ററി എഴുതിയവരുണ്ട്, പൊളിറ്റിക്കൽ തോട്ട് എഴുതിയവരുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഴുതിയവരുണ്ട്. അങ്ങനെയൊക്കെ എഴുതാം. ഇഷ്ടമുള്ള 2 വിഷയങ്ങൾ. അവർ ഡിഗ്രി ലെവലിൽ നിന്ന് പറഞ്ഞാൽ ശകലം കൂടെ കൂടുതലും വരും. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേക്കൻസിയുടെ ഒരു 13 ഇരട്ടി ആളുടെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഈജിപ്റ്റ്, അങ്ങനെ ചോദ്യങ്ങളില്ല. ഹൂ ഇൻവെന്റഡ് ദ ഫൗണ്ടൻ പെൻ, വാട്ടർമാൻ, അത് ചോദിക്കില്ല. എപ്പോഴും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യം മാറ്റാൻ LPG കഴിഞ്ഞു, അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. അത് ഉത്തരം നമ്മൾ പറയുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ലക്ഷം പേര് അപേക്ഷിക്കും, 2 ലക്ഷം പേര് പരീക്ഷ എഴുതും, അവസാനം ഒരു 700 സീറ്റും ഒക്കെ ഉണ്ട്. ഒരു കളിപ്പല്ലേ പരിപാടി എന്ന് പറയാം, അല്ലേ? കളിപ്പല്ലയോ? 4 ലക്ഷം പേര് അപേക്ഷ മേടിച്ച് 500 പേർക്ക് ജോലി കൊടുക്കുക, അതിൽ പിന്നെ കേരള ലോട്ടറി മേടിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഒരു 15 മാസം ഏകാഗ്രതയോടുകൂടി ചില കാര്യങ്ങൾ പഠിക്കണം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ 2 വിഷയങ്ങൾ പഠിക്കണം, നല്ല പൊതുവിജ്ഞാനം വേണം, 1ാം തരം ഇംഗ്ലീഷ് ഭാഷ വേണം. ഇവയ്ക്കെല്ലാം ഉപരിയായി നിങ്ങൾ ഇന്റർവ്യൂ ടെക്നിക്ക് പഠിക്കണം. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മത്സരപേശികൾ വളരെ ശക്തമാകും. നിങ്ങൾ സിവിൽക്കാരിൽ തോക്കുമായിരിക്കാം. ആ തോക്കുന്ന ഫെയിലിലെ കൊളംബസ്. എന്താണ് ഈ ഫെയിലിലെ കൊളംബസ്? ആരായിരുന്നു കൊളംബസ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊളംബസിന്റെ പേരറിയാം. അങ്ങനെ സ്പെയിനിൽ നിന്ന് നാവികനായിരുന്നു. എന്തിനാ പുറപ്പെട്ടത്? അദ്ദേഹം പുറപ്പെടുന്ന ലക്ഷ്യം കോഴിക്കോട് വന്ന് കുരുമുളകും സുഗന്ധദ്രവ്യം കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ കോഴിക്കോട്ട് വന്നുമില്ല, കുരുമുളക് കൊണ്ടുപോയുമില്ല. ഈ കൊളംബസ് പരപരാജയമായിരുന്നു എന്ന് എനിക്ക് പ്രസംഗിക്കാം. പക്ഷെ കാര്യം എങ്ങനെയാണ്? മനുഷ്യരാശി ഉള്ള കാലത്തോളം ക്രിസ്റ്റഫർ കൊളംബസിന്റെ പേര് ഇങ്ങനെ ചരിത്രത്തിന്റെ ഇടനാഴികൾ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ. മഹാവിജയങ്ങൾ നേടിയാണ്. അപ്പൊ കൊളംബസ് ഇവിടെ തോറ്റെങ്കിലും കോഴിക്കോട് വന്ന് തോറ്റു. പക്ഷെ അന്ന് കുറെ അടിമയും പുകലയും സ്വർണ്ണമെല്ലാം കൊണ്ടുപോയി. അതുകൂടാതെ അന്നോളം പാശ്ചാത്യർ കാലുകുത്താതിരുന്ന പല രാജ്യങ്ങളിലും, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് അമേരിക്കയിലൊക്കെ കാലുകുത്തി, അല്ലേ? അങ്ങനെ ചരിത്രപുരുഷനായി തീർന്നു. അതുപോലെ നിങ്ങൾ IASന് തോറ്റോളൂ, IPS തോറ്റോളൂ, നിങ്ങളൊരു ബാങ്ക് ഓഫീസറാകും, ഇൻഷുറൻസ് ഓഫീസറാകും, അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കിട്ടും. The training that you have for 15 months of concentrated training, that will help you to develop your competitive muscles so that you can win any kind of competition. ഒരു ഗിഫ്റ്റാണ്. ഇന്റർവ്യൂ എങ്ങനെ പങ്കെടുക്കണം അതൊക്കെ പരിശീലിക്കുമല്ലോ. അതുകൊണ്ട് സിവിൽ സർവീസ് എഴുതിയ ഒരു കുഴപ്പമില്ല, നല്ലതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് കിട്ടും. ഓ ഇനിയുണ്ട്. ഓക്കെ ആരാ ചോദിക്കുന്നത്? ആരാ? എവിടെ ശബ്ദം? അശരീരിയാണല്ലോ. ആ ചോദിച്ചോളൂ. ജേർണലിസത്തിന് പോകാൻ BAക്ക് ഏത് സബ്ജക്ട് എടുക്കണം? ജേർണലിസം നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ജേർണലിസ്റ്റിൽ 1-2 കാര്യങ്ങൾ ആവശ്യമുള്ളത്. ഒന്ന്, നല്ല ഭാഷ വേണം. നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ വലിയ വാക്ക് എന്നുള്ളതല്ല, ചെറിയ വാക്യങ്ങളിലാണെങ്കിലും കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ മനോഹരമായി പ്രകടിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. 1. ആരോ പറഞ്ഞു റേഡിയോയ്ക്ക് ഒരു ഗുണമുണ്ട്, ഇറ്റ് ഈസ് എ സ്വിച്ച്. എന്താണ്? പരിമലയിലെ കൊതുക് നിവാരണം ഓഫ് ചെയ്ത് കളയും. നമ്മൾ ലേഖനം എഴുതുന്നു, മുഷിപ്പനാണെ മറിച്ച് കളയും. അവനെ പിടിച്ചു നിർത്തണം, ഒരു ക്യാച്ച് കൊടുക്കണം. ഞാൻ വർഷങ്ങളിൽ പത്രം എഴുതിയ മനുഷ്യനാണ്. അപ്പോൾ അതിനൊരു അതുണ്ടായിരിക്കും. 1. രണ്ടാമത്തെ കാര്യം,
ആരെയും കാണാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. ശിപായിയും കാണാം, ഓഫീസറേയും കാണാം, പ്രധാനമന്ത്രിയും കാണണം, ഗവർണറേയും ആരെയും കാണാൻ പുറകോട്ട് പോരുത്. നല്ല തൻ്റെ ഇടമായിട്ട് പോയി സംസാരിക്കണം. മൂന്നാമത്തെ കാര്യം, ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും അടിമയാകരുത്. എനിക്ക് 5 മണിക്ക് വീട്ടിൽ പോകണം. ഓഹോ, 6 മണിക്ക് ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായി, അതിൻ്റെ പടം വേണം, എത്ര പേര് മരിച്ചു, എത്ര പരിക്കേറ്റു, അമ്മൂമ്മ കരയുന്നു, അച്ഛൻ കരയുന്നു, ആശുപത്രി റിപ്പോർട്ട്, ഇതിൻ്റെ ഫോട്ടോ വരണം. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഏതെല്ലാം തീവണ്ടി അപകടങ്ങൾ എന്നുണ്ടായി അതിന് കാര്യങ്ങൾ ഇതെല്ലാം പത്രം ഉണ്ടെങ്കിൽ പത്രം മേടിക്കുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ. പത്രം മാത്രമല്ല, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ജേണലുണ്ട്, ഹോം ജേണൽ പലതുമുണ്ട്. കൂടാതെ ഇപ്പോൾ ഇലക്ട്രോണിക് ജേണലുണ്ടല്ലോ, ഇലക്ട്രോണിക് ജേർണലിസം. ഇപ്പോൾ ഏതെങ്കിലും ഞങ്ങളുടെ ഇപ്പോൾ ബോട്ട് മറിഞ്ഞു തേക്കടിയിൽ ഉണ്ട്, ഞങ്ങളുടെ ചാനൽ എല്ലാ ചാനലും അവിടെ നിൽക്കുക. അപ്പോൾ എത്രയോ ആളുകളുണ്ട്, ആങ്കറുണ്ട്, ന്യൂസ് റീഡറുണ്ട്, റിപ്പോർട്ടറുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ട്. ഒരുപാട് അവസരം. ഇംഗ്ലീഷ് ഭാഷ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ, ഇംഗ്ലീഷ് ജേർണലിസം കൂടുതൽ സ്കോപ്പ് ഉണ്ട് അതിനകത്ത്. ഇംഗ്ലീഷ് നമ്മുടെ കേരളത്തിലെ വർക്ക് ചെയ്യാൻ മലയാളവും നല്ലോണം ശ്രദ്ധിച്ചോളണം. മലയാളം നമ്മുടെ ഭാഷയാണല്ലോ, പഠിക്കാനില്ല എന്ന് വിചാരിക്കരുത്. മനുഷ്യന് വായിക്കാവുന്ന രീതിയിൽ എഴുതുന്നതിനും മനുഷ്യന് കേട്ടിരിക്കാവുന്ന സംസാരിക്കുന്നതിനും ഭാഷ ശുദ്ധമായിരിക്കണം. ഇപ്പോൾ ചന്തയിൽ പോയി മീൻ മേടിക്കുന്ന ഭാഷ ഇവിടെ 3 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമോ? അതൊരു ഭാഷ. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ നല്ല ഭാഷ ശീലിക്കണം, എങ്കിലും ജേർണലിസം. അപ്പോൾ ഏത് ഭാഷ വേണമെങ്കിലും പഠിക്കാം. So thank you very much once again for your fine cooperation. Thank you.